ഈ ലോകത്തുള്ള അനേകം ക്രിസ്ത്യാനികളെ പിശാച് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അവരുടെ സ്ഥിതി എന്താണ്? ഹൃദയത്തിൻ്റെ സ്ഥിതി. അവരുടെ ഹൃദയത്തിൻ്റെ സ്ഥിതി ഇതാണ്: അവർക്ക് യേശുവിനോട് ഇഷ്ടമാണെന്ന് അവർക്ക് തോന്നുന്നുണ്ട്, എന്നാൽ സഭയോട് വെറുപ്പ് തോന്നും. അപ്പോൾ ഒരുപാട് ദേശത്ത് ഇതൊരു പ്രശ്നമാണ്. എനിക്ക് യേശുവിന് ഇഷ്ടമാണ്, എന്നാൽ സഭയോട് വെറുപ്പാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതൊരു പൈശാചിക നുണയാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് സഭ എന്ന് ആദ്യമേ ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. സഭ എന്താണെന്ന് അറിയാത്തതുകൊണ്ടാണ് ഈ പൈശാചിക ബന്ധനത്തിൽ മനുഷ്യന്മാർ കിടക്കുന്നത്. സഭ എന്താണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നതാണ് ഇപ്പം നമ്മൾ ചിന്തിക്കുന്നത്. തിയോളജിയൻസിന് അവരുടെ അഭിപ്രായമുണ്ട്, ബിഷപ്പുമാർക്ക് അവരുടെ അഭിപ്രായമുണ്ട്, അച്ഛന്മാർക്ക് അവരുടെ അഭിപ്രായമുണ്ട്. അതൊക്കെ മാറി മറിഞ്ഞു വരും. ഇന്നൊരഭിപ്രായം, നാളെ വേറൊരു അഭിപ്രായം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സഭയെക്കുറിച്ച് മാറ്റമില്ലാത്തൊരു അഭിപ്രായം ലോകത്തിലുണ്ട്. അത് ബൈബിൾ പറയുന്ന അഭിപ്രായമാണ്. ഇപ്പം തിയോളജിയൻസ് ഒരു കാര്യം പറഞ്ഞാലും ഒരു നൂറ്റാണ്ട് മുമ്പുള്ള തിയോളജി അല്ല ഇപ്പോഴത്തെ തിയോളജി. ഇനി ഇപ്പോഴത്തെ തിയോളജി ആയിരിക്കണം ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കുറച്ചൊക്കെ മാറ്റമൊക്കെ വരും തിയോളജിക്ക്. എന്നാൽ ഒരിക്കലും മാറ്റം വരാത്ത ഒരു അഭിപ്രായം ലോകത്തിൽ നമുക്ക് ലഭിക്കും. അത് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ്. ലോകത്തിൽ ഒരിക്കലും മാറ്റമില്ലാത്തൊരു അഭിപ്രായം നമുക്ക് കാണാൻ സാധിക്കുന്നത് ബൈബിളിലാണ്. ബൈബിളിൽ സഭയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാളും മാറില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും ശരി, ബൈബിളിൽ ഒരു ആശയത്തിന് മാറ്റം വരില്ല. അതുകൊണ്ട് നമ്മൾ ബൈബിളിലെ ആശയം മാത്രമേ ഇപ്പോൾ സഭയെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. ബൈബിളിൽ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രബോധനം നമ്മൾ പ്രധാനമായും കാണുന്നത്, ഒന്നാമതായി കാണുന്നത് കൊളോസസ് ലേഖനത്തിലാണ്. കൊളോസസ് ലേഖനത്തിൽ 1-ാം അധ്യായം അതിൽ 18-ാം തിരുലിഖിതം വചനം പഠിപ്പിങ്ങനെയാണ്: അവൻ സഭയാകുന്ന ശരീരത്തിന്റെ ശിരസാണ്. വീണ്ടും എഫേസസ് ലേഖനം 1-ാം അധ്യായം 23-ാം വാക്യം, എഫേസസ് ലേഖനം 1:23 പഠിപ്പിങ്ങനെയാണ്: സഭ അവന്റെ ശരീരമാണ്. അപ്പോൾ കൊളോസസ് 1:18 എഫേസസ് 1:23 പഠിപ്പിക്കുകയാണ്: യേശു ക്രിസ്തു ശിരസ്, സഭ യേശുവിന്റെ ശരീരം. അങ്ങനെയാണെങ്കിൽ സഭയിലെ വിശ്വാസികളായ നമ്മുടെ സ്ഥിതി എന്താണ്? ഈ ശരീരത്തിൽ നമ്മൾ ആരാണ്? അവയവങ്ങൾ. അതാണ് കൊറിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 27-ാം തിരുലിഖിതം. യേശു ശിരസ്, സഭ യേശുവിന്റെ ശരീരം, നാം ഓരോരുത്തരും ഈ ശരീരത്തിലെ അവയവങ്ങൾ അത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ചിത്രം ബൈബിൾ നമുക്ക് തരികയാണ് സഭ എന്താണെന്നുള്ളത്. യേശു ശിരസ്, സഭ ശരീരം, നമ്മൾ ഈ സഭയിലെ അംഗങ്ങൾ. അപ്പോൾ സഭ യേശുവിന്റെ ശരീരം, യേശു സഭയുടെ ശിരസ്, വിശ്വാസികൾ ഈ ശരീരത്തിലെ അവയവങ്ങൾ. ഇതാണ് വിശുദ്ധ ലിഖിതം സഭയെക്കുറിച്ചും യേശുവിനെ കുറിച്ചും വിശ്വാസികളെ കുറിച്ചും പഠിപ്പിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ശരീരത്തിലെ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ പ്രത്യേകത നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാ അവയവങ്ങളും ഒറ്റ യൂണിറ്റായി പ്രവർത്തിക്കുന്നത്. ഒരു അവയവത്തിന് വേദന ഉണ്ടായാൽ എല്ലാ അവയവത്തിനും വേദന വരും. ശിരസാണ് എല്ലാത്തിനെയും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശരീരത്തിലെ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ ചില പ്രത്യേകതകളാണ്. പക്ഷെ സത്യത്തിൽ ഈ മുഴുവൻ അവയവങ്ങളെ നമ്മൾ ഒന്ന് വിശദമായി പഠിച്ചു നോക്കിയാൽ എല്ലാ അവയവങ്ങളിലും ഒരേപോലെ നിലനിൽക്കുന്ന ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ ശരീരത്തിലെ അവയവങ്ങളെല്ലാം ഒന്നിൻ്റെ അടിമയായി പ്രവർത്തിക്കുകയാണ്. ഒറ്റ ഒരെണ്ണത്തിന് ശരിക്കും സ്വാതന്ത്ര്യമില്ല. ഒക്കെ പാവങ്ങളാണ്. പാവങ്ങളായ അവയവങ്ങൾ. ഒറ്റ ഒരെണ്ണത്തിന് സ്വാതന്ത്ര്യമില്ല. ചിന്തിച്ചു നോക്കി, ഈ ശരീരത്തിൽ ഏത് അവയവത്തിന് സ്വാതന്ത്ര്യം ഉള്ളത്? വല്ലതിനുണ്ടോ? കൈക്കും കാലിനൊക്കെ പ്രത്യക്ഷത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം, മറ്റവയവങ്ങളെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് നമുക്ക് തോന്നാം. സത്യത്തിൽ ഈ കൈക്ക് വല്ല സ്വാതന്ത്ര്യം ഉണ്ടോ? ചിന്തിച്ചു നോക്കിയാൽ. ഇപ്പം നമ്മൾ ഊണ് കഴിക്കാൻ ഇരിക്കുകയാണ്. ഊണ് കഴിക്കാൻ ഇപ്പം കൈയുടെ ഡ്യൂട്ടി എന്താണ്? ഉരുള എങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു പാവപ്പെട്ട ചാക്കുണ്ണി, ആ ചാക്കുണ്ണി ഒരു ഗ്രാമപ്രദേശത്തു നിന്നാണ്. ആ ചാക്കുണ്ണി രാവിലെ മുതൽ വൈകുന്നേരം വരെ കരിങ്കൽ കോറി പണിയെടുക്കുന്ന ചാക്കുണ്ണിയാണ്. ആ ചാക്കുണ്ണി കരിങ്കൽ കോറിലെ പണിയെല്ലാം കഴിഞ്ഞ് വന്ന് വീട്ടിലെ പണിയെല്ലാം ചെയ്ത് ചോറ് വെച്ച് അവസാനം ചോറുണ്ടായിരുന്നപ്പോൾ രാത്രി 11:30 കൈ എന്ത് ചെയ്യുന്നറിയോ? ഈ ചോറെല്ലാം മല പോലെ ഇരിക്കുന്ന ചോറ് ഇങ്ങോട്ട് തട്ടിയിട്ടു. ഈ ചക്കുകുരു മാങ്ങെടുത്ത് ചോറിനകത്തേക്ക് ഒഴിച്ചിട്ട് മൊത്തം അങ്ങോട്ട് കൈ അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇതാ ഒരു വലിയ ഉരുള വായുടെ നേരെ കൊണ്ടുവരണം. 1.5 കിലോ വലുപ്പമുണ്ട് ഒരു ഉരുള. കമോൺ പ്ലീസ് എന്ന് പറഞ്ഞ് 2 കൈ കൂടെ കൂടിയിട്ട് ഒരു ഭീമൻ ഉരുള, ബിഗ് ലാർജ് ഉരുള ഇങ്ങനെ കൊണ്ടുവരികയാണ്. എന്ത് പറയും? പറ.
വായിക്ക് സന്തോഷമാകുമോ? കൊള്ളാം, കുറച്ച് കാലമായിട്ട് ആദ്യമായിട്ടാണ് ഇതുപോലൊരു മുഴുത്ത ഉരുള കിട്ടുന്നത്. താങ്ക് യു എന്ന് പറയോ? വാ എന്ത് പറയൂ? വാ പറയും. കൈ നിന്റെ വേല മനസ്സിരിക്കട്ടെ, ഉരുള തരുമ്പോ ഞാൻ പറയണ പോലെ ഉരുള ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയും. കൈക്ക് പല ഐഡിയ ഉണ്ട്, അത് കൈ വെച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. ഉരുള ഉണ്ടാക്കുമ്പോ വാ പറയണ പോലെ ഉരുള ഉണ്ടാക്കി കൊടുക്കണം. ഒരു ഉരുള കൈ ഉരുട്ടി ഇവിടം വരെ കൊണ്ടുവന്നു വിചാരിക്കുക, ഉടനെ വാ പറയാണ് ആ മീൻചാറിൽ മുക്കിത്തരൂ എന്ന് പറഞ്ഞാൽ കൈക്ക് ന്യായമായും പറയാവുന്ന ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. ഏതായാലും ഇത് ഇവിടം വരെ വന്നാൽ ഇതങ്ങോട്ട് പോട്ടെ, അടുത്തത് മുക്കാം. കൈ പറയോ? ഇല്ല. കൈ അനുസരണമുള്ള ദാസനെ പോലെ ഇതാ ഈ ഉരുളയായിട്ട് ഇതാ പോകുന്നു, മീൻചാറിൽ മുക്കുന്നു, വരുന്നു, ടേസ്റ്റി. പറ, ഉരുള കൊടുക്കുമ്പോൾ ആരുടെ ഇഷ്ടം അനുസരിച്ച് കൊടുക്കണം? വാ പറയണ പോലെ കൊടുക്കണം. മീൻചാറി മുക്കാൻ പറഞ്ഞാൽ മീൻചാറി മുക്കണം. എന്താ വാ പറഞ്ഞ അതനുസരിച്ച് ചെയ്യണം. പറ, ഈ കൈക്ക് വല്ല സ്വാതന്ത്ര്യം ഉണ്ടോ? ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ചിലർ ചിന്തിക്കുക ഇടത് കൈക്ക് ഇതിനേക്കാൾ കുറച്ചും കൂടെ ഒക്കെ, കാരണം അതിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുകയാണല്ലോ, ഇടത് കൈക്ക് കുറച്ചും കൂടെ സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് ഇപ്പൊ ചിലർ ചിന്തിക്കുന്നത്. സത്യത്തിൽ ഇടത് കൈക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? ഇതാ ഈ ഇടത് കൈ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നാവ് ഒരു ഒച്ചപ്പാടുണ്ടാക്കി. നാവ് പറഞ്ഞു, ഇടത് കൈ വാട്ട് ആർ യു ഡൂയിങ് ദർ? ഉപ്പില്ലെന്ന് എനിക്ക് അറിയാമല്ലോ, ഉപ്പെടുത്തിട്ട് വരാൻ പറഞ്ഞു. അപ്പോഴാണ് ഇടത് കൈ, അത് ശരി ഉപ്പില്ലേ, എന്നാൽ ശരി. ഇടത് കൈ നോക്കി അങ്ങനെ സെർച്ച് ചെയ്ത് ചെന്നപ്പോൾ ഇതാ ഒരു വലിയ ഉപ്പും കുപ്പി അപ്പുറത്തെ ടേബിളിൽ ഇരിപ്പുണ്ട്. ആ ഉപ്പും കുപ്പി വേഗം പൊക്കിക്കൊണ്ട് വന്നു. ഏതാണ്ട് 1.5 ലിറ്ററുള്ള ഉപ്പും കുപ്പിയാണ്. അതൊരു വലിയ ഫാമിലിയാണ്, അതുകൊണ്ട് 1.5 ലിറ്ററുള്ള ഉപ്പും കുപ്പിയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ആ ഉപ്പും കുപ്പിയും പൊക്കിക്കൊണ്ട് ഇടത് കൈ എത്തി. നാവ് ഉപ്പ് ചോദിച്ചു. ഇടത് കയ്യിലിരിക്കണം എന്താ? 1.5 ലിറ്റർ ഉപ്പ് വെള്ളമാണ്. ഒറ്റ ഒഴിക്കലെല്ലാം കൂടെ. ഇനി മേല് ചോദിക്കരുത്. പറ, എന്തെങ്കിലും ഇടത് കൈ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇടത് കൈ ചെയ്യുന്ന രീതിയുണ്ട്. എന്ത് ചെയ്യുന്നറിയോ? ഈ ഉപ്പും കുപ്പിയും പൊക്കിക്കൊണ്ട് ഇടത് കൈ വന്നിട്ട് യെസ് സാർ അവിടെ നിൽക്കും. ഉടനെ നാവ് പറയും 2 തുള്ളി പാരൂ. ഉടനെ 2 തുള്ളി, കൃത്യം 2 തുള്ളി ഒഴിച്ചിട്ട് യെസ് സാർ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. ഉടനെ വലത് കൈയോട് പറയും ഒരു ഉരുള ചോറ് എടുക്കൂ. ചോറ് കൊണ്ടു നോക്കാൻ പറയും പോരാ 1 തുള്ളി കൂടെ ഒഴിക്കൂ. ഉടനെ വീണ്ടും ഇടത് കൈ 1 തുള്ളി ഒഴിക്കണം. നാവ് നോക്കും പോരാ 1/2 തുള്ളി കൂടെ ഒഴിക്കൂ. ഉടനെ 1/2 തുള്ളി ഒഴിക്കണം. ഒരു 1/4 തുള്ളിയും കൂടെ. അപ്പൊ നാവ് പറയും ഏതാണ്ട് ഇപ്പം മതി, താൽക്കാലികം ഇപ്പം മതി, ആവശ്യം വന്നാൽ പിന്നെ വിളിച്ചോളാന്ന് പറയും. അപ്പം ന്യായമായി ഇടത് കൈക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട്. എന്തെന്നറിയോ? നേരില്ലാത്ത നേരത്ത് മനുഷ്യന് പണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 തുള്ളി, 1 തുള്ളി, 1/2 തുള്ളി, 1/4 തുള്ളി, 3/4 തുള്ളി ഒഴിക്കൂന്ന് നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ ചുമ്മാ പണി ഉണ്ടാക്കാൻ വേണ്ടി ഓരോരുത്തർ ഇറങ്ങിയിരിക്കുന്നു. ഇടത് കൈ എന്തെങ്കിലും അങ്ങനെ പറയോ? ഇല്ല. ഇടത് കൈ യേസ് സാർ എന്ന് പറഞ്ഞു അനുസരണമുള്ള വൃത്തിനെ പോലെ നിന്നനുസരിക്കുക. ഇന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഉപ്പ് സർവീസൊക്കെ നിർവഹിച്ച് കഴിയുമ്പം ഇടത് കൈക്ക് നന്ദി എന്ന് പറഞ്ഞ സാധനം കേൾക്കണ്ടോ? ന്യായമായൊരു നന്ദി കൊടുക്കേണ്ടതല്ലേ? ഇത്രയും മനോഹരമായ ഉപ്പ് സർവീസ് നിർവഹിച്ച ഇടത് കൈക്ക് ശരീരത്തിലെ മുഴുവൻ അവയവങ്ങളുടെ പേരിൽ അഗൈതവമായ നന്ദിയുടെ നിർമലരുകൾ സമർപ്പിക്കുന്നു. നന്ദി എന്ന് കേട്ടിട്ടുണ്ടത്? നന്ദി എന്ന് വാക്ക് ഇതുവരെ കേട്ടിട്ടില്ല. ഇത്രയും ഉപ്പ് സർവീസ് നിർവഹിച്ച കൈയാണെങ്കിൽ ശരി, ഡ്യൂട്ടി കഴിഞ്ഞാൽ മിണ്ടാതെ എവിടെയെങ്കിലും പോയിരുന്നോളണം. ഞാൻ ഉപ്പ് കൊടുത്ത കയ്യാന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് കളിക്കാൻ പാടില്ല. മുണ്ടാതെ പുറകെ പോയിരുന്നോളണം, എവിടെയെങ്കിലും സൈഡിൽ ഒതുങ്ങിയിരുന്നോളണം. കാര്യം വലിയ സർവീസാണ് നിർവഹിക്കണം, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. സൈഡിൽ മുണ്ടാതെ ഒതുങ്ങിയിരുന്നോളണം. പറ, ഈ കൈക്ക് വല്ല സ്വാതന്ത്ര്യം ഉണ്ടോ? അപ്പോഴാണ് കാല് പറയണത് ഇടത് കൈ വാട്ട് ആർ യു ഡൂയിങ്? ഇവിടെ നിന്ന് മാന്തിക്കെന്ന് പറഞ്ഞു. ഉടനെ അവിടെ പോയി മാന്തിക്കൊള്ളണം. ഉടനെ തല പറഞ്ഞു ഇടത് കൈ ഇതാ ഒരു പേൻ ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അറസ്റ്റ് ചെയ്യും. ഉടനെ ഇടത് കൈ വേഗം പാഞ്ഞു വന്ന് ഉടനെ തല പറഞ്ഞു സ്റ്റോപ്പ്. റൂട്ട് നിന്റെ ഇഷ്ടാനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പാടില്ല, ഞാൻ പറഞ്ഞ റൂട്ടിൽ കൂടെ വന്ന് പിടിക്കാൻ പറഞ്ഞു. നീ ഇങ്ങനെ വന്ന് പിടിച്ചാൽ അവിടെ ആ ഒരു പേൻ്റെ ചുറ്റോടത്ത് വേറെ 5-6 പേൻ ഇരിപ്പുണ്ട്. ഒരെണ്ണത്തെ പിടിക്കും, ബാക്കിയുള്ള ചോറിലേക്ക് വീഴും. അതുകൊണ്ട് നീ കിഴക്ക് പടിഞ്ഞാറ് ചെരിഞ്ഞു വരാൻ പറഞ്ഞു. അപ്പം ഇവിടെ വന്ന വരെ കൈക്ക് ഒരു ലേശം കൊണ്ട് ചെന്നാൽ പേന അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഇടത് കൈയോട് തല പറഞ്ഞ് സ്റ്റോപ്പ്, റൂട്ട് നിന്റെ ഇഷ്ടാനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പാടില്ല, ഞാൻ പറയണ റൂട്ടിൽ കൂടെ പിടിക്കണം, നീ കിഴക്ക് പടിഞ്ഞാറ് ചെരിഞ്ഞു വരുമെന്ന് പറഞ്ഞു. ഉടനെ ഈ കൈ ഇതാ കിഴക്ക് പടിഞ്ഞാറ് ചെരിഞ്ഞ് റൗണ്ട് അടിച്ച് വരണം. എത്രയോ കഷ്ടപ്പാട്. കുറച്ചും കൂടെ വടക്കോട്ട് നിങ്ങളെന്ന് പറഞ്ഞു. കുറച്ചും കൂടെ തെക്ക് ഭാഗത്ത് അവിടെ ലാറ്റ് ചെയ്തോളാം പറഞ്ഞു.
പറ. പേനെ പിടിക്കും, ആരും ഇഷ്ടമനുസരിച്ച് പിടിക്കണം. ആ തല പറയണ പോലെ പിടിച്ചോളണം. അപ്പൊ മൂക്ക് പറഞ്ഞു, ഇടത് കൈ ഇതാ ഒരു കൊതു, ഇടിച്ച് ചമ്മന്തിയാക്കാൻ പറഞ്ഞു. അല്ലെങ്കിലും പണ്ട് ഈ ഇടത് കൈക്ക് മൂക്കിനോട് ഒരു ഇറിറ്റേഷൻ കിടപ്പുണ്ട്. എന്താണെന്നറിയോ? ഈ മൂപ്പര് നേരം വെളുത്ത രാത്രി വരെ ഒരൊറ്റ പണി ചെയ്യല. എന്നാൽ എല്ലാത്തിനും ഫ്രണ്ടില് പണിയൊന്നും ചെയ്യുകയില്ല, എന്നാൽ മുമ്പിൽ എല്ലാത്തിലും ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ പണിയെല്ലാം ചെയ്ത് കഷ്ടപ്പെടുന്ന ഇടത് കൈക്ക് ഒരു ആഗ്രഹമുണ്ട്, ഇതിയാനായിട്ടൊന്ന് കൊടുക്കണമെന്ന് കുറേ കാലം. അപ്പോഴാണ് കൊതുക് കൃത്യാവസ്ഥാനത്ത് വന്നിരുന്നത്. കൊടുത്തു ആഞ്ഞൊരു വീക്ക്. എന്തായിരിക്കും മൂക്കിന്റെ സ്ഥിതി? ആ മംഗോളിയൻ. പറ, എന്നെങ്കിലും ഇടത് കൈ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ആ ഒരിക്കലും. മൂക്ക് ഓർഡർ ഇടും, ഇതാ കൊതു ചമ്മന്തിയാക്കാൻ പറയും. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, എനിക്കൊന്നും പറ്റരുത്, കൊതു ചമ്മന്തിയാകണം. സത്യം പറഞ്ഞാൽ ഒരാഴ്ചത്തെ സെമിനാറോ ഒരു വർഷത്തെ വിദേശ പഠനമോ ഒക്കെ വേണമെങ്കിൽ എങ്ങനെ മൂക്കിന് കേട് പറ്റാതെ കൊതുകിനെ ചമ്മന്തിയാക്കാം. ഒരു സെമിനാറോ കോഴ്സോ അല്ലെങ്കിൽ 6 മാസത്തെ പൂനെയിലെ പഠനമൊക്കെ കൊടുക്കാവുന്നതാണ്. ഒന്നുമില്ല, വെറും ഓർഡർ ഇടും, നടപ്പാക്കിക്കൊള്ളണം. കോഴ്സും ഇല്ല, സെമിനാറും ഇല്ല, പിന്നെ PhD ഒരു പ്രൊഫഷനും ഇല്ല. ചുമ്മാ ഓർഡർ ഇടുക, നടപ്പാക്കണം. പറ, ഈ ഇടത് കൈക്ക് വല്ല സ്വാതന്ത്ര്യം ഉണ്ടോ? ഏത് അവയവം വിളിച്ചാലും ഓടിപ്പോയി മാന്തണം. പക്ഷേ നന്ദി എന്ന് പറഞ്ഞ സാധനം ഇല്ലെന്ന് മാത്രമല്ല, ഇതിന് എപ്പം 24 സാധാരണക്കാണെങ്കിൽ 8 മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞാൽ ബാക്കി 8 മണിക്കൂർ സ്വകാര്യമായിട്ട് ഫ്രീ ആണ്. ഇത് 24 മണിക്കൂർ ഓൺ ഡ്യൂട്ടിയിലാണത്. അല്ലേ? ശരിയല്ലേ ഇത്? ആ പറ, വല്ല സ്വാതന്ത്ര്യം ഉണ്ടാ? ഇല്ല. അപ്പൊ നിങ്ങൾ ചിലർ ചിന്തിക്കും കാലിന് കുറച്ചും കൂടെയൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടെന്ന്. സത്യം പറഞ്ഞ എന്ത് സ്വാതന്ത്ര്യം ഉള്ളത്? ഇതാ നമ്മുടെ ചേട്ടൻ ചക്കുകുരുമാങ്ങെല്ലാം നിറഞ്ഞ് മിസ്റ്റർ ചാക്കു 150 കിലോ 110 കിലോ വലിയ കുമ്പയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് എരുമ അയാളെ കാണുകയാണ്. ഉടനെ ഈ എരുമയ്ക്ക് ഇയാളുടെ കുമ്പ കണ്ടപ്പോൾ ഒരു പ്രകോപനം. എരുമ കാലിട്ട് നിലത്തിട്ട് മാന്തിയിട്ട് മുക്കറയിട്ട് വാല് ചുരുട്ടി മുമ്പോട്ട് ഓടി വരികയാണ്. എന്തിനായിരിക്കും? അത് മറ്റവയവങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് വയറ് മനസ്സിലാക്കി ഈ എരുമ വരുന്നത് എന്തിനാന്നുള്ളത്. വയറ് പറഞ്ഞു, കാലുകളെ ഓടിക്കോ, ഇത് എരുമ വരുന്നു, എരുമ. ഉടനെ കാലുകൾ പറഞ്ഞു, വെയിറ്റ്, ഞങ്ങൾ കേന്ദ്ര കമ്മിറ്റി കൂടി ഒരു തീരുമാനം എടുത്തിട്ട് പിന്നീട് അറിയിക്കാന്ന് പറഞ്ഞു. ഓടണോ വേണ്ടയോ എന്നുള്ളത്. കാരണം ഞങ്ങൾ രണ്ടെണ്ണം ഇവിടെ തൂങ്ങിക്കിടക്കണമെന്ന് ധ്യാന് വല്ല ബോധം ഉണ്ടായിരുന്നു ഇത്രയും കാലമായിട്ട്. ഇപ്പൊ എരുമ വരുമ്പോഴാണ് ഞങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നേരം ഉണ്ടായത്. ഇന്ന് വരെ എന്തെങ്കിലും ഒരു പരിഗണന ഇതിന് കിട്ടിയിട്ടുണ്ടോ? ഇയാള് നേരം വെളുത്ത് എഴുന്നേറ്റ മുഴുവൻ ശ്രദ്ധ എങ്ങോട്ടാ കൊടുക്കണത്? ഈ കഴുത്തിന് മുകളിൽ പീരക്കപ്പെട്ടി വലിപ്പത്തിൽ ഒരു ചെറിയ അവയവം ഇരിപ്പുണ്ട്. എഴുന്നേറ്റ ഉടനെ കണ്ണാടി പോയി നോക്കുകയാണ്. ഓ, എന്താ ഇവിടെ ഒരു പാട്, ഒരു മുടി ഇങ്ങോട്ട് താന്ന് കിടപ്പുണ്ടല്ലോ. മുഴുവൻ ശ്രദ്ധ മുഖത്തിന്. ഈ കാലുകൾ നോക്കുമ്പം ഒരുപാട് പൗഡർ പാട്ടുകൾ ഇങ്ങനെ കാലിയായിട്ട് സൈഡിൽ ഇരിക്കുക. ഈ പൗഡർ എല്ലാം കൂടെ എങ്ങോട്ടാ പോയത്? മുഖത്തേക്ക്. ഒരിക്കൽ പോലും ഈ പൗഡറിന്റെ മണം എന്താന്ന് ഈ കാല് അറിഞ്ഞിട്ടില്ല. കാല് എപ്പോഴൊന്നും ചോദിക്കുന്നില്ല കേട്ടോ. വല്ലപ്പോഴും ആ ബർത്ത്ഡേക്കും ആ പള്ളിയിലെ പെരുന്നാളിനൊക്കെ ലേശം പൗഡർ ഉണ്ടാ, കിട്ടിയിട്ടുണ്ടാ? ഇല്ല. ഈ കാലുകൾ നോക്കുമ്പം ഒരുപാട് പൊട്ടും കുപ്പികൾ ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. കാലി പഴുതാരപ്പൊട്ട്, തേളും പൊട്ട്, പാമ്പും പൊട്ട്, ഇതെല്ലാം എങ്ങോട്ടാ പോയത്? എപ്പോഴൊന്നും ചോദിക്കുന്നില്ല. ആ ക്രിസ്മസിനും ആ ഈസ്റ്ററിനും ഓരോ പൊട്ട്. എന്നും ചേർലും ഒരിക്കൽ പോലും പ്രൊമോഷൻ ഇല്ല. ജനിച്ചപ്പോ തൊട്ട് എപ്പോഴൊന്നും ആവശ്യപ്പെടുന്നില്ല. വല്ലപ്പോഴും വർഷത്തിൽ ഒരു ദിവസമെങ്കിലും കാല് മുകളിലും ബാക്കിയുള്ളൊരു താഴെയും ഉണ്ടാ? ഇല്ല. എപ്പോഴും കാല് ചെളിയിൽ തന്നെ. പ്രൊമോഷൻ ഇല്ല, നന്ദിയില്ല, ആരും പരിഗണിക്കുന്നില്ല. അപ്പോൾ ഈ കാല് പറയാണ്, ശരി എരുമ വന്നോണ്ടിരിക്കുക, മിസ്റ്റർ ചാക്കുവിന്റെ സ്ഥിതി എന്താവും? ചക്കുകുരുമാങ്ങനെ പാളീസായി കിടക്കണ കാണാം. എന്നെങ്കിലും കാലിങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഈ ശരീരത്തിൽ അവയവാണെങ്കിൽ കാലൊരു കാര്യം ചെയ്യും. അവിടുന്ന് എരുമ ഇവിടുന്ന് പുറപ്പെടുന്ന കാണുമ്പോൾ തന്നെ ഈ ശരീരം റിക്വസ്റ്റ് ചെയ്തില്ലെങ്കിൽ പോലും ഈ കാലുകള് ഈ കിൻഡലിനെ തൂക്കിക്കൊണ്ട് ഓട്ടത്തോടോട്ടം, അങ്ങനെ ഈ കിൻഡലിനെ വഹിച്ചുകൊണ്ട് ഓടി അവസാനം ഒരു വലിയ മരത്തിന്റെ മുകളിൽ സുരക്ഷിത സ്ഥാനത്തോട്ട് ഡിപ്പോസിറ്റ് ചെയ്യും. നോക്കുമ്പോൾ കാലെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ ചോര ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? ഓട്ടം റൂട്ട് നോക്കിയായിരുന്നില്ല. വാച്ചലപ്പാട്ടിലൂടെയും തോടിന്റെ പക്കത്തൂടെയും
കുപ്പിച്ചിലിൻ്റെ മുകളിൽ കൂടെ, ഈ വാച്ചിലപ്പാട്ടിലൊക്കെ ഒരുപാട് സാധനങ്ങൾ കുപ്പിച്ചിൽ പൊട്ടിയ കുപ്പിയൊക്കെ ഇട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് കൂടെ ഓടിയത്. എരുമ വരണ സമയത്ത് റൂട്ട് നോക്കി ഓടാന്ന് പറയോ? വരട്ടെ, ഞങ്ങൾ റൂട്ട് നോക്കിയിട്ട് നിശ്ചയിക്കാം എന്ന് പറയോ? എരുമ വരണ സമയത്ത് എങ്ങനെയെങ്കിലും ശരീരത്തെ രക്ഷിക്കണം, അതിനുവേണ്ടി ഓട്ടത്തോടോട്ടം. അങ്ങനെ ഓടി ശരീരത്തെ സുരക്ഷിതമാക്കി കഴിഞ്ഞ് നോക്കുമ്പോഴാണ് കാലെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് ചോര ധാരധാരയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കാലിന് സങ്കടമുണ്ടോ? കാലിന് സംതൃപ്തി മാത്രം. എന്താ കാരണം? ഞാൻ തകർന്നു, ഞാൻ പൊളിഞ്ഞു, ഞാൻ തകർന്നു, ഞാൻ തകർന്നാലും ശരി, ശരീരത്തിന് കേടൊന്നും വന്നില്ലല്ലോ, സംതൃപ്തി മാത്രം. ഹല്ലേലൂയ. ഇതാണ് ശരീരത്തിലെ അവയവങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന്റെ സ്ഥിതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണ് ഒരു ശരീരം എന്ന് പറയുന്നത്. ഇതാണ് ശരീരത്തിലെ അവയവങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഇടവകയിൽ, ഇങ്ങനെയാണ് നമ്മുടെ സഭയിൽ. ഈ ശരീരത്തിലെ ഏതെങ്കിലും അവയവം തനിക്ക് വേണ്ടി ജീവിക്കണുണ്ടോ? ഓരോ അവയവത്തിന്റെയും മുഴുവൻ ശ്രദ്ധ, ദ ഹോൾ ബോഡി, ഈ ശരീരത്തിന് കേടൊന്നും വരാതെ നോക്കുക. കൈയാണെങ്കിലും കാലാണെങ്കിലും കണ്ണാണെങ്കിലും ചെവിയാണെങ്കിലും ഈ മുഴുവൻ അവയവങ്ങളും ശരീരത്തിന് സുസ്ഥിതിക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. കൈ കൈക്ക് വേണ്ടി ജീവിക്കണില്ല, കാല് കാലിന് വേണ്ടി ജീവിക്കണില്ല, ചെവി ചെവിക്ക് വേണ്ടി ജീവിക്കണില്ല, ജീവിക്കുന്നുണ്ട് ശരീരത്തിന് വേണ്ടി. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. ഇങ്ങനെയാണോ സഭയെ ഞാനും നിങ്ങളും? അവനവന്റെ കാര്യം നോക്കിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇച്ചിരി നേർച്ച പള്ളി ഇട്ടേക്കാം, അത് തന്നെ. ബാക്കി എന്താ സഭയുടെ ബന്ധമുള്ളത്? ചുമ്മാ സഭാവിശ്വാസി ഒന്നും പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഏതോ ജാതിയിൽപ്പെട്ട പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പള്ളി വരണ്ടെന്നേ ഉള്ളൂ. മരിച്ച പള്ളിയിൽ അടക്കും, കല്യാണ പള്ളി നടത്തും, ഇത്രക്ക് തന്നെ ബന്ധമുള്ളൂ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതല്ല സഭയിലെ ജീവിതം, ഇതല്ല തിരുസഭാ ജീവിതം എന്ന് പറയുന്നത്, ഇതല്ല യേശുക്രിസ്തുവിന്റെ സഭയിലെ ക്രമീകരണം. കല്യാണത്തിനും മരിച്ചടക്കിനും മാമോദിസയ്ക്കും പിന്നെ ചില ഞായറാഴ്ചയ്ക്കും സോഷ്യൽ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള ചില ക്രമീകരണങ്ങളും ഇതുകൊണ്ട് സഭാജീവിതം തെറ്റിദ്ധരിക്കരുത്. ഹല്ലേലൂയ. ശിരസിനോട് സുദൃഢമായ ബന്ധത്തിൽ ഈ ശരീരത്തിന് വേണ്ടിയുള്ള ജീവിതമാണ് ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും ജീവിതം. ഞാൻ ചോദിക്കട്ടെ, ഇത് എത്ര കാലത്തേക്ക് നിലനിൽക്കും? നമ്മളിങ്ങനെ ചക്കുകുരുമാങ്ങെല്ലാം തിന്ന് കടന്നു, നേരം വെളുത്തപ്പോൾ ഇതാ ഒരു സൈഡ് മുഴുവൻ തളർന്നു പോയി. കാലനങ്ങളില്ല, കൈ അനങ്ങളില്ല, ശരീരത്തിന്റെ ഒരു ഭാഗം കംപ്ലീറ്റ് തളർന്നു പോയി, തളർവാദം പിടിച്ചു. ഇപ്പൊ കൈ ഇന്നലത്തെ പോലെ ഇനി വർക്ക് ചെയ്യോ? കാര്യം ഇതാ ഈ സൈഡിൽ ഒരു പാമ്പ് കയറി വരികയാണ്. ഈ കൈ ഇവിടുന്ന് അതിനെ ആട്ടിക്കളയോ? ഇല്ല. ഈ കൈ ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞ് തൂങ്ങിക്കിടക്കും. ഇതാ ഒരു കാക്ക കാഷ്ടിച്ചിട്ട് ഇവിടെ, ഈ കൈ വന്ന് തോണ്ടിക്കളയോ? ഇല്ല. കൈ അവിടെ അങ്ങനെ തൂങ്ങിക്കിടക്കും. ഒരു തീക്കൊള്ളി നേരെ വരുന്നു, ഈ കൈ വന്ന് തടുക്കുവോ? ഇല്ല. അത് തളർവാദം പിടിച്ച കൈയാണ്, അതിങ്ങനെ തൂങ്ങിക്കിടക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെയാണ് ഇന്ന് സഭയിലുള്ള ഒരുപാട് വിശ്വാസികളുടെ ജീവിതം. എന്താ കാരണം? ഇന്ന് ഈ തളർവാദം പിടിച്ച കൈക്ക് ഈ കൈയുടെ വേദന എന്താണെന്ന് അറിയാത്തതുപോലെ, ഈ തളർവാദം പിടിച്ച കൈക്ക് ഈ ശരീരത്തിന്റെ വേദന എന്താണെന്ന് അറിയാത്തതുപോലെ, ഈ തളർവാദം പിടിച്ച കൈക്ക് മറ്റ് ഇടത്തെ കൈയുമായി ബന്ധമില്ലാത്തതുപോലെ, മറ്റ് ശരീരത്തിന്റെ അവയവങ്ങളുമായി ബന്ധമില്ലാത്തതുപോലെ, ഒരു വ്യക്തിക്ക് തിരുസഭയിൽ ശിരസ്സായ ക്രിസ്തുവിനോടുള്ള ബന്ധം അറ്റുപോകുന്നതോടുകൂടെ ആ വ്യക്തി തിരുസഭയിൽ തളർവാദം പിടിച്ച കൈ ശരീരത്തിൽ എങ്ങനെയാണോ അതുപോലെ ആയിത്തീരും. ഹല്ലേലൂയ. തളർവാദം പിടിക്കാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തളർവാദം പിടിക്കാൻ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ കൈക്ക് ശിരസുമായുള്ള ബന്ധം അറ്റുപോയി. നാഡീ ഞരമ്പുകളും രക്തധമനികളും മാംസപേശികളും വഴി ഈ ശിരസുമായി ഉണ്ടായിരുന്ന ബന്ധം ഈ കൈക്ക് അറ്റുപോയി. അങ്ങനെ ഈ ശിരസുമായിട്ടുള്ള ബന്ധം അറ്റുപോയപ്പോൾ അന്ന് തൊട്ട് ഈ കൈക്ക് പിന്നെ ഈ കൈയുമായി ബന്ധമില്ലാതായി. അന്ന് തൊട്ട് ഈ കൈക്ക് പിന്നെ കാലുമായിട്ട് ബന്ധമില്ലാതായി. അന്ന് തൊട്ട് ഈ കൈക്ക് ശരീരത്തിന്റെ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തൊരു അവയവമായി ഈ കൈ മാറി. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ കൈക്ക് ഈ കൈയുമായുള്ള ബന്ധമാണോ ആദ്യം അറ്റുപോയത്, അതോ ശിരസുമായുള്ള ബന്ധമാണോ ആദ്യം അറ്റുപോയത്? നിങ്ങളുടെ അഭിപ്രായം എന്താ? ശിരസുമായുള്ള ബന്ധം. ഈ തളർവാദം പിടിച്ച കൈക്ക് ശരീരത്തിലെ മറ്റ് അവയവങ്ങളുമായുള്ള ബന്ധം അറ്റുപോകുന്നതിന് മുമ്പ് ആദ്യം അറ്റുപോയത് എന്താണ്? ശിരസുമായുള്ള ബന്ധം. എന്ന് ശിരസുമായുള്ള ബന്ധം അറ്റുപോയോ അന്നു മുതൽ ഈ കൈക്ക് ശരീരത്തിലെ മറ്റ് അവയവങ്ങളുമായി ബന്ധമില്ലാതായി. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ
ഒരു വ്യക്തിക്ക് സഭയുമായുള്ള ബന്ധമാണോ യേശുക്രിസ്തുവുമായുള്ള ബന്ധമാണോ ആദ്യം അറ്റുപോകുന്നത്? യേശുക്രിസ്തുവുമായുള്ള ബന്ധം. എന്ന് ശിരസായ ക്രിസ്തുവുമായുള്ള ബന്ധം അറ്റുപോകണോ അന്ന് തൊട്ട് ഈ സഭയുടെ വേദന എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത, ഈ സഭയുടെ മറ്റ് അവയവങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്ത ഒരു ഒറ്റയാൻ ആധ്യാത്മികതയുടെ മനുഷ്യനായി ഞാനും നിങ്ങൾ രൂപാന്തരപ്പെടും. തിരുസഭയുടെ ആധ്യാത്മികത അല്ല അത്, തിരുസഭ ജീവിതമല്ല അത്. അവനവന് തോന്നിയ ജീവിതം അത് തന്നെ. ഹല്ലേലൂയ. തോന്നിയാൽ പള്ളി പോകും, തോന്നിയില്ലെങ്കിൽ പള്ളി പോവുക. തോന്നിയാൽ പ്രാർത്ഥിക്കും, തോന്നിയില്ലെങ്കിൽ പ്രാർത്ഥിക്കില്ല. തോന്നിയ നന്മ ചെയ്യാൻ, തോന്നിയില്ലെങ്കിൽ നന്മ ചെയ്യുക. തോന്നിയ അനുസരിക്കും, തോന്നിയില്ലെങ്കിൽ അനുസരിക്കില്ല. ഈ തോന്നിവാസ ജീവിതത്തിന്റെ തുടക്കം ശിരസായ ക്രിസ്തുവുമായുള്ള ബന്ധം അറ്റുപോയ അന്ന് തൊട്ടാണ് അത് ആരംഭിച്ചത് എന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ സംസാരിക്കുന്നു വിചാരിക്കുക, എനിക്ക് യേശുവിനോട് വലിയ ഇഷ്ടമാണ്, എനിക്ക് സഭയെ വെറുപ്പാണ് എന്ന് പറയുമ്പോൾ അയാൾ ഒരു വലിയ പൊട്ടത്തെറ്റിലാണ് ഇരിക്കുന്നത്. കാരണം എന്താ? ഒരു വ്യക്തിക്ക് ശിരസായ ക്രിസ്തുവുമായി ബന്ധമുണ്ടെങ്കിൽ ആ വ്യക്തി ആ ശരീരത്തിലെ എല്ലാ അവയവങ്ങളോടും ബന്ധമുള്ള വ്യക്തിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു വ്യക്തിക്ക് സഭയുമായുള്ള ബന്ധമല്ല ആദ്യം അറ്റുപോകുന്നത്. എന്ന് ശിരസായ ജീവിതയാത്രയിൽ എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് പാപങ്ങൾ വഴിയോ മറ്റു തിന്മകൾ വഴിയോ ശിരസായ ക്രിസ്തുവുമായുള്ള ബന്ധം എന്ന് അറ്റുപോകുന്നോ അന്നു മുതൽ ആ വ്യക്തി ഈ തിരുസഭയെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയായി ലോകത്തിൽ രൂപാന്തരപ്പെടുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾ ഇടവകയെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങൾ തിരുസഭയെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങൾ വൈദികരെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ, ഞാൻ നിങ്ങളും തിരുസഭയിലെ ഓരോ ക്രമീകരണങ്ങളിൽ സംവിധാനങ്ങളിൽ ഉൾക്കൊള്ളാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം തിരുസഭയുടെ കുറവല്ല, അതിൻ്റെ കാരണം ഇടവകയുടെ കുറവല്ല, അതിൻ്റെ കാരണം തിരുസഭ അധികാരികളുടെ കുറവുമല്ല. അതിൻ്റെ കാരണം അവനവന് ക്രിസ്തുവുമായുള്ള ബന്ധം അറ്റുപോയി എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചേട്ടൻ, ആ ചേട്ടൻ ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് തിരുസഭയോട് വെറുപ്പുണ്ട്, ഞങ്ങൾക്ക് ഇടവകയോട് വെറുപ്പുണ്ട്, ഞങ്ങൾക്ക് വെറുപ്പുണ്ടെങ്കിൽ വൈദികരോടും തിരുസഭയോടും മെത്രാന്മാരോടൊക്കെ വെറുപ്പുണ്ട്, അത് വെറുതെ ഒന്നുമല്ല, കാര്യമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ വിവരിച്ച് ഡോക്യുമെന്റ്സ് ഉൾപ്പെടെ അവരിൽ തെളിവിരിപ്പുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ തിന്മകൾ സഭയിൽ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് സഭയെ ഉൾക്കൊള്ളാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ശരിയാണ്, എവിഡൻസ് സഹിതമാണ് അവരുടെ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഈ ആളുകളൊക്കെ അത്ര നല്ല ആളുകളാണ്, അവര് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് സഭയെ വെറുക്കണത്, വെറുതെ ഒന്നുമല്ല അവർ സഭയെ വെറുക്കണത്, സഭയെ വെറുക്കണത് വ്യക്തമായ കാരണം ഉള്ളത് കൊണ്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ചേട്ടന്മാർ എന്നോട് പറഞ്ഞു, അച്ഛൻ ഇപ്പം ഇങ്ങനെയൊക്കെ പറയും, അച്ഛൻ്റെ പ്രശ്നം ഉണ്ടാകട്ടെ, അപ്പം അച്ഛൻ മനസ്സിലാക്കിക്കോളും എന്ന് പറയും. ഹല്ലേലൂയ. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇത് ഇങ്ങനത്തെ ഇന്ന കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഓരോരുത്തരും സഭയെ വെറുക്കണത്, വൈദികരെ വെറുക്കണത്. അതുകൊണ്ട് അതിനിപ്പോൾ നമുക്ക് ആളുകളെ കുറ്റം പറയാൻ പറ്റില്ല. ഉടനെ പരിശുദ്ധാത്മ പറഞ്ഞു, സ്റ്റുപ്പിഡിറ്റി. കാരണം എന്താ? കുറവുകൾ ഉള്ളത് കൊണ്ടാണ് സഭയെ വെറുക്കണം എന്നുള്ളത് വെറും സ്റ്റുപ്പിഡിറ്റി ആണെന്നാണ് പരിശുദ്ധാത്മാവിന്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് എനിക്ക് മനസ്സിലായില്ല, കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്ത് തന്നാൽ എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ പരിശുദ്ധാത്മാവ് ഒരു ചോദ്യം ചോദിച്ചിങ്ങനെയാണ്, നമ്മളിപ്പോൾ ഒരു താറാവ് മുട്ട പുഴുങ്ങാന്ന് വിചാരിക്കും. താറാവ് മുട്ട പുഴുങ്ങാൻ വേണ്ടി നമ്മൾ അടുപ്പിൻ്റെ അടുത്തേക്ക് ചെന്ന് ഒരു കുട്ടുകത്തിൽ കഞ്ഞി വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രഷർ കുക്കർ ആയതുകൊണ്ട് കുട്ടുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മനസ്സിലാവുക. കുട്ടുക എന്ന് പറഞ്ഞാൽ അതല്ല, ഒരു കുട്ടിയുടെ പേരല്ല. പ്രൈസ് ദി ലോർഡ്. ഈ കുട്ടുകത്തിൽ അരി ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് താറാവ് മുട്ട പുഴുകാൻ നമുക്കൊരു ആഗ്രഹം തോന്നിയത്. നമ്മുടെ ഇടത് കൈ 2 താറാവ് മുട്ട എടുത്ത് കുട്ടുകത്തിലേക്ക് ഇട്ടു. ഇടത് കൈ തീർക്കാൻ നല്ല ആവേശമുള്ള ഇടത് കൈയാണ്. എന്തായാലും ശരി, ധ്യാനം കൂടി ക്ഷീണമൊക്കെ തീർക്കാന്ന് പറഞ്ഞിട്ടാണ് താറാവ് മുട്ട കുട്ടുകത്തിലേക്ക് ഇട്ടിരിക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് താറാവ് മുട്ട വെന്തു. ഉടനെ ഇടത് കൈ എടുക്കാൻ വേണ്ടി ചെന്നു. ഇടത് കൈ പിന്നെ ഇടമല്ല നോക്കണില്ല, മൂപ്പര് ആവേശം കൂടുതലുള്ള ഇടത് കൈയാണ്. മൂപ്പര് നേരെ കുട്ടുകത്തിലേക്ക് മുങ്ങാങ്കുളിയിട്ട് എടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ഉടനെ വലത് കൈ താക്കീത് ചെയ്തു, ഇടത് കൈ അവിവേകം കാണിക്കരുത്, നീ ആ തവിയെടുത്ത് താറാമുട്ട തോണ്ടിയെടുക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇടത് കൈ പറഞ്ഞു, നോ, എനിക്ക് തവിയെടുക്കാൻ നേരമില്ല, ഞാൻ നേരെ ചാടിയെടുക്കാന്ന് പറഞ്ഞ് ഇടത് കൈ ചാടാൻ പോവാ. വലത് കൈ പറഞ്ഞു, ഇടത് കൈ നീ ചെയ്യരുത്, അവിവേകാണ്, ഇതാ ആ ചേടത്തി അടുക്കള നിൽപ്പുണ്ട, ചേടത്തിയോട് പറഞ്ഞ് എടുത്തു തരുമെന്ന് പറഞ്ഞു. ഇടത് കൈ അതൊന്നും കൂട്ടാക്കുന്നില്ല. ഇടത് കൈ നേരെ കുട്ടുകത്തിനകത്തേക്ക് ചാടി ഇറങ്ങി താറാമുട്ട ഒരെണ്ണം കയ്യിൽ കിട്ടി. ഒരെണ്ണം കിട്ടി, മറ്റേ താറാമുട്ട ഓടിപ്പോയി. ഉടനെ അതിനങ്ങോട്ട് നോക്കി തപ്പി പിടിച്ച് എടുത്ത് വന്നപ്പോൾ 2-3 മിനിറ്റ് പിടിച്ചു. അപ്പോൾ ഇതാ ഇവിടുന്ന് താഴ്ഭാഗത്തുള്ള എല്ലാ ഭാഗങ്ങളും ചൂടുവെള്ളത്തിൽ, തിളയ്ക്കുന്ന വെള്ളത്തിൽ വെന്തുപോയി.
പറ, ഈ ഇടത് കൈ ചെയ്ത പ്രവൃത്തി എന്താ? അതിന്റെ പേരാണ് തോന്നിവാസം. തോന്നിവാസം, അവിവേകം. ഈ വലത് കൈ വേണ്ട ഉപദേശം കൊടുത്തതാണ്, പക്ഷേ വലത് കൈയുടെ ഉപദേശം കേട്ടില്ല. തനി തോന്നിയാസാണ് ഇടത് കൈ ചെയ്തത്. എന്നിട്ട് വലത് കൈ പറഞ്ഞു, ഇടത് കൈയോട് പറഞ്ഞു, ഇടത് കൈ ഇനിയെങ്കിലും നീ ഒരു കാര്യം, ഇതുവരെ ചെയ്ത് മുഴുവൻ മണ്ടത്തരം, ഇനിയെങ്കിലും നീ ഒരു കാര്യം ചെയ്യണം. നീ വേഗം ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകണം, നീ വേഗം ഹോസ്പിറ്റലിലേക്ക് പോവുക. ഉടനെ ഇടത് കൈ പറഞ്ഞു, നോ 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 നോ, എനിക്കങ്ങനെ പോകേണ്ട കാര്യമില്ല. ഞാൻ ധ്യാനം കൂടി ഇടത് കൈയാണ്. അഗ്നിയിലൂടെ നടുവിലൂടെ നടന്നാലും എനിക്ക് കുഴപ്പമൊന്നും വരില്ല എന്ന് പറഞ്ഞ് ഒരു തോർത്തെടുത്ത് ചുറ്റിയിട്ട് കഴുത്തെ തൂക്കിയിട്ട് വേണം, എനിക്ക് ഇത്രയും മതി എന്ന് പറഞ്ഞു. അത് ട്രീറ്റ്മെന്റ് എടുക്കാൻ കൂട്ടാക്കണില്ല. എന്തായിരിക്കും സ്ഥിതി? മണ്ടത്തരം എന്നല്ലാതെ എന്ത് പറയുക? സഹോദരങ്ങളെ, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതങ്ങോട്ട് പഴുത്ത് പുഴു പിടിച്ച് പുഴുക്കളെല്ലാം കൂടെ ഞൊരച്ച് വരാൻ തുടങ്ങി. ചീഞ്ഞ മനുഷ്യമാംസം, ചീഞ്ഞ മണം കൊണ്ട് 24 മണിക്കൂറും പൊറുതിമുട്ടി. പഴുപ്പെല്ലാം കൂടെ കൂടി ഇങ്ങനെ ഒഴുകി വരാൻ തുടങ്ങി. ഇയാൾക്ക് 24 രാത്രി പകലെന്നില്ല 24 മണിക്കൂറും വേദന കൊണ്ട് ഇയാൾ പുളയുകയാണ്. അയാൾ പറഞ്ഞു, അയ്യോ 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 എന്ന് പറഞ്ഞ് ഇടത് കൈ കടന്ന് വേദനിക്കുകയാണ്. അങ്ങനെ ഇടത് കൈ വേദനിച്ചുകൊണ്ടിരിക്കുമ്പം ഈ വലത് കൈക്ക് ഇടത് കൈയുള്ള മനോഭാവം എന്തായിരിക്കും? ഈ വലത് കൈ ആവശ്യ സമയത്ത് കൃത്യോപദേശം കൊടുത്തതല്ലേ, നീ മണ്ടത്തരം ചെയ്യരുത്, വേണമെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി, തവിയെടുത്തെടുക്കുക, അല്ലെങ്കിൽ എല്ലാ ഉപദേശം കൊടുത്തതാണ്. ഈ ഇടത് കൈയുടെ തോന്നിയാസം നിമിത്തമാണ് ഇപ്പൊ ഇതൊക്കെ വന്നിരിക്കുന്നത്. ഇത് ദൈവം കൊടുത്ത വേദനയാണോ? ഇടത് കൈയുടെ തോന്നിയാസം വഴി ഉണ്ടായ വേദനയാണത്. എന്നിട്ട് അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുക. ഈ വലത് കൈ ഇടത് കൈയോട് ഇപ്പൊ എന്ത് പറയും? നടക്കണവരോടും പണി ഉണ്ടാക്കാൻ വേണ്ടി നാറ്റക്കേസ് പറയോ? മറ്റുള്ളവരുടെ സമാധാനങ്ങൾ കെടുത്താൻ വേണ്ടി പറയോ? ഓരോ തോന്നിയാസികള് പറയോ? ഈ വലത് കൈ ഇടത് കൈയോട് എന്ത് ചെയ്യും? ഈ പുഴുക്കളെല്ലാം കൂടെ ഇങ്ങനെ ഞരച്ച് വരുമ്പോൾ അതെല്ലാം കൂടെ കൂടി വലത് കൈ പിഴിഞ്ഞ് കളയും. ഈ ഇതെല്ലാം പഴുപ്പെല്ലാം കൂടെ ഒഴുകി വരുമ്പോൾ അത് തുണി കൊണ്ട് ഒപ്പിയെടുത്ത് കളയും. ഈച്ചെല്ലാം ആർത്ത് വരുമ്പം തുണിയെടുത്ത് ആട്ടിക്കളയും. ഇതിനെ വേദനിക്കുന്നു പറയുമ്പോൾ സാരല്ല എന്ന് പറഞ്ഞിങ്ങനെ താലോചിച്ച് കൊണ്ടു നടക്കും. ഈ വലത് കൈ ഇടത് കൈയെ പൊന്നുപോലെ നോക്കും. എന്താ കാരണം? നാളെ എനിക്കൊരാപത്ത് വരുമ്പോൾ എന്നെ സഹായിക്കാൻ ഇടത് കൈ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും നമ്മൾ കൈകളെ, ഒന്നുമില്ലെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനികളല്ലെന്ന് വിചാരിച്ചിട്ടാണോ? മലയാളികളല്ലെന്ന് വിചാരിച്ചിട്ടാണോ? ഒന്നുമല്ല. എന്തുകൊണ്ട് ഈ വലത് കൈ ഇപ്പൊ ഇത് നാറ്റക്കേസാണ് സാധനം. എന്തുകൊണ്ട് ഈ നാറ്റക്കേസിൽ ഇപ്പൊ ഇങ്ങനെ പൊന്നുപോലെ കൊണ്ടു നടക്കണത്? ഈ ശിരസിനോട് ബന്ധമുള്ളത് കൊണ്ട് മാത്രം. ഈ ശിരസിനോട് ബന്ധമില്ലെങ്കിൽ ഈ നാറ്റക്കേസിനെ അങ്ങനെ കൊണ്ടു നടക്കാൻ അത്ര എളുപ്പമല്ല. ഹല്ലേലൂയ. ഇതിന്റെ സുഹൃതം നോക്കിയിട്ടോ, നാളെ എനിക്ക് ലഭിക്കാനിരിക്കുന്ന നന്മ നോക്കിയിട്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു ചിന്തിച്ചിട്ടൊന്നും അല്ല വലത് കൈ ഇടത് കൈനെ പൊന്നുപോലെ നോക്കണത്. വലത് കൈ ഇടത് കൈയെ പൊന്നുപോലെ നോക്കണ ഒറ്റ കാരണമുള്ളൂ, ശിരസിനോടുള്ള ബന്ധം മാത്രം. ഹല്ലേലൂയ. അപ്പൊ ഈ ഇടത് കൈ എന്ത് തോന്നിയാസം ചെയ്താലും ശരി, ഈ ഇടത് കൈ ആയിരിക്കുന്ന അവസ്ഥയിൽ ഈ വലത് കൈ അതിന്റെ മുഴുവൻ ശക്തി കൊണ്ടും ഇടത് കൈയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അത് അതിന്റെ സുഹൃത്തത്തിന്റെ പിൻബലത്തിലല്ല, ശിരസിനുള്ള ബന്ധത്തിന്റെ ആ ശക്തി കൊണ്ടാണ് അതങ്ങനെ ചെയ്യുന്നത്. പരിശുദ്ധാത്മ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്, തിരുസഭയിൽ ഏതെങ്കിലും ഒരു അംഗം, ഒരു കൈക്കാരനോ കപ്പ്യാരോ അല്ലെങ്കിൽ ഒരു സിസ്റ്ററോ ഒരു വൈദികനോ തിരുസഭ അധികാരികൾ ആരെങ്കിലും ആകട്ടെ, അല്ലെങ്കിൽ കുറവുള്ള സഭ, ഇന്ന് അനേകർ പറയണത് സഭയ്ക്ക് കുറവുള്ളത് കൊണ്ടാണ് ഞങ്ങൾ സഭയെ ഇഷ്ടപ്പെടാത്തത്. സത്യത്തിൽ സഭയ്ക്ക് കുറവുള്ളതുകൊണ്ടല്ല ഇന്ന് നമ്മൾ സഭയെ സ്നേഹിക്കാതിരിക്കുന്നത്. നമ്മുടെ ജീവിതയാത്രയിൽ എന്നോ എവിടെയോ വെച്ച് ശിരസായ ക്രിസ്തുവുമായുള്ള ബന്ധം അറ്റുപോയി. അന്ന് തൊട്ട് ഈ സഭയുടെ വേദന എന്തെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത, ഈ സഭയെ അറിയാൻ കഴിവില്ലാത്ത ഒരു ജീവിതമായി നമ്മുടെ ജീവിതം രൂപാന്തരപ്പെട്ടു. നമുക്ക് ശിരസായ ക്രിസ്തുവുമായി നല്ല ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ ഈ സഭ ആയിരിക്കുന്ന അവസ്ഥയിൽ ഈ സഭയെ ഉൾക്കൊണ്ട് ഈ സഭയ്ക്ക് വേണ്ടി ആത്മാർപ്പണം ചെയ്യാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുമായിരുന്നു. ഇന്ന് അങ്ങനെ കഴിയുന്നില്ലെങ്കിൽ, ഇന്ന് നമുക്ക് നമ്മുടെ ഇടവകയെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഇന്ന് നമുക്ക് നമ്മുടെ രൂപതയെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഇന്ന് രൂപതയ്ക്ക് കുറവുണ്ട്, ഇടവകയ്ക്ക് കുറവുണ്ട്, വൈദികർക്ക് കുറവുണ്ട് എന്ന് ചിന്തിച്ച് രൂപതയെയും ഇടവകയെയും വൈദികരെയും ഒന്ന് സ്നേഹിക്കാൻ കഴിവില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ നിങ്ങൾ ഇരിക്കണതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിൻ്റെ അർത്ഥം വേറൊന്നുമല്ല, എവിടെയോ വെച്ച് ശിരസായ ക്രിസ്തുവുമായുള്ള ബന്ധം അറ്റുപോയി എന്നുള്ളത് തന്നെയാണ്. ഹല്ലേലൂയ. ഈ ധ്യാനത്തിൽ വെച്ച്
യേശുക്രിസ്തുവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ഒരു വിറക്കലും ഒരു പെടയലും ഒരു പ്രകാശം ആ കാണുന്നത് കൊണ്ട് മാത്രം ശിരസായ ക്രിസ്തുവുമായി ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടു എന്ന് ധരിച്ചു വശാകരുത്. ഈ ധ്യാനത്തിൽ വെച്ച് ശിരസായ ക്രിസ്തുവുമായുള്ള എന്തെങ്കിലും വിധത്തിൽ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ ലക്ഷണം കാണുന്നത് ശരീരത്തോടുള്ള മനോഭാവത്തിലാണ്. സഭയോടുള്ള മനോഭാവം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ ക്രിസ്തുവുമായുള്ള ബന്ധം അളക്കാനുള്ള മാനദണ്ഡം. എൻ്റെ സഭയെ, എൻ്റെ ക്രിസ്തുവിൻ്റെ സഭയെ ഞാൻ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ശിരസിനുള്ള ബന്ധത്തിൻ്റെ മാനദണ്ഡമായിട്ട് ഞാൻ നിങ്ങൾ കണക്കാക്കേണ്ടത്. വേറൊരു വാക്കി പറഞ്ഞാൽ, എനിക്ക് യേശു ക്രിസ്തുവിനെ വളരെ ഇഷ്ടമാണ്, തിരുസഭയുടെ വെറുപ്പാണ് എന്നുള്ളത് ഒരു പൈശാചിക നുണയാണ്. ഒന്നുകിൽ യേശുവിനെ സ്നേഹിക്കും, സഭയെ സ്നേഹിക്കും. സഭയെ വെറുക്കുന്നവൻ യേശുവിനെ വെറുക്കുന്നു, സഭയെ സ്നേഹിക്കുന്ന യേശുവിനെ സ്നേഹിക്കുന്നു. കാരണം സഭയും യേശുവും രണ്ടല്ല, ഒന്നാണ്. ഹല്ലേലൂയ. സഭയും യേശുവും രണ്ടല്ല, ഒന്നാണ്. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ആ അപ്പസ്തോല പ്രവർത്തനത്തിൽ സാവൂൾ എന്ന് പറഞ്ഞ ആ മതവിരോധി, ആ തീഷ്ണത കൊണ്ട് ജ്വലിക്കുന്ന സാവൂള് ഒരുപാട് ക്രിസ്ത്യാനികളെ അടുക്കി ഇടിക്കുകയും തൊഴിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അടുക്കി ഇടിക്കുകയും തൊഴിക്കുകയും ചെയ്ത ആ സാവൂളിൻ്റെ അടുത്ത് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടു. യേശുക്രിസ്തു സാവൂളിനോട് എന്താ ചോദിച്ചത്? സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ. സാവൂൾ, സാവൂൾ, നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു? സത്യത്തിൽ സാവൂള് യേശുവിനെ പീഡിപ്പിച്ചിട്ടുണ്ടോ? പീഡിപ്പിച്ചിട്ടുണ്ടോ? സാവൂൾ ആരെ പീഡിപ്പിച്ചത്? ക്രിസ്ത്യാനികളെയാണ് സാവൂൾ പീഡിപ്പിച്ചത്. യേശുവിൽ വിശ്വസിക്കുന്ന മർക്കോസിനെയും യേശുവിൽ വിശ്വസിക്കുന്ന മത്തായിനെയും ചാണ്ടീനെയും എല്ലാം സാവൂൾ ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ യേശു വന്ന് ചോദിക്കണം എന്താ? സാവൂൾ, സാവൂൾ, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഇപ്പോ ഒരു കുടുംബത്തിൽ ചേട്ടനെ ഒരു ദുഷ്ടൻ അടിച്ചു എന്ന് വിചാരിക്കുക. ചേട്ടനെ അടിച്ചാൽ ചേട്ടത്തി വന്ന് ആ ദുഷ്ടനോട് എന്താ ചോദിക്കുക? ദുഷ്ട, നീ എന്തിനാണ് എൻ്റെ ചേട്ടനെ അടിച്ചത്? ചേട്ടത്തിനെ അടിച്ചാൽ ചേട്ടൻ എന്ത് ചോദിക്കും? ദുഷ്ട, നീ എന്തിനാണ് എൻ്റെ ചേട്ടത്തിയെ അടിച്ചത്? മക്കളെ അടിക്കുകയാണെങ്കിൽ മാതാപിതാക്കന്മാർ എന്ത് ചോദിക്കും? ദുഷ്ട, നീ എന്തിനാണ് എൻ്റെ മക്കളെ അടിച്ചത്? ഒരു ക്രിസ്ത്യാനിനെ ആരെങ്കിലും അടിച്ചാൽ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? പറ, ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ആര് വരും? യേശു വന്ന് എന്ത് ചോദിക്കും? ദുഷ്ട, എന്തിനാണ് എൻ്റെ മകനെ? അങ്ങനെയല്ല ചോദിക്കുക. ദുഷ്ട, എന്തിനാണ് നീ എന്നെ അടിച്ചത്? ഹല്ലേലൂയ. എന്തിനാണ് നീ എന്നെ അടിച്ചത്? ഈ ലോകത്തിൽ ഇതുപോലുള്ള ബന്ധം വേറെ ഒരു സ്ഥലത്തും ബൈബിൾ കാണിച്ചു തരുന്നില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഇതുപോലെയല്ല, അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം ഇതുപോലെയല്ല. വേറെ ഒരു സ്ഥലത്തും ഇതുപോലുള്ള ബന്ധം തിരുവചനം കാണിച്ചു തരുന്നില്ല. അതുപോലെ വളരെ ഐക്യത്തിലുള്ള വളരെ ശ്രേഷ്ഠമായ ഒരു ബന്ധമാണ് യേശുവും സഭയും തമ്മിലുള്ള ബന്ധം, യേശുവും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം. പ്രൈസ് ദി ലോർഡ്. ഒരു വിശ്വാസിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത യേശു എന്താ പറയണത്? എൻ്റെ ശിഷ്യൻ എന്ന നിലയിൽ, സഭയിലെ അംഗം എന്ന നിലയിൽ ഒരു വിശ്വാസിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ യേശുവിന് വെള്ളം കൊടുത്തതിന് തുല്യമാണ്. യേശുവിന് ഒരു ഡിന്നർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല വിശ്വാസിയായ വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ വീട്ടിൽ വിളിച്ച് ഡിന്നർ കൊടുക്കുക, യേശുവിന് ഡിന്നർ കൊടുത്തതിന് തുല്യമാണ്. അതുപോലെ യേശു സഭയെ ഉന്നത സ്ഥാനത്താണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കാരണം യേശുവും യേശുവിന്റെ സഭയും രണ്ടല്ല, ഒന്നാണ്. ഹല്ലേലൂയ. സഭയെ വെറുക്കുമ്പോൾ ആരെയാണ് വെറുക്കണത്? യേശുവിനെ വെറുക്കുന്നു. സഭയെ സ്നേഹിക്കുമ്പോൾ ആരെയാണ് സ്നേഹിക്കുന്നത്? സഭയുടെ സ്വരം കേൾക്കുമ്പോൾ ആരുടെ സ്വരമാണ് കേൾക്കുന്നത്? യേശുവിനെ. ഒരു വിശ്വാസിയുടെ സ്വരത്തിന് അത്രമാത്രം സ്ഥാനം യേശു കൊടുത്തിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. അതുകൊണ്ട് പണ്ട് കാലത്ത് കേരളത്തിൽ നല്ല ക്രിസ്ത്യാനികൾ ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് കേരളത്തിൽ ചെയ്തിരുന്നത് എന്താണെന്നറിയോ? വലിയ വലിയ ബ്രാഹ്മണന്മാരുടെ ഇല്ലങ്ങളുടെ അടുത്ത് കൊടുന്ന ഒരു ക്രിസ്ത്യാനിനെ താമസിപ്പിക്കും. അന്ന് അവരിങ്ങനെ ഒരു ചൊല്ലു വെച്ചിരുന്നത്, തൈലാദി കാര്യങ്ങൾ അശുദ്ധമായാൽ പൗലോസിനെ കൊണ്ട് തൊടിയിക്കണം. പ്രൈസ് ദി ലോർഡ്. ബ്രാഹ്മണന്മാരും അങ്ങനെ നമ്പൂരിമാരൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. അന്ന് ഏതെങ്കിലും അശുദ്ധമായാൽ, അശുദ്ധമായാൽ പിന്നെ പുണ്യാഹം തളിച്ച് അതൊക്കെ ശുദ്ധീകരണമെങ്കിൽ ഒരുപാട് ക്രിയകളുണ്ട്. അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ പ്രേരണ ഉണ്ടായിരുന്ന ആ ഒരു ഉന്നത കുല ജാതര് അവരുടെ ഉള്ളിലുണ്ടായിരുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രേരണ അനുസരിച്ച് അവരൊരു ഷോർട്ട് കട്ട് കണ്ടുപിടിച്ച് വെച്ചിരുന്നു.
ഈ പുണ്യാഹം തളിച്ചതൊക്കെ ശുദ്ധി എനിക്ക് കുറേ സമയം പിടിക്കും. അതുകൊണ്ട് ഈ സമയവും ഈ ക്രിയ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ശുദ്ധി ചെയ്യാനുള്ള ഒരു മാർഗമായി കണ്ടിരുന്നത്, തൈലാദി കാര്യങ്ങൾ അശുദ്ധമായാൽ പൗലോസിനെ കൊണ്ട് തൊടിയിക്കണം. ഒരു ക്രിസ്ത്യാനി തൊട്ടാൽ അത് ശുദ്ധമായി. അതായിരുന്നു കേരളത്തിലെ സ്ഥിതി. അതുകൊണ്ട് ഈ ബ്രാഹ്മണന്മാരെല്ലാം സ്വന്തം റിസ്കിൽ, അവരുടെ സ്വന്തം ചെലവിൽ ഒരു ക്രിസ്ത്യാനി കുടുംബത്തെ അവരുടെ ഇല്ലങ്ങളുടെ അടുത്തുകൂടെ താമസിപ്പിക്കും. എന്തെങ്കിലും അശുദ്ധമായി ഇവരെ കൊണ്ട് തൊടിയിച്ചാൽ മതി, ശുദ്ധമാവും. അതുപോലെ യേശു ക്രിസ്തുവിന്റെ ആത്മാവ് ഈ ദേശത്തുള്ള അനേകർക്ക് പ്രേരണ കൊടുത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ക്രിസ്ത്യാനി തൊട്ടാൽ അശുദ്ധമായത് ശുദ്ധമാകുന്ന വിധം ദൈവികമായ വിശുദ്ധി അവരിലുണ്ട്. അതാണ് സഭയും യേശു തമ്മിലുള്ള ബന്ധം. അതാണ് ഒരു വിശ്വാസി യേശു തമ്മിലുള്ള ബന്ധം. ഹല്ലേലൂയ. ഉറക്കെ പറയാം, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഇന്ന് അനേകർക്ക് യേശുവും സഭയും തമ്മിലുള്ള ഈ ബന്ധത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. അവർ പറയാണ്, എനിക്ക് യേശുവിനെ ഇഷ്ടമാണ്, സഭയെ വെറുപ്പാണ്. ഇനി നമ്മൾ ചിന്തിക്കുന്നത്, സത്യത്തിൽ ഈ സഭയ്ക്ക് വല്ല കുറവുണ്ടോ എന്നാണ് ഇപ്പോൾ ചിന്തിക്കാൻ പോണത്. സഭയ്ക്ക് കുറവുണ്ട് എന്ന് ലോകം പറയുമ്പോൾ സത്യത്തിൽ ആർക്ക് കുറവുണ്ടെന്നാണ് അർത്ഥമാക്കുന്നത്? വൈദികർക്ക് കുറവുണ്ട്, സിസ്റ്റർമാർക്ക് കുറവുണ്ട്, ബിഷപ്പുമാർക്ക് കുറവുണ്ട്. അതാണ് ലോകം അർത്ഥമാക്കുന്നത്. നമ്മൾ പിന്നെ നല്ല ആളുകളായതുകൊണ്ട് സഭയ്ക്ക് കുറവുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ കുറവാണ് ഉദ്ദേശിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സത്യത്തിൽ ലോകം അങ്ങനെയല്ല അർത്ഥമാക്കണം. ഉദാഹരണത്തിന് ഒരു വാറുണ്ണി ആട്ടപ്പാടിയിൽ ആ വനാന്തരത്തിൽ ഒരു ലേശം വാറ്റിയാറായി കുടിച്ചു എന്ന് വിചാരിച്ച് സഭയുടെ കുറവെന്ന് ലോകം പറയുമോ? ഇല്ല. എന്നാൽ നമ്മുടെ വർക്കി പിതാവോ അല്ലെങ്കിൽ നമ്മുടെ ആൻഡ്രൂസ് പിതാവോ ലേശം വാറ്റിയാറായും കുടിച്ചാൽ അതൊരു സഭയുടെ കുറവായിട്ട് ലോകം പറയും. ശരിയല്ലേ? അട്ടപ്പാടിയിൽ ഒരു ചാക്കുണ്ണി ഒരു അഡ്മിഷന് ഒരു 10 ലക്ഷം റുപ്യ വാങ്ങി എന്ന് പറഞ്ഞാൽ കുറവായിട്ട്, സഭയുടെ കുറവായിട്ടൊന്നും ആരും പറയുന്നില്ല. ചാക്കുണ്ണിക്ക് എന്തോ അങ്ങനെ അല്ലാതെ സഭയുടെ കുറവായിട്ട് പറയില്ല. നമ്മൾ എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ ഒരു 10 ലക്ഷം അല്ലെങ്കിൽ ഒരു ടീച്ചർ പോസ്റ്റിന് 25 ലക്ഷം ഒക്കെ വാങ്ങിച്ചാൽ, പ്രത്യേകിച്ച് ബിഷപ്പ്മാരൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അതൊരു സഭയുടെ കുറവായിട്ട് ചിത്രീകരിക്കും. അപ്പൊ സഭയുടെ കുറവെന്ന് പറയുമ്പോൾ ലോകം എന്താ ഉദ്ദേശിക്കുന്നത്? ബിഷപ്പ്മാരുടെ കുറവ്, വൈദികരുടെ കുറവ്, സിസ്റ്റേഴ്സിന്റെ കുറവ്. സത്യം ഞാൻ ചോദിക്കട്ടെ, ഇനി തുറന്നു പറയണം. ഇനി ഭംഗിവാക്കൊന്നും പറയണ്ട, അവള് തുറന്നു പറയാവുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ വൈദികർക്ക് വല്ല കുറവുണ്ടോ? പ്രിയപ്പെട്ട സഹോദരൻ, ഞാൻ ചിന്തിച്ച് വലഞ്ഞൊരു വിഷയമാണിത്. എന്തുകൊണ്ടാണ് ഈ വൈദികർക്ക് ഈ കുറവ് വരണത്? സത്യം പറഞ്ഞ് ചിന്തിച്ചു നോക്ക്. ഒരു വീട്ടിൽ 10 മക്കളുണ്ടെന്നിരിക്കട്ടെ, അതിൽ അച്ഛനാകാനായിട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുമ്പം അപ്പനും അമ്മയും കൂടെ അതിനകത്ത് ഏത് കുട്ടീനെ ആയിരിക്കും വിടുന്നത്? ഒരു മഹാ തോന്നിയാസിയും ഒരു ദുഷ്ടനുമായ ഒരാളുടെ അയാളായിരിക്കും വിടുന്നത്. ആ 10 മക്കളിൽ ഒരുവിധം തെളിഞ്ഞ സ്വഭാവം ഉണ്ടെങ്കിൽ, ഇച്ചിരി അനുസരണവും ഇച്ചിരി പ്രാർത്ഥനയും ഇത്തിരി വിശുദ്ധിയും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ആയിരിക്കും സെമിനാരിലേക്ക് വിടുന്നത്. അപ്പൊ അപ്പനും അമ്മയും തന്നെ ആദ്യം ഒരു സെലക്ഷൻ നടത്തും. ഇനി സെമിനാരിൽ ചെല്ലുന്നവരെല്ലാം എടുക്കില്ല. ഒരു 19-100 പേര് കുട്ടികൾ വന്നാൽ അതിനകത്തുനിന്ന് ഒരു 10-15 പേരെ സെലക്ട് ചെയ്ത് ഇന്റർവ്യൂ വെച്ച് സെലക്ട് ചെയ്തിട്ടാണ് അതിലുള്ളതിൽ നല്ലതിനാണ് എടുക്കുന്നത്. അപ്പൊ തന്നെ ഒരുപാട് സെലക്ഷൻ കഴിഞ്ഞു. വീണ്ടും 10-12 വർഷം സെമിനാരികളിൽ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോൾ ഓരോ വർഷം റെക്ടർസ് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്, കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരുന്നിട്ട് എന്തെങ്കിലും കുറവ് കണ്ടാൽ അൺഫിറ്റ് ഫോർ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞ് എഴുതി വിടും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒഴിവാക്കി അവസാനം ഒരു 10-20 പേർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് അവസാനം 1-2 പേരായിരിക്കും അച്ഛനാകുന്നത്. അപ്പോൾ വരുന്നവരെല്ലാം പിടിച്ച് അച്ഛനാകുന്ന രീതിയില്ല. അങ്ങനെ നോക്കി അവസാനം ഒരു 1-2 ഒക്കെ കിട്ടും. ചിലപ്പോൾ 5-6 ഉണ്ടാവും. ഇത്രേ ഉള്ളൂ. എന്നിട്ട് അച്ഛനായതിനു ശേഷം ഇങ്ങനെ അങ്ങോട്ട് അറിഞ്ഞു തിരിഞ്ഞാൽ ഏതെങ്കിലും ഒരു പള്ളിയിലേക്കാണ് പോണത്. പള്ളി ചെന്ന പിന്നെ എന്താ ചുട്ടുകൂട്ടി? പള്ളി ചെന്നാൽ പിന്നെ മരിച്ചടക്ക്, ഒപ്പീസ്, കുർബാന, കല്യാണം, മാമോദിസ. ഒല്ലൂര് പള്ളിയൊക്കെ ആണെങ്കിൽ എന്താ സ്ഥിതി? ഒരു സ്ഥലത്ത് മാമോദിസ, അപ്പോഴേക്കും അടുത്ത ആൾ മരിച്ചു, അതിനടക്കി, അപ്പോഴേക്കും ഒപ്പീസ്, അപ്പോഴത്തേനും കല്യാണം. 24 മണിക്കൂർ വലിയൊരു ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. 10,000 വീട്ടുകാരുണ്ട്. മരണവും ജനനവും ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ഒരു സ്ഥലത്ത് മരിക്കുമ്പോൾ ഒരേ ഇടവക തന്നെ ഇതെല്ലാം ഒരേ ദിവസം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ചിലപ്പോൾ 2-3 പേരുടെ ശവാടൊക്കെ ഉണ്ടാവും. അപ്പൊ ആ അച്ഛന് പിന്നെ പാപം ഞാൻ അവിടെ നേരം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിന്തിച്ച് പറഞ്ഞ വിഷയം, എന്തുകൊണ്ടാണ് വൈദികർ കുറവെല്ലാം കൂടെ വരണമെന്ന് ചിന്തിച്ച് പറഞ്ഞൊരു വിഷയം. ഞാൻ എത്ര ചിന്തിച്ചിട്ടും വാസ്തവം പറഞ്ഞാൽ എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നിങ്ങൾക്കെല്ലാം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നപ്പോൾ, അങ്ങനെ ചിന്തിച്ച് വലഞ്ഞിരുന്ന സമയത്ത് ഒരു യാക്കോബായ വല്യച്ഛൻ്റെ ഒരു പ്രസംഗം കേൾക്കാനിട വന്നു. യാക്കോബായ വല്യച്ഛൻ പറഞ്ഞാൽ വലിയ നീണ്ട വെളുത്ത താടി, നല്ല പ്രായമുള്ള വല്യച്ഛനാണ്. അപ്പോൾ ഒരു കൊച്ചച്ഛൻ്റെ തിരുപ്പട്ട സ്വീകരണത്തിൻ്റെ അന്ന് ആശംസ പ്രസംഗം വല്യച്ഛനാണ് ചെയ്യുന്നത്. നീണ്ട താടി, ഇങ്ങനെ വലിച്ചിങ്ങനെ പ്രസംഗിക്കുന്നത്. അപ്പോൾ നമുക്കങ്ങനത്തെ അച്ഛന്മാരില്ല.
അപ്പൊ ആ വല്യച്ഛൻ ഒരു പ്രസംഗം, ആശംസ പ്രസംഗം നടത്തുന്ന സമയത്ത് ആ വല്യച്ഛൻ പ്രസംഗിക്കുകയാണ്: പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെയും, നമ്മുടെ ബെന്നി എന്നാണ് ആ പട്ടം സ്വീകരിച്ച ആ ശമാശന്റെ പേര്. നമ്മുടെ ബെന്നി ഇന്ന് തിരുപ്പട്ടം സ്വീകരിച്ച് ബെന്നി അച്ഛനായി മാറിയിരിക്കുകയാണ്. എന്നിട്ട് ആ താടിയെല്ലാം കൂടെ കൂടി പിടിച്ചൊന്ന് വലിച്ച്, നമ്മുടെ ബെന്നി ഇന്ന് ബെന്നി അച്ഛനായി മാറിയിരിക്കുകയാണ്. നമ്മളെല്ലാം ചിന്തിക്കുന്നുണ്ടാവും, ബെന്നി അച്ഛൻ ഇപ്പൊ നമ്മളെക്കാൾ കുറച്ചും കൂടെ വിശുദ്ധമായ ഒരു അവസ്ഥയിലേക്ക് ഉയർന്നിരിക്കുകയായിരിക്കും എന്നുള്ളത്. പക്ഷേ സത്യം നേരെ മറിച്ചാണ്. ഇത് കേട്ടോണ്ട് ഞാൻ പറഞ്ഞു, എന്ത് സത്യം? അപ്പൊ എന്തോ ദോഷമല്ലേ പറഞ്ഞു വരണത്? ഞാൻ പറഞ്ഞു എന്താന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ എന്താ വലിച്ച് ഇങ്ങനെ കൊച്ചച്ഛൻ ഇടിച്ചു താഴ്ത്തി സംസാരിക്കണമെന്ന് ഞാൻ ചിന്തിച്ച്. ഉടനെ അച്ഛൻ പറഞ്ഞു, നമ്മുടെ വീട്ടിലൊക്കെ ചിലപ്പോൾ ഒരു പിശാചോ 2 പിശാചൊക്കെ ഉണ്ടായിരിക്കുള്ളൂ. എന്നാൽ ഈ അച്ഛന്റെ ലോഹയുടെ ചുറ്റിലും പിശാചുകളെല്ലാം കൂടെ കൂട്ടമായി കടിച്ചു തൂങ്ങി കിടക്കുക എന്ന് പറഞ്ഞു. നരകത്തിൽ. ഞാൻ വിചാരിച്ച പിശാചൊക്കെ നരകത്തിലാന്നാ. എന്നാൽ വല്യച്ഛൻ പറയണത് പിശാചെല്ലാം കൂടെ കൂടി അച്ഛന്റെ ലോഹയുടെ ചുറ്റും കടിച്ചു തൂങ്ങി കിടക്കുക. ഞാനിത് കേട്ട പറഞ്ഞു, വല്യച്ഛന്മാർക്ക് കുശുമ്പുണ്ടെന്ന് ആരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പം സാക്ഷാൽ ഞാൻ കുശുമ്പുള്ള അച്ഛനെ കണ്ടു എന്ന് പറഞ്ഞു. അല്ല, ആ അച്ഛൻ പറഞ്ഞ ശരിയാണോ? ഈ അച്ഛന്മാരും ചുറ്റും പിശാചുകളെല്ലാം കൂടെ കൂട്ടമായി കടിച്ചു തൂങ്ങി കിടക്കുക. എന്നാൽ 10-15 വർഷത്തെ പൗരോഹിത്യ ജീവിതം കഴിച്ചപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി. ആ വല്യച്ഛൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാ. അതുകൊണ്ട് അച്ഛൻ കുറച്ച് പതുക്കെ അടുത്താൽ വെച്ചിട്ട് ദൂരെ നിൽക്കുക എപ്പോഴും നല്ലത്. പ്രൈസ് ദി ലോർഡ്. ഈ അച്ഛന്മാരുടെ ചുറ്റും പിശാചുകളെല്ലാം കൂടെ കൂടി കടിച്ചു തൂങ്ങി കിടക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇത് പെട്ടെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് അച്ഛന്മാർ കുറച്ചും കൂടെ വിശുദ്ധമായ അവസ്ഥയിൽ ഉയർന്നിരിക്കുകയെന്ന് ചിന്തിക്കുന്നത് കുഴപ്പമില്ല, നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ പിശാചുക്കളെ ശരിക്കും മനസ്സിലാക്കിയാലാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. കാരണം പിശാചിന് നമ്മളെ പോലുള്ള സ്വഭാവമല്ല. പിശാചിന്റെ ബേസിക് മോട്ടോ എങ്ങനെയാണ്? കുറച്ച് പണി കൂടുതൽ ലാഭം. അങ്ങനത്തെ മോട്ടോകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. കുറുക്ക് വഴിയൊന്നും വേണ്ട നമുക്ക്. കുറച്ച് പണി കൂടുതൽ ലാഭം, ഇത് പിശാചിന്റെ അടിസ്ഥാന മോട്ടോയാണ്. അവന് പണിയെടുക്കുന്ന ഇഷ്ടമല്ല. അവൻ അലസനും അലസന്മാരുടെ പിതാവുമാണ്. അതുകൊണ്ട് അവന് പണിയെടുക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ പിശാച് ഒരു ദേശത്തേക്ക് പണിയെടുക്കാൻ വന്നാൽ പിശാച് ആദ്യം തലയുയർത്തി നോക്കും, ഞാൻ ഇവിടെ ആരുടെ കൂടെ കൂടിയാൽ എനിക്ക് മാക്സിമം ആത്മാക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോകാം. പിശാച് പറയുന്നത് നരകത്തിലേക്ക് 10 ആത്മാക്കളെ എങ്ങനെയെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി വരണതാണ്. പിശാച് കേരളത്തിൽ ഇറങ്ങിയെന്ന് വിചാരിക്കുക. പിശാച് കേരളത്തിലേക്ക് ലാൻഡ് ചെയ്താൽ പിശാച് ആദ്യം തന്നെ നോക്കും, ഞാൻ ഇവിടെ ആരുടെ കൂട്ടത്തിൽ കൂടിയാൽ എനിക്ക് 10 ആത്മാക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കിട്ടുമെന്ന്. ഉടനെ അതാ അട്ടപ്പാടി ഷോളയൂർ വനാന്തരത്തിൽ ഒരു പൊറിഞ്ചുണ്ണി. ആ പൊറിഞ്ചുണ്ണിയുടെ പ്രത്യേകത, വാറ്റുചാരായം ഉണ്ടാക്കുന്നു, കുടിക്കുന്നു, വെടിവെക്കുന്നു, ആനക്കൊമ്പ് മോഷണം, ചന്ദന മോഷണം, വെട്ട്, കുത്ത്, കൊലപാതകം, താനി തെമ്മാടിയായി ജീവിക്കുകയാണ്. പിശാച് നോക്കാം, പിശാചിന്റെ അതേ സ്വഭാവം. ഉടനെ പിശാച് അങ്ങോട്ട് പോവോ? ഇല്ല. പാപികളെ പിശാചിനും വേണ്ട. എന്താണ് സ്ഥിതി? പിശാച് ആദ്യമേ ചിന്തിക്കും, ഞാൻ ഈ പൊറിഞ്ചുവിന്റെ കൂടെ എനിക്ക് എത്ര ആത്മാക്കളെ നരകത്തിലേക്ക് കിട്ടുമെന്ന് പിശാച് നോക്കും. എന്തായാലും പൊറിഞ്ചുവിന്റെ ആത്മാവ് ഷുവർ സീറ്റാണ്. കാരണം ഇങ്ങനെ പോയ നരകത്തിലേക്കേ പോവുള്ളൂ. അത് ഷുവർ സീറ്റാണ്, അത് ഉറപ്പായി. പൊറിഞ്ചുവിനൊരു ഭാര്യയുണ്ട്. ഈ പൊറിഞ്ചുവിന്റെ കുടി കാരണം ഭാര്യയ്ക്ക് എപ്പോഴും പൊറിഞ്ചുവിനോട് വെറുപ്പാണ്. അപ്പൊ അതിന്റെ ആത്മാവ് ഷുവർ സീറ്റായി. ഇവർ 2 സീറ്റ് ഉറപ്പായി. പിന്നെ 3 മക്കളുണ്ട്. ഈ അപ്പനും അമ്മയും എന്നും കടിപിടി കൂടുന്നുണ്ട്. ഈ മക്കൾക്ക് 3 പേർക്ക് അപ്പനോട് അമ്മയോട് വെറുപ്പാണ്. അപ്പൊ അതും കിട്ടി. അപ്പൊ മൊത്തം 5 ആത്മാക്കളായി. ഈ പൊറിഞ്ചുവിന് ചുറ്റും 5-6 വീട്ടുകാരുണ്ട്. ഓരോ വീട്ടിൽ 5 ആത്മാക്കളുണ്ട്. അവർക്കെല്ലാം ഈ പൊറിഞ്ചുവിനോട് ദേഷ്യാണ്. അപ്പൊ ആ ആത്മാക്കളും കിട്ടി. അപ്പൊ 6-5 30 പ്ലസ് ഈ 5 35. പിശാച് നോക്കുമ്പോൾ ഒരായുഷ്കാലം മുഴുവൻ ഈ പൊറിഞ്ചുവിനെ കൂടെ നിന്നാൽ മാക്സിമം കിട്ടിയ 35 ആത്മാക്കളാണ്. അതിനിടയ്ക്ക് വല്ല നല്ല സമർത്ഥരായ ധ്യാനഗുരുക്കന്മാർ വരികയാണെങ്കിൽ ഒറ്റ ധ്യാനം കൊണ്ട് എല്ലാം കൂടെ ഇങ്ങോട്ട് ചാടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് പിശാച് നേരെ തല ഉയർത്തി നോക്കും, വേറെ ആരുടെങ്കിലും കൂടെ കൂടിയാൽ എനിക്ക് കൂടുതൽ ആത്മാക്കളെ കിട്ടുമെന്ന് നോക്കും. അപ്പോഴാണ് അതാ ഒരു അച്ഛൻ. ആ അച്ഛൻ മുട്ടുമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ അച്ഛൻ കരയുന്നു, നിലവിളിക്കുന്നു, വചനം പ്രസംഗിക്കുന്നു. എല്ലാവരും പറയണത് അച്ഛനൊരു വിശുദ്ധനാണെന്നാണ്. ആളുകളെല്ലാം ആ വചനപ്രസംഗം കേട്ട് കുടുകുടാന്ന് കരഞ്ഞ് കുമ്പസാരക്കൂട്ടിലേക്ക് ഓടുകയാണ്. ആ അച്ഛൻ്റെ പേര് ഇപ്പൊ തൽക്കാലം നമുക്ക് നായിക്കമ്പറമ്പിളച്ചൻ വെക്കാം. അച്ഛനോട് പറയാൻ നിൽക്കരുത്. പിശാച് നോക്കുമ്പോൾ നായിക്കമ്പറമ്പിളച്ചൻ. അച്ഛൻ പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, വചനം പ്രസംഗിക്കുന്നു, ആളുകളെ മാനസാന്തരപ്പെടുത്തുന്നു, ദൈവരാജ്യ വേല ചെയ്യുന്നു.
ആളുകൾ കൂട്ടം കൂട്ടമായി നായ്ക്കപ്പറമ്പിൽ അടുത്തേക്ക് വരുന്നു. ഉടനെ പിശാച് നോക്കും, എന്ത്? ഓ, അച്ഛൻ, നായ്ക്കും പറമ്പിൽ അച്ഛൻ. ഉടനെ പിശാച് ചിന്തിക്കും, ഈ അച്ഛൻ്റെ കൂടെ എനിക്ക് എത്ര ആത്മാക്കളെ കിട്ടും. അതാണ് പിശാച് ചിന്തിക്കണത്. ഉടനെ പിശാച് നോക്കുമ്പോൾ, ഇപ്പം നിങ്ങളൊരു വാർത്ത വായിച്ചു വിചാരിക്കുക, നായ്ക്കും പറമ്പച്ചൻ ആൻഡ് സോ ആൻഡ് സോ ഡും, ഒരു വാർത്ത. എന്തായിരിക്കും ആളുകളുടെ പ്രതികരണം? ഈ വാർത്ത കാണുന്ന ഉടനെ കുറെ പേര് ചിന്തിക്കും, അയ്യോ, ഈ അച്ഛനാണല്ലോ എന്റെ കല്യാണം നടത്തി തന്നത്, ഈ അച്ഛനാണല്ലോ കഴിഞ്ഞ വർഷം കൺവെൻഷൻ നടത്തി, അയ്യോ, ഈ അച്ഛൻ്റെ അടുത്താണ് ഞാൻ കഴിഞ്ഞ ആഴ്ച കുമ്പസാരിച്ചത്, നോക്കുകയാണ്. എന്നിട്ട് അരിച്ചു പറക്കി വായിക്കും, നായ്ക്കും പറമ്പച്ചൻ വീണ്ടും അരിച്ചു പറക്കി വായിച്ചു നോക്കി, വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ എന്ന് പറഞ്ഞു എന്തായി? അവസാനം തീയില്ലാതെ പുകയുണ്ടാവോ? അവസാനം ഒരു മൂളിച്ചാൽ അവസാനിക്കും. എന്താ മൂളിച്ചാൽ അർത്ഥം എന്നറിയോ? ഒക്കെ കണക്ക. ഈ അച്ഛനെങ്കിലും കുറച്ച് നല്ല അച്ഛനുണ്ടെന്ന് വിചാരിച്ചാൽ അതും ഒക്കെ കണക്കാണ് എന്ന് വിചാരിച്ച അയാൾ സഭ വിട്ടു പോവോ? ഇല്ല, സഭയെ തന്നെ ഉണ്ടാവും, ഇടവക തന്നെ ഉണ്ടാവും. പക്ഷെ പണ്ടത്തെ പോലെ തീഷ്ണത ഉണ്ടായാലോ. അച്ഛന്മാരെ കാണും പറയും, അച്ഛന്മാരൊക്കെ എനിക്കറിയാം, അച്ഛന്മാരൊക്കെ എനിക്കറിയാം. എന്തറിയാന്ന്? ഹല്ലേലൂയ. എനിക്കിത് മനസ്സിലായത് അട്ടപ്പാടിയിലെ സംഭവത്തിലൂടെയാണ്. അട്ടപ്പാടിയിൽ ഒരു ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്ത് പറഞ്ഞാലും ശരി, മൂപ്പർക്ക് ഒരു ഇതില്ല, ഒരു വളിച്ച ചിരിയായിട്ട് എന്ന് പറഞ്ഞിരിക്കുകയാണ്. വ്യാഴാഴ്ചയായിട്ട് മൂപ്പർക്ക് അനുഭവമില്ല. ഞാൻ വിളിച്ച്, എന്താ അങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, എനിക്കൊരു അനുഭവം കിട്ടണമെന്ന് പറഞ്ഞു. ഒരു വളിച്ച ധ്യാനവും ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, വളിച്ച ധ്യാനോ? ഞാൻ ചോദിച്ചു, നീ എന്തെങ്കിലും വളിച്ച ധ്യാനം എന്നൊക്കെ പറഞ്ഞു, ധ്യാനം 4 ദിവസം വ്യാഴാഴ്ചയായിട്ട് ഇങ്ങനെ ഇരിക്കണം എന്താന്ന് ചോദിച്ചു. നീ കുമ്പസാരിച്ചില്ലേ? ഓ. എന്നിട്ട് അനുഭവം ഒന്നും ഉണ്ടായില്ലേ? എനിക്കൊരു അനുഭവം ഉണ്ടായില്ലെന്ന് പറഞ്ഞു. പിന്നെ നീ കുർബാനയ്ക്ക് ശരിക്കും കൂടി പ്രാർത്ഥിച്ചില്ലേ? ഓ. എന്നിട്ടോ? എനിക്കൊരു അനുഭവം ഉണ്ടായില്ലെന്ന് പറഞ്ഞു. ഇവൻ എന്ത് ചെയ്തൊരു ഇവൻ അനുഭവം ഇല്ല. എന്ത് ചെയ്യും ഇങ്ങനത്തെ ആളെ? ഇങ്ങനത്തെ ഞാൻ ചോദിച്ചു, എന്റെ മോനെ നീ ഇങ്ങനെ ആയതെങ്ങനെയാ? നീ ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരുന്നു എന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, നോ 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 നോ, 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പം ഞാൻ യേശുവേ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ ഹൃദയം പെടയുമായിരുന്നു, അറിയാതെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകുമായിരുന്നു. എന്നാൽ ഇപ്പം എനിക്കൊരു അനുഭവം കിട്ടുന്നില്ല. ഞാൻ ചോദിച്ചു, എന്താ മോനെ പറ്റിയത്? വയനാട്ടിൽ ഒരു ശവാടകന് പോയ പിന്നെ എങ്ങനെയായെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി ശവം കണ്ട് പേടിച്ചതായിരിക്കും. ഞാൻ പറഞ്ഞു, മോനെ നീ വേഗം മുട്ടു ഊറാറ് കാറാപ്പെടുക്കുക വെഞ്ചിരിക്കാന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു, നോ നോ നോ, ശവം കണ്ട് പേടിച്ചൊന്നും അല്ല അച്ഛാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു, എന്തുണ്ടായെന്ന് ചോദിച്ചു. അപ്പോഴാണ് ചെറുപ്പക്കാരൻ, 28 വയസ്സുണ്ട്, ആ ചെറുപ്പക്കാരൻ പറയാണ്, വന്ന് 10ാം ക്ലാസ്സിൽ പിന്നെ ഓൾട്ടർ ബോയ് ആണ്, അട്ടപ്പാടിയിലെ കുട്ടിയാണ്. അവൻ ശരിക്കും നല്ല വിശുദ്ധനായി ജീവിക്കുന്ന കുട്ടിയാണ്. അങ്ങനെ മാതാപിതാക്കന്മാരോട് ശവാടക്കിന് പോയി. ശവാടക്കെല്ലാം കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞപ്പോൾ മഴ പെയ്തു, ചാറൽ മഴ ഉണ്ടായി. വയനാടാണ്, ചാറൽ മഴ ഇടയ്ക്കിടയ്ക്ക് വരും. മഴ പെയ്തപ്പം ഇവൻ പള്ളിമുറിയുടെ സൈഡിൽ കയറി നിന്നു. ആവശ്യമില്ലാതെ പള്ളിമുറിയുടെ സൈഡിൽ കൂടെ ഒന്നും പാഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. പള്ളിമുറിയുടെ സൈഡിൽ കയറി നിന്ന് അവൻ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ കുറച്ചു നേരം മഴ കഴിഞ്ഞ് പോരാൻ വേണ്ടി അവൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവൻ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അവൻ പള്ളിമുറിയിലേക്ക് നോക്കി. പള്ളിമുറിയിലേക്ക് നോക്കുമ്പോൾ ആ ഫ്യൂണറൽ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക അച്ഛൻ അവിടെയുണ്ട്, കൈക്കാരന്മാരുണ്ട്, കണക്കപ്പിള്ളയുണ്ട്, പിന്നെ കപ്പ്യാരുണ്ട്, അങ്ങനെ പലരും ഉണ്ട്, ഒരു ടീം. അവൻ നോക്കുമ്പം അവൻ ചോദിച്ചു, വികാരിയച്ഛനും കൈക്കാരന്മാരും എല്ലാവരും വട്ടം കൂടിയിരുന്ന് പുക വലിക്കുക. തണുപ്പായതുകൊണ്ടേ, വയനാടല്ലേ. എന്താ ഇവൻ അട്ടപ്പാടി ഇതുവരെ കാണാത്ത കാഴ്ച. അവന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റുന്ന അവന്റെ ശരീരത്തൊക്കെ നുള്ളിൽ ഞാൻ കാണുന്നത് സത്യം തന്നെയാണോ? അവൻ അത്ഭുതം കൂടി നോക്കുകയാണ്. അവന്റെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത കാഴ്ച അവൻ ആദ്യമായിട്ട് കാണുന്ന സമയമാണ്. അവൻ അത്ഭുതം കൂടി, അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവന് സാവകാശം മനസ്സിലായി സത്യം തന്നെയാണ്. അവന്റെ ഉള്ളിൽ നിന്ന് അറിയാതെ ഒരു ദീർഘനിശ്വാസം കൂടെ വീണു. അപ്പൊ അവന്റെ മനസ്സിൽ വന്ന ചിന്ത എന്താ? അത് ശരി ഇങ്ങനെയാ നിങ്ങളല്ലേ എന്നൊരു പ്രതികരണമാണത്. ഒരു ദീർഘനിശ്വാസം പറ്റും.
എന്ന് വിചാരിച്ച് അവന് വേറെ ഒന്നും ചെയ്തില്ല. അവൻ മിണ്ടാതെ അവിടെ നിന്ന് മഴ മാറി ഉടനെ ജീപ്പ് വന്നു, അട്ടപ്പാടി എന്നുള്ള ജീപ്പ് വന്നു. ഉടനെ ജീപ്പിൽ കയറി മാതാപിതാക്കന്മാരുടെ കൂടെ അവൻ അട്ടപ്പാടിക്ക് മടങ്ങിപ്പോന്നു. അവൻ പറയാണ്, പിറ്റേ ഞായറാഴ്ച പള്ളി ചെന്നവൻ വികാരിച്ചനെ കണ്ട ഉടനെ ആ പഴയ അച്ഛനെ ഓർക്കണത്, വയനാട്ടിലെ അച്ഛനാണ് കാണുന്നത്. ഉടനെ ഇവൻ ചിന്തിക്കുകയാണ്, കണക്കാ അച്ഛന്മാർക്ക് എങ്ങനെയായിരിക്കും. ഇവൻ കുമ്പസാര കൂടി ചിലപ്പോൾ ശരിക്കും പണ്ടത്തെ പോലെ കുമ്പസാരിക്ക് അനുഭവം കിട്ടുന്നില്ല. ഇവൻ സന്ധ്യാപ്രാർത്ഥന ചിലപ്പോൾ ശരിക്കും സന്ധ്യാപ്രാർത്ഥന ചെയ്യാൻ പറ്റണില്ല. ഇവൻ പതുക്കെ അവൻ അങ്ങനെ ആത്മീയ തീക്ഷ്ണത കുറഞ്ഞ് അവൻ പള്ളിയുടെ പകുതിയായി, ബാക്കിലായി, പുറത്തായി. ഇപ്പം പള്ളി കയറുന്നില്ല, അവനങ്ങനെ നടക്കുക. ഇത് പിശാചിന് നന്നായിട്ട് അറിയാം. കേരളത്തിലുള്ള സഭാവിശ്വാസികള് വൈദികരെയും ബിഷപ്പുമാരെയും യേശുക്രിസ്തുവിന് തുല്യമായിട്ട് അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ പ്രതിനിധികളായിട്ടാണ് കാണുന്നതെന്നും അവരിലൊരു കുറവ് വന്നാൽ അവരുടെ വിശ്വാസത്തിന് വലിയ അപചയം ഉണ്ടാകുമെന്നും പിശാചിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ സാധാരണ വിശ്വാസികൾക്ക് എന്തെങ്കിലും വീഴ്ച വന്നാൽ പിശാചിന് വലിയ കൊയ്ത്തൊന്നുമില്ല. എന്നാൽ ഒരു വൈദികന് ഒരു 10,000 വിശ്വാസികളെ വീഴ്ത്തുന്നതിനേക്കാൾ പിശാചിന് ലാഭമാണ് ഒരച്ഛനെ വീഴ്ത്തുന്നത്. ഒരു 10,000 അച്ഛന്മാരെ വീഴ്ത്തുന്നതിനേക്കാൾ പിശാചിന് ലാഭമാണ് ഒരു ബിഷപ്പിനെ വീഴ്ത്തുന്നത്. 10,000 ബിഷപ്പുമാർക്ക് വീഴ്ച വരുന്നതിനേക്കാൾ പിശാചിന് ലാഭമുണ്ട് മാർപ്പാപ്പയ്ക്ക് ഒരു മിസ്റ്റേക്ക് പറ്റണത്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുസഭയുടെ മുന്നണി പോരാളികളിൽ നിന്ന് പ്രവർത്തിക്കുന്ന മാർപ്പാപ്പ, കർദിനാളന്മാര്, ബിഷപ്പുമാര്, വൈദികര്, ഇവർക്ക് വേണ്ടി നമ്മൾ നെഞ്ചു പൊട്ടി പ്രാർത്ഥിക്കണം. കാരണം എന്താ? ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള ആരാണോ അവർക്കാണ് കൂടുതൽ പൈശാചിക ആക്രമണം ഉണ്ടാകുന്നത്. ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ നമ്മളൊരു ഉദാഹരണം എടുത്താൽ മതി. ഒരു ഫുട്ബോൾ കളി നടക്കാമെന്ന് വിചാരിക്കുക. ഏത് കളിക്കാരനായിരിക്കും കൂടുതൽ പ്രതിരോധം ഉണ്ടാകുക? ഏത് കളിക്കാരനായിരിക്കും കൂടുതൽ പ്രതിരോധം ശത്രു എതിർ ടീം ഉയർത്തുന്നത്? ഏത് കളിക്കാരനായിരിക്കും? ഗോളൊന്നും അടിക്കാൻ കഴിവില്ലാത്തൊരു വണ്ണപ്പിടിയനുണ്ട്, നടക്കാൻ തന്നെ കഷ്ടിച്ച് വിഷമിച്ചാണ് നടക്കുന്നത്. ആ വണ്ണപ്പിടിയനായിരിക്കോ? വളരെ എളുപ്പമാണ് പ്രതിരോധം ഉണ്ടാക്കാൻ. വണ്ണപ്പിടിയനായിരിക്കോ കൂടുതൽ പ്രതിരോധം വെക്കുന്നത്? ഗോൾ അടിക്കാൻ കഴിവുള്ള കളിക്കാരൻ ആരെങ്കിലും എതിർ ടീമുണ്ടെങ്കിൽ അവന് ഇടം വലം തിരിയാതെ അവന് ചുറ്റും പ്രതിരോധം ഉണ്ടാവും. ഇതുപോലെ പിശാചിന്റെ കൊമ്പടിക്കാൻ കഴിവുള്ള തിരുസഭാ സന്താനങ്ങളുണ്ടെങ്കിൽ, പിശാചിന്റെ പാതാള ലോകങ്ങൾ വിറപ്പിക്കാൻ കഴിവുള്ള തിരുസഭാ സന്താനങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഇടം വലം തിരിയാൻ നിവൃത്തിയില്ലാതെ പിശാച് ഓരോ കൗശലങ്ങളും കുതന്ത്രങ്ങളും അവർക്കെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ വൈദികർക്ക് വീഴ്ച ഉണ്ടാകുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ വീഴുന്നു പ്രതീക്ഷിക്കുന്ന വൈദികരായിരിക്കില്ല വീഴാൻ പോണത്. ഒരിക്കലും വീഴില്ല എന്നും ഒരിക്കലും പാപം പറ്റുകയില്ല എന്നും നമ്മൾ വിചാരിക്കുന്ന വിശുദ്ധരായ വൈദികർക്കായിരിക്കും ആദ്യം വീഴ്ച. കാരണം അവരാണ് കൂടുതൽ പൈശാചിക ആക്രമണത്തിന് മുമ്പിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. വൈദികർക്ക് എന്നതിനേക്കാൾ ബിഷപ്പ്മാർക്ക് എന്നതിനേക്കാൾ തിരുസഭയിലെ ഉത്തരവാദിത്വം കൂടുന്നതനുസരിച്ച് അവർക്ക് വേണ്ടി നമ്മൾ അതുകൊണ്ടാണ് സഭ എപ്പോൾ സമ്മേളിച്ചാലും നമ്മുടെ ബിഷപ്പിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും. കുർബാന നോക്കണ്ടോ? നമ്മുടെ ബിഷപ്പിന്റെ പേര് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും, മാർപ്പാപ്പയുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കും. അത് സഭാമക്കളുടെ കടമയാണ്. കാരണം അവർക്ക് അത്രയും പ്രാർത്ഥന ആവശ്യമുണ്ട്. അപ്പൊ വൈദികർക്ക് വീഴ്ച ഉണ്ടാകാനുള്ള ഒരു കാരണം അവർ പൈശാചിക ആക്രമണത്തിന്റെ മുൻനിരയിൽ അവരാണ് നിൽക്കുന്നത്. ഇനി വൈദികർക്ക് വീഴ്ച വരാനുള്ള രണ്ടാമത്തെ കാരണം എനിക്ക് ഒരു ചേട്ടനാണ് പറഞ്ഞു തന്നത്. ഞാൻ ഇതുപോലെ ധ്യാനത്തിൽ ചോദിച്ചു, നിങ്ങളുടെ അഭിപ്രായം എന്താ, ഈ വൈദികർക്ക് എന്തുകൊണ്ടാണ് കുറവ് വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു ചേട്ടൻ വേഗം ചാടി എഴുന്നേറ്റ് എന്ന് പറയാണ്, അച്ഛാ അതിന് പത്ര ചിന്തിക്കാനുണ്ടോ? പുളിമാവെന്ന് പേരയ്ക്ക മാങ്ങ ഉണ്ടാവില്ലെന്ന് അച്ഛൻ അറിയാൻ പാടില്ലെന്ന് ചോദിച്ചു. പുളിമാവ് എന്ന് പുളിമാവെന്ന് പറഞ്ഞ എന്തായിരിക്കും? അത് പുളിമാവ് എന്ന് പറഞ്ഞ ഇഡ്ഡലിയുടെ മാവല്ലത്, പുളിയമാങ്ങേണ്ടാണ് മാവാണ് പുളിമാവ്. അപ്പൊ പുളിമാവ് ഇന്ന് പേരയ്ക്ക മാങ്ങ എന്ന് പറഞ്ഞ നല്ല ടേസ്റ്റി മാംഗോ. പുളിമാവ് ഇന്ന് പേരയ്ക്ക മാങ്ങ ഉണ്ടാവില്ലെന്ന് അച്ഛൻ അറിയാൻ പാടില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് എന്താ കർത്താവ് ഇത്? അപ്പോ പെട്ടെന്ന് പാലക്കാട് രൂപതയുടെ പാസ്റ്ററൽ കൗൺസിലിൽ ഒരു ബഹുമാന്യ അംഗം എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചത് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ പണ്ട് കരിസ്മാറ്റിക് രൂപത ഡയറക്ടർ ആയിരുന്നപ്പോൾ പാസ്റ്ററൽ കൗൺസിൽ ഒരു ദിവസം പോയി. അപ്പം നമ്മുടെ രൂപതയിലെ ഒരു ബഹുമാന്യ വിമത നേതാവ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയാണ്. അന്ന് കുടുംബ വർഷം എന്ന് പറഞ്ഞൊരു വർഷം ഉണ്ടായിരുന്നു. ഏതൊരു വർഷം? കുടുംബ വർഷം, ഫാമിലി ഇയർ അല്ലേ? 2000-ലാണോ അതിന് മുമ്പാണെന്ന് അറിയില്ല. ഒരു കുടുംബ വർഷം ഉണ്ടായിരുന്നു. അന്നാണ് ഈ പാസ്റ്ററൽ കൗൺസിൽ നടക്കുന്നത്. അന്ന് ഈ ബഹുമാന്യം എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുകയാണ്, പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മുടെ രൂപതയിൽ ഒരച്ഛന്റെ മകനായി വേറെ അച്ഛനുണ്ടോ? ഞാൻ ഞെട്ടിപ്പോയി, ഇതെന്താ ഇയാൾ പറയുന്നത്? ഉടനെ അടുത്ത ചോദ്യം, നമ്മുടെ രൂപതയിൽ ഒരു സിസ്റ്ററുടെ മകളായി വേറൊരു സിസ്റ്റർ ഉണ്ടോ? അപ്പൊ എല്ലാരും അപ്സെറ്റായി. ഉടനെ അയാള്
അടുത്ത ചോദ്യം, ഇവരെല്ലാം കൂടെ എവിടുന്ന് വന്ന്? ആകാശത്തിൽ നിന്ന് പോന്നാണോ? എവിടുന്ന് വന്ന്? ആ, കുടുംബത്തിൽ നിന്ന് വന്നു. അതാണ് എൻ്റെ ഉത്തരം. അതാണ് അയാൾ പ്രതീക്ഷിച്ച ഉത്തരം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞതാണ്, അതുകൊണ്ട് ബിഷപ്പുമാരും അച്ഛന്മാരും ഒന്നാലും വലുത് കുടുംബ ജീവിതം നയിക്കുന്നവരാണ് സഭയിൽ ഏറ്റവും വലിയ ആളുകൾ. നമ്മൾ പറഞ്ഞാൽ ബിഷപ്പുമാർ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രസംഗം തുടരുകയാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മുഴുവൻ ദുരുപദേശപരമായ പ്രസംഗമായിരുന്നെങ്കിലും ആ പീസ് പരിശുദ്ധാത്മാവുള്ള പീസായി എനിക്ക് തോന്നി. എന്താ പീസ്? നമ്മുടെ രൂപതയിൽ ഒരച്ഛന്റെ മകനായി വേറൊരു അച്ഛനുണ്ടോ? നമ്മുടെ രൂപതയിൽ ഒരു സിസ്റ്ററുടെ മകളായി വേറൊരു സിസ്റ്റർ ഉണ്ടോ? ഇവരെല്ലാം എവിടുന്ന് വന്ന്? പറ. കുടുംബത്തിൽ നിന്ന് വന്നെങ്കിൽ കുടുംബത്തിന്റെ ഇത്തിരി കുറവ് പള്ളിയിലും ഉണ്ടാവും. കുടുംബത്തിൽ ഇല്ലാത്തൊന്നും പള്ളിയിൽ ഉണ്ടാവില്ല. ഹല്ലേലൂയ. പുളിമാവിന്ന് പേരയ്ക്ക് മാങ്ങ ഉണ്ടാവില്ലെന്ന് കർത്താവിന് അറിയാൻ പാടില്ലേ? എനിക്കറിയാൻ പാടില്ലെന്ന് ചോദിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ഒരു ഉഗ്ര കോപിഷ്ഠനായ അപ്പൻ, മനസ്സിലാക്കണം, ഒരു ഉഗ്ര കോപിഷ്ഠയായ അമ്മ, ഇതിന് രണ്ടിനും കൂടി ഒരു സന്തതി ഉണ്ടായി. എന്തായിരിക്കും സന്തതി സ്വഭാവം? അതിന്റെ പേരാണ് ദുർവാസാവ്. അങ്ങനെ ഈ മഹാകോപിഷ്ഠൻ അതിങ്ങനെ മുറ്റത്ത് മണൽ വാരി കളിക്കുകയാണ്. അപ്പോൾ യേശു ആ വഴിയെ കടന്നുപോയി. യേശു നോക്കി യേശുവിന് മനസ്സിലായി നമ്മുടെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ പറ്റിയൊരു പാർട്ടിയാണെന്ന്. യേശു പറഞ്ഞു, നീയും എൻ്റെ കൂട്ടത്തിൽ പോരാ പറഞ്ഞിട്ട് പോയി. ഇവൻ 1ാം ക്ലാസ് ആയി, 2ാം ക്ലാസ് ആയി, 5ാം ക്ലാസ്, 10ാം ക്ലാസ് ആയി. അപ്പോഴേക്കും ഹൃദയത്തിൽ കടന്നൊരു പിടപെടാന്നൊരു ഒച്ച, അച്ഛനാകണമെന്നൊരു ആഗ്രഹം. ഉടനെ വികാരിച്ച് എനിക്ക് അച്ഛനാണ്, സെമിനാരി ചേരണം. വികാരിച്ച് ഞെട്ടി തീർച്ചേ പള്ളി സ്കൂളിലാൻ പഠിച്ച അവനെ മുഴുവൻ സ്വഭാവം അച്ഛനറിയാം. അച്ഛൻ പറഞ്ഞു, നീ ഒരു 10 ധ്യാനം പോയി കൂടിയിട്ട് പിന്നെ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. കാരണം അത്രയും വികട സ്വഭാവമാണ്. കാരണം ഉഗ്രകോപിഷ്ഠയുടെ മകനാണിത്. അപ്പം അതിനനുസരിച്ചുള്ള സ്വഭാവമാണെന്ന് മനസ്സിലാക്കണം. അച്ഛൻ ഞെട്ടിപ്പോയി. അച്ഛൻ പറഞ്ഞു, എൻ്റെ മോനെ, നീ അടുത്ത കാലത്തൊന്നും ചിന്തിക്കണ്ട, നീ പോയി ഒരു 10 ധ്യാനം കൂടിയിട്ട് പിന്നെ ആലോചിക്കാം. യേശുവിനൊരു പ്രത്യേകതയുണ്ട്. ആർക്കും അടയ്ക്കാൻ പറ്റാത്തവണ്ണം തുറക്കുന്നവനും ആർക്കും തുറക്കാൻ പറ്റാത്തവണ്ണം അടയ്ക്കുന്നവനുമാകുന്നു അവിടുന്ന്. യേശു വിളിച്ചാൽ ആർക്കും തടയാൻ പറ്റില്ല. ആ കുട്ടി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി. ആ വർഷം അവന് സെമിനാരി സെലക്ഷൻ കിട്ടി. അവൻ സെമിനാരി ചേർന്നു. ഉഗ്രകോപിഷ്ഠന്റെ മോനാണിത്. ചുണ്ടി മൂക്കത്താണ് ഇരിക്കണത്. ഇടിപിടി എന്ന് പറഞ്ഞ് ചുണ്ടി ഇങ്ങോട്ട് വരും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സെമിനാരി ചേർന്നു. സെമിനാരിൽ ഒരേ പ്രായക്കാരാണ്. 10ാം ക്ലാസ് കഴിഞ്ഞോ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞൊക്കെ വരുന്നവർ ഒരേ പ്രായക്കാരാണ് സെമിനാരിയിൽ. അവർ 10-20 പേര് ഒരേ പ്രായക്കാർ ബാസ്കറ്റ് ബോൾ കളിച്ചും വോളിബോൾ കളിച്ചും ഫുട്ബോൾ കളിച്ച് നടക്കുന്ന സമയത്ത് ഉള്ള സ്വഭാവം മുഴുവൻ പുറത്തേക്ക് ഇങ്ങോട്ട് വരും. എന്നും വഴക്കും ബഹളമാണ് ഇവൻ. പലതവണ റെക്ടർച്ചമാർ എഴുതി വിട്ടു, അൺഫിറ്റ് ഫോർ പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞ് എഴുതി വിട്ട്. പക്ഷേ യേശു തിരഞ്ഞെടുത്തായതുകൊണ്ട് റെക്ടർച്ചമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എത്ര സ്ട്രോങ് ആയിട്ട് എഴുതി വിട്ടാലും ശരി, അത് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി, ഇതാ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ആളച്ഛനായി. ഇതാ പള്ളിയിലേക്ക് വികാരിയായിട്ട് വരികയാണ്. ഈ അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്തായിരിക്കും നിങ്ങൾ പറ? ഹൃദയത്തിൽ ചങ്കിടിച്ച് പ്രാർത്ഥിക്കും അച്ഛൻ. എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ഒരു പള്ളിയിൽ അച്ഛൻ വരുമ്പോൾ അച്ഛൻ ഏറ്റവും വലിയ പ്രാർത്ഥന എന്തായിരിക്കും പറ? ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണം. എന്താണോ നമുക്കില്ലാത്ത അതിനുവേണ്ടിയായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ഇതായിരിക്കും, ശാന്തശീലനും വിനീത ഹൃദയനുമായ ഈശോയെ, എൻ്റെ ഹൃദയം അങ്ങയുടെ ഹൃദയം പോലെ ആക്കണേ എന്ന് പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും കുർബാന കഴിഞ്ഞ് അച്ഛൻ പ്രാർത്ഥിക്കും, എൻ്റെ കാവൽമാലാകെ, എൻ്റെ യോസേപ്പിതാവേ, എൻ്റെ മാതാവേ, എൻ്റെ സെബസ്ത്യാനോസ് പുണ്യാള, എൻ്റെ ഗീവർഗീസ് പുണ്യാള, എൻ്റെ അന്തോനോസ് പുണ്യാള, ഇന്ന് ആരോടും ചൂടാകാതെ എന്നെ കാത്തു സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് കുരിശ് വരച്ച് വെഞ്ചിരിച്ച വെള്ളമൊക്കെ മൊത്തം തളിച്ചിട്ടായിരിക്കും പള്ളിയിൽ നിന്ന് ഓഫീസിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞു പോയി. 5-6 മാസം കഴിഞ്ഞു. ഇതിനിടയ്ക്ക് പലരും വന്നു, എന്നാലും സാരല്ലെന്ന് വിചാരിച്ചു വിട്ടു. ഒരു ദിവസം ഇതാ ഒരു പ്രമാണി വന്നു. പ്രമാണി പറഞ്ഞു, ഫാദർ, എൻ്റെ ഇതൊക്കെ നോക്കണം. അപ്പോൾ ശരി, അച്ഛൻ വളരെ സന്തോഷം, വരൂ ഇരിക്കൂ, ഒരു ചായ എടുക്കട്ടെ. പറഞ്ഞു, ചായ ഒന്നും വേണ്ട, എനിക്ക് തിരക്കാണ്, എൻ്റെ മകളുടെ കല്യാണമാണ്, അതുമാണ് ഇതാണ്, എനിക്ക് അതൊന്ന് നോക്കി തരണം. അച്ഛൻ പറഞ്ഞു, ശരി ശരി നോക്കി തരാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞു. അപ്പോൾ ഈ പ്രമാണി പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. പ്രമാണി പറഞ്ഞു, ഈ പള്ളി മുഴുവൻ കൊള്ള സംഘത്തിന്റെ വീട്ടിൽ അമർന്നിരിക്കുകയാണ്. ഈ അച്ഛനാണെങ്കിൽ പള്ളിയിലെ കൈക്കാരന്മാരെയും പള്ളിക്ക് വേണ്ടി
അത്യധ്വാനം ചെയ്ത എല്ലാ അൽമായരെയും ഒരുപാട് സ്നേഹിക്കുന്ന അച്ഛനാണ്. അച്ഛൻ പറഞ്ഞു, നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, ഇത് പള്ളിയാണ്, ഈ പള്ളിക്ക് വേണ്ടി തലമുറയായി അധ്വാനിച്ചവരുണ്ട്, അവരെ ഒറ്റയടിക്ക് നമ്മൾ ചീത്ത പറയാൻ പാടില്ല, ദുഷിക്കരുത്, വിധിക്കരുത് എന്നൊക്കെയുള്ള നല്ല ഉപദേശങ്ങൾ ഈ അച്ഛൻ ആ പ്രമാണിക്ക് കൊടുത്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പ്രമാണിക്ക് കൊടുത്തു. പ്രമാണി എന്ന് പറഞ്ഞാൽ നല്ല ടിപ് ടോപ്പ് പ്രമാണിയാണ്, അവർ ഒരു പ്രധാന നേതാവാണ് ആ പ്രദേശത്തെ. അപ്പോൾ പ്രമാണി ഇങ്ങനെ ഓരോന്ന് പറയും. അപ്പോൾ എന്താ, കുടിശ്ശിക, പ്രമാണിയുടെ കുറേ കുടിശ്ശികയുണ്ട്. അപ്പോൾ പ്രമാണിയോട് പറഞ്ഞു, കുടിശ്ശിക അടയ്ക്കാതെ ഇവിടുന്ന് കല്യാണക്കുറി കൊടുക്കാൻ പാടില്ലെന്നാണ് രൂപതയുടെ നിയമം. അപ്പോൾ പ്രമാണി പറഞ്ഞു, ശരി, ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ കുടിശ്ശിക എഴുതുന്ന സമയത്ത് ഇതാ 1986 ഒരു 10 രൂപ കുടിശ്ശികയുണ്ട്, അതെഴുതി. പിന്നെ അങ്ങനെ ഓരോ വർഷത്തെ കുടിശ്ശിക എഴുതി അവമാനം വരുന്ന സമയത്ത് ഈ പ്രമാണി പറഞ്ഞു, അല്ല, ആ 86 10 രൂപ ഞാൻ കൊടുത്തതാന്ന് പറഞ്ഞു. അച്ഛൻ വലിയ ധനാഢ്യമ കുടുംബത്തിൽ നിന്ന്, വലിയ തൃശ്ശൂർ എന്നൊരു കുടുംബത്തിൽ നിന്ന് വന്ന അച്ഛനാണ്. അത് ആ 10 രൂപ പോട്ടെ, സാരല്ല, ബാക്കിയുള്ള എഴുതാന്ന് പറഞ്ഞ് എഴുതി പോകാം. ഉടനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും അച്ഛോ, ആ 86 10 കാര്യം എന്തായെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, അത് വിട്ടതല്ല, അത് സാരല്ല, അതങ്ങനെ വിട്ടാൽ പറ്റില്ല അച്ഛാ, അത് ആരുടെ കയ്യിൽ പോയിന്ന് അറിയണമെന്ന് പറഞ്ഞു. അച്ഛൻ കുടുങ്ങിയോ? ഉടനെ പറഞ്ഞു, ഇത് വലിയ തീവെട്ടി കൊള്ള നടത്തണ, ഇത് കൊള്ള സംഘം തന്നെ പിടിയിൽ പള്ളി അമർന്നിരിക്കുകയെന്ന് പറഞ്ഞു. പിന്നെയും പുള്ളി ബഹളം വെക്കാൻ തുടങ്ങി. അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ആ കൈക്കാരന്മാരൊന്നും മരിച്ചിട്ടൊന്നുമില്ല, അവരൊക്കെ ഇവിടെ ഉണ്ട്, നമുക്ക് അവരോട് ചോദിച്ചിട്ട് പിന്നെ ശരിയാക്കി തരും, ചേട്ടൻ ഇപ്പം പൊക്കോ. കാരണം അച്ഛൻ്റെ കാലിൻ്റെ അടിയിൽ കൂടെ നിലച്ചക്രം കറങ്ങുക, തലയുടെ മുകളിൽ ഒരു നിലച്ചക്രം ഇങ്ങനെ കറങ്ങുക, കൈയുടെ ഈ വിരലിൻ്റെ അറ്റം ഇങ്ങനെ തരിക്കുക. ഈ പ്രമാണിയുടെ സംസാരവും രീതിയെല്ലാം കണ്ടു. അച്ഛൻ പറഞ്ഞു, പ്രമാണി ഒരു കാര്യം, ഇപ്പം പൊക്കോ, നമുക്ക് പിന്നെ ആ കൈക്കാരന്മാരൊക്കെ വിളിച്ചിട്ട് പിന്നെ അത് ചെയ്യാം, ഇപ്പം പൊക്കോ, അല്ലെങ്കിൽ മകനെ വിട്ടാൽ മതി, ഇപ്പം പൊക്കോളാൻ പറഞ്ഞു. മകൻ തീർക്കേണ്ടത് മകൻ തീർക്കണം, ഞാൻ തീർക്കണം എന്ന് പറഞ്ഞ് പ്രമാണി അവിടെ ഇരിക്കുക, അമർന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛന് മനസ്സിലായി ഇത് അപകടത്തിലേക്ക് പോകണമെന്ന്. അച്ഛൻ പറഞ്ഞു, സാരല്ല, അപ്പം ഞാനത് കൈക്കാരന്മാരോടൊക്കെ ചോദിക്കാം. അപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല അച്ഛന് പള്ളിയുടെ ചരിത്രം അറിയാൻ പാടില്ല, ഈ പള്ളിയിലെ കളി എന്താണെന്ന് അച്ഛൻ അറിയാവോ എന്ന് ചോദിച്ചു. പ്രമാണി കുറേ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു, എന്നാൽ കൈക്കാരന്മാരോട് ചോദിക്കണം, നമുക്കൊരു മുന്നിലെ വികാരിച്ചമാരൊന്നും മരിച്ചു പോയിട്ടില്ല, നമുക്ക് മുമ്പത്തെ വികാരിച്ചമാരോട് ചോദിച്ചോണ്ട് തീരുമാനം എടുക്കാം, അതുകൊണ്ട് പിന്നെ വരാൻ പറഞ്ഞു. കാരണം അച്ഛനറിയാതെ ഇപ്പോൾ ചൂട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉടനെ ഈ പ്രമാണി പറയണ, ഈ മുമ്പിലെ വികാരിച്ചമാർ പറഞ്ഞ ആരാന്ന് അച്ഛൻ വിചാരിക്കണത്, ഒക്കെ കള്ളന്മാരാന്ന് പറഞ്ഞു. ഈ അച്ഛനാണെങ്കിൽ ഈ വെല്ലിച്ചമാരെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന അച്ഛനാണ്. അപ്പോഴാണ് പ്രമാണി ഇങ്ങനെ പറയണത്. ഉടനെ പ്രമാണിയോട് പറഞ്ഞതേ, പള്ളിമുറി ഇരുന്ന അച്ഛന്മാർക്കെതിരെ ഇങ്ങനെ ചീത്ത പറയാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇനി പ്രമാണിക്ക് എന്തെങ്കിലും കകുത്തുണ്ടെങ്കിൽ ബിഷപ്പിനോട് പറയാൻ പറഞ്ഞു. ഉടനെ പ്രമാണി പരിഹാസം പറഞ്ഞു, ഈ ബിഷപ്പ് എന്ന് പറഞ്ഞ ആരാന്ന് അച്ഛൻ വിചാരിക്കണമെന്ന് ചോദിച്ചു. ഈ അച്ഛൻ മൂത്തതല്ലേ? ഇതും കൂടെ അങ്ങോട്ട് കേട്ടപ്പോഴേക്കും ഈ അച്ഛൻ്റെ ഈ നിലച്ചക്രം, ഈ ചൂടുണ്ടല്ലോ, കാലിൻ്റെ അടിയിലെ തരിപ്പ്, തലയുടെ മുകളിലെ തരിപ്പ്, ഇവിടുത്തെ തരിപ്പ് എല്ലാം കൂടെ അതിവേഗം എക്സ്പ്രസ് വേയിലേക്ക്, ഹൈവേയിലേക്ക്, മോട്ടോർ വേയിലേക്ക് കയറി. അതിവേഗം എല്ലാ ഭാഗത്തും ചൂട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അച്ഛന് മനസ്സിലായി നിയന്ത്രണം വിട്ടുപോകാനുള്ള ലക്ഷണം കാണിക്കുന്നത്. പ്രമാണി ഇപ്പോൾ പോ എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ നോക്കുകയാണ്. പ്രമാണി പറഞ്ഞു, അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ എനിക്കറിയാം, അച്ഛനെൻ്റെ മോൻ്റെ പ്രായമുള്ളൂ, ഈ കത്തനമാരുടെയൊക്കെ സ്വഭാവം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ്. ഈ അച്ഛനൊരു പ്രത്യേകതയുണ്ട്, കത്തനാറെന്ന് കേട്ടാൽ പിന്നെ സർവ്വ നിയന്ത്രണം പോകും. അപ്പോഴാണ് പ്രമാണി കത്തനാറെന്ന് പറഞ്ഞെടുത്ത് ഈ അച്ഛനെ ദുഷിക്കുന്നത്. ഉടനെ ഇതാ ഈ ചൂട് എല്ലാ ചൂടും കൂടെ കത്തനാറെന്ന് കേട്ടപ്പോൾ കൂട്ടിമുട്ടി. പെട്ടെന്ന് അച്ഛൻ അറിയാതെ കസേരന്ന് ചാടി എഴുന്നേറ്റു. അച്ഛനോട് പറഞ്ഞിങ്ങനെയാണ്, അച്ഛൻ എൻ്റെ മോൻ്റെ പ്രായമുള്ളൂ, അല്ലെങ്കിൽ കത്തനാരൻ പറഞ്ഞ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് പ്രമാണി അച്ഛനോട് ചൂടായിക്കൊണ്ടിരിക്കുന്നത്. ഉടനെ അച്ഛൻ അറിയാതെ എഴുന്നേറ്റു. അച്ഛൻ പറഞ്ഞു, അതെ, എൻ്റെ തന്തയുടെ പ്രായമുള്ളവടെ താനിപ്പോൾ ഇങ്ങനെ മുഴുവത്തോടെ നിൽക്കണം, അല്ലെങ്കിൽ കൊരവള്ളി വലിച്ചു കൂട്ടിയിടുമെന്ന് പറഞ്ഞു. ഉടനെ പ്രമാണിയെ ഇതുവരെ പ്രമാണി ഇങ്ങനെ ഒരു ഡയലോഗ് കേട്ടിട്ടില്ല. അല്ല, ഇവിടെ ഇരിക്കുന്ന ആളാരാ നിങ്ങൾ വിചാരിക്കുന്നത്? ഉഗ്ര കോപിഷ്ണനായ അപ്പൻ്റെയും നിസാര സംഗതിയല്ല ഇരിക്കണത്, തന്റെ കൊരവള്ളി വിളിച്ചിടുന്നത്. ഉടനെ പ്രമാണി, അപ്പൊ അച്ഛൻ അറിയാതെ എഴുന്നേറ്റു. ഇതാ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ, രംഗങ്ങളൊക്കെ മാറി. ഉടനെ പ്രമാണിക്ക് മനസ്സിലായി ഇത് കയ്യാങ്കളിയിൽ അവസാനിക്കുള്ളൂ എന്ന് മനസ്സിലായി. പ്രമാണി പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇപ്പൊ പോകാം, എൻ്റെ മോനെ ഞാൻ വൈകുന്നേരം വിട്ടേക്കാന്ന് പറഞ്ഞു. ഉടനെ അച്ഛൻ പറഞ്ഞു, താൻ കേൾക്കണം, മോൻ കേൾക്കണം, താനോട് ഇരിക്കാൻ പറഞ്ഞു. അച്ഛൻ അടുത്തേക്ക് വരികയാണ്. പ്രമാണി ചാടി പുറത്ത് കിടന്നു, വരാന്തയിലെത്തി. അച്ഛൻ വാതിലെത്തി, പ്രമാണി മുറ്റത്തെത്തി. അച്ഛൻ മുറ്റത്തെത്തി, പ്രമാണി ഗേറ്റിങ്കിലെത്തി. അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ വന്ന് ഏയ് എന്ന് പറഞ്ഞ് നിർത്തി. ഓട്ടോറിക്ഷ കയറി. പിന്നെ മോൻ എന്ന് പറഞ്ഞിട്ട് പ്രമാണി പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അന്നൊരു ശനിയാഴ്ചയായിരുന്നു. ഈ അച്ഛൻ രാത്രിക്ക് പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു. അച്ഛൻ ഒത്തിരി വിശുദ്ധനായ അച്ഛനാണ്. ഉഗ്രഘോഷണ അപ്പൻ്റെ, ഉഗ്രഘോഷണ അമ്മയുടെ മോനായി പറഞ്ഞോളൂ, അച്ഛൻ്റെ കുറ്റാണോ? പറ, ആണോ? ഈ ഉഗ്രഘോഷണ അപ്പൻ്റെ, ഉഗ്രഘോഷണ അമ്മയുടെ മോനെ വിളിച്ച നാളെ ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടാവുള്ളൂ ഈശോയ്ക്ക് അറിയാൻ പാടില്ലായിരുന്നോ?
ഇതൊക്കെ ഈശോ അറിഞ്ഞിട്ട് എന്നെ വിളിച്ചിരിക്കുന്ന സംഗതിയാണ്. പുളിമാവ് ഇന്ന് പേരയ്ക്കമാങ്ങ ഉണ്ടാവില്ലെന്ന് ഈശോയ്ക്ക് ആർക്കും ഉപദേശം കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഈശോയ്ക്ക് നന്നായിട്ട് അറിയാം, ഒക്കെ അറിഞ്ഞിട്ട് എന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് ഈ അച്ഛനും ആണെങ്കിലും ശരിക്കും ഒരു ആരോടും കോപിക്കാതെ ശാന്തശീലനും വിനീതകൃതനും ഈശോയെ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയതാണ്. രാവിലെ കാവൽമാലാകനെ വിളിച്ച് ഓഫീസിൽ പോയിരുന്നതാണ്. പക്ഷേ എന്താ പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയി. എന്തായാലും ശരി, അന്ന് രാത്രിക്ക് പരിശുദ്ധാത്മാവെന്ന് വിളിച്ച് പള്ളി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. രാത്രിക്ക് 2 മണിക്കൂർ അച്ഛൻ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവെന്ന് വിളിക്കുമ്പോൾ ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവിനെ കാണാനില്ല. ഇന്നലെ വരെ പരിശുദ്ധാത്മാവ് വിളിക്കുമ്പോഴേക്കും അടുത്ത് വന്നിരുന്ന പരിശുദ്ധാത്മാവ് ഇപ്പൊ കാണാനില്ല. മാത്രമല്ല, ഒരു കൊരവള്ളി ഇറങ്ങി വരിക. കാരണം പകല് കൊരവള്ളിയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പിന്നെ രാത്രിക്ക് പ്രാർത്ഥിക്കും. പിന്നെ വേറെന്താ കാണുന്നത്? ഇതൊരു കൊരവള്ളി ഇറങ്ങി വരണത്. അപ്പൊ അച്ഛന് മനസ്സിലായി ആ കൊരവള്ളി എന്ന് പറഞ്ഞത് ശരിയായില്ല. അച്ഛന് മനസ്സിലായി തെറ്റായി പോയി. പരിശുദ്ധാത്മ പറഞ്ഞു സോറി എന്ന് പറഞ്ഞിട്ടും പരിശുദ്ധാത്മാവ് വരുന്നില്ല. അച്ഛന് വലിയ വേദനയായി. അച്ഛൻ മുറി ചെന്ന് ഫോണെടുത്ത് ജോസഫേട്ടനെ വിളിച്ചു. ജോസഫേട്ടൻ അല്ലെങ്കിൽ അവിടുത്തെ കൈക്കാരൻ ചേട്ടനെ വിളിച്ചു. എന്താ ചേക്കു എന്ന് വിളിക്കും. ചേക്കുവിനെ വിളിച്ചു. ഉടനെ ചേക്കു കുളിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അപ്പോൾ ഭാര്യയാണ് ഫോൺ എടുത്തത്. അച്ഛൻ പറഞ്ഞു ഞാൻ പള്ളിയിലെ വികാരിച്ചനാണ്, ആ ചേക്കു ചേട്ടൻ ഒന്ന് കൊടുക്കാൻ പറഞ്ഞു. ഉടനെ ചേട്ടൻ ചോദിച്ചു ആരാന്ന് ചോദിച്ചു. ഉടനെ ഭാര്യ പറഞ്ഞു വികാരിച്ചൻ കേട്ട വളരെ ചേക്കു ഒരു ഓട്ടം. ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞ് ആള് വിട്ടുപോയി. ഭാര്യ പറഞ്ഞു ചേക്കു ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ പുറത്തേക്ക് മറ്റേ പോയി, എപ്പോഴാ വരികയെന്ന് അറിയാൻ പാടില്ലെന്ന് തന്ത്രപൂർവ്വം ഭാര്യ കാര്യം കൈകാര്യം ചെയ്തു. വികാരിച്ച എന്നാ ശരി ഞാൻ വിളിച്ചെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞ് വികാരിച്ച ഫോൺ വെച്ച് വീണ്ടും പള്ളി വന്നു. എന്ത് ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടാനില്ല. നിങ്ങൾ ചിന്തിച്ചു ഒരു അച്ഛന്റെ വേദന. പിറ്റേ ദിവസം കുർബാന അർപ്പിക്കേണ്ട അച്ഛനാ. ഹല്ലേലൂയ. അച്ഛനാണെങ്കിൽ വിശുദ്ധനായ അച്ഛനാണ്. പാപം വെച്ച് കുർബാന അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അച്ഛന് ചിന്തിക്കാൻ പറ്റില്ല. ഈ ജേക്കു ചേട്ടനോട് ചൂടായെന്നുള്ളത് പാപാന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി പിറ്റേ ദിവസം ഞായറാഴ്ച കുർബാന അർപ്പിക്കുന്ന അച്ഛൻ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എളുപ്പമാണ്, ചൂടായിട്ടങ്ങ് പോയാൽ മതി, ഏതെങ്കിലും പള്ളിയിൽ പോയി കുമ്പസാരിച്ച് വരാം. ഈ അച്ഛന്റെ കാര്യം എന്ത് ചെയ്യും? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ പിറ്റേ ദിവസം ഒരു ബോർഡ് എഴുതി പള്ളിയുടെ വാതുക്കെ തൂക്കി. ഞാൻ ഇന്നലെ ചേക്കു ചേട്ടനായി ചൂടായി പാപം ചെയ്തതിനാൽ കുമ്പസാരിക്കാൻ പോയിരിക്കുകയാണ്, ഞാൻ കുമ്പസാരിച്ച് വന്നിട്ടേ കുർബാന ഉണ്ടായിരിക്കുള്ളൂ എന്ന് പറഞ്ഞ് ബോർഡ് തൂക്കിയിട്ട് അച്ഛൻ കുമ്പസാരിക്കാൻ വേണ്ടി പോയി. അടുത്തൊന്നും അച്ഛന്മാരെ കിട്ടില്ല. ഞായറാഴ്ചയാണ്. അച്ഛൻ അന്വേഷിച്ച് സന്യാസാശ്രമത്തിൽ ചെന്ന് കുമ്പസാരിച്ച് വന്ന ഉച്ച കഴിഞ്ഞ്. ഞായറാഴ്ചയാന്ന് ഓർക്കട്ടെ, 2-3 കുർബാന രാവിലെ ഉള്ളതാണ്. എന്തായിരിക്കും ഇടവേള സ്ഥിതി? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, അതുകൊണ്ടാണ് പറയണത് ഉരുളയ്ക്കുപ്പേരി പോലെ പള്ളിമുറി സംസാരിക്കരുത്. ഷുഗറുള്ള അച്ഛന്മാരും പ്രമേഹമുള്ളവരും കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നോക്കിയും കണ്ടും കുറച്ചൊക്കെ ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്ത് ഒരു മയത്തിലൊക്കെ കാര്യങ്ങൾ ക്രമീകരിക്കണം. കാരണം ഈ അച്ഛൻ കോപിച്ചും വിഷമിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരാൾ അന്തികൂദാശ കൊടുക്കാൻ വരേണ്ടത്, അല്ലെങ്കിൽ അടുത്ത ഒരാൾ കുമ്പസാരിക്കാൻ വരേണ്ടത്. പരിശുദ്ധമായ കൂദാശകളൊക്കെ പരികർമ്മം ചെയ്യുമ്പോൾ ആ പാപാവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത്, കോപത്തോടെ വെറുപ്പോടെ ഇരിക്കുന്ന സമയത്ത് അതത്ര എളുപ്പമല്ല. ഒരു അഗ്നിയിൽ നിന്ന് ചെയ്യുന്ന പോലെ ആയിരിക്കും പിന്നത്തെ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കാരണവന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ സംസാരിക്കുന്ന പോലെ, ഉരുളയ്ക്ക് ഉപ്പേരി കൊടുക്കണ പോലെ, അല്ലെങ്കിൽ നാട്ടുകാരോട് സംസാരിക്കുന്ന പോലെ നമ്മളൊരു അച്ഛൻ്റെ അടുത്ത് പോയി ഇടപെടരുത്. അതിന് ആ ആത്മീയ അന്തരീക്ഷം നിലനിർത്തുന്ന വിധത്തിൽ മാത്രമേ ഇടപെടാവുള്ളൂ. എന്തെങ്കിലും കാര്യങ്ങൾ ക്രമരഹിതമാകുന്ന കണ്ടാൽ കുറച്ച് നേരത്തിന് വിട്ടു നിൽക്കുക. 1 മണിക്കൂർ കഴിയുമ്പോൾ ഷുഗർ താന്ന് നേരെയാവും, അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ശരിയാവും. അപ്പോൾ പിന്നെ വൈകുന്നേരം വല്ലതും വന്ന് സംസാരിക്കാം. ഹല്ലേലൂയ. അങ്ങനെ ഒരു അച്ഛനൊരു ആത്മീയ അന്തരീക്ഷം നിലനിർത്തുന്ന അന്തരീക്ഷം ഇടവക ദേവാലയത്തിൽ കൂപ്പിക്കുക എന്നുള്ളത് നമ്മുടെ കൂടെ ഒരു ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കണം. ഈ പുളിമാവിൽ നിന്നുള്ള ഇങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെ വിളിച്ചാൽ നാളെ ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുന്ന ഈശോ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ വിളിച്ചിരിക്കുന്നത്. അതായത് ഒരു അച്ഛനെ എപ്പോഴാണ് വിളിക്കുന്നത്? അതായത് അച്ഛൻ ആ കുട്ടി 10ാം ക്ലാസ് വരെ പഠിച്ച് നല്ല സ്വഭാവമാണെന്ന് കണ്ടിട്ടാണ് വിളിക്കുന്നത്. ബൈബിൾ പഠിക്കുന്നതാണ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം വിളിച്ച്. അതുകൊണ്ട് ഈ പുളിമാവിന്റെ ഈ ആളെ വിളിച്ചു എന്നുള്ളത് അച്ഛന്റെ കുറ്റാണോ? അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ദൈവം വിളിച്ച് ആർക്ക് പോകാതിരിക്കാൻ പറ്റും? അച്ഛന്റെ കാര്യം പോക്കായെന്ന് വിചാരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ മാനുഷികമായി മനസ്സിലാക്കിയ ധാരണയോടെ പെരുമാറണം. ഇനി 3ാമത്തെ കാര്യം, ഒരു അച്ഛന്റെ ജീവിതത്തിൽ വീഴ്ച വരാനുള്ള 3ാമത്തെ കാരണം ആ അച്ഛനെ വിടുന്ന ഇടവകയാണ്. ഇടവക എങ്ങനെയാണോ അങ്ങനെ ഇരിക്കും അച്ഛൻ്റെ സ്വഭാവം ഒരു പരിധി വരെ. ഇതെനിക്ക് മനസ്സിലായത് എൻ്റെ ബാച്ചിലെ ചില അച്ഛന്മാരുടെ അനുഭവത്തിൽ നിന്നാണ്. ഞങ്ങൾ 1984 പാലക്കാട് കല്ലേപ്പള്ളി മൈനർ സെമിനാരിൽ ചേർന്നതാണ്. അങ്ങനെ 84 കല്ലേപ്പള്ളി മൈനർ സെമിനാരിൽ ചേരുമ്പോൾ എൻ്റെ ബാച്ചിൽ 18 പേര് അന്നുണ്ടായിരുന്നു. ഈ 18 പേര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടി ഓരോ കാര്യങ്ങൾ സംസാരിച്ച് അന്ന് റക്ടറച്ചനുണ്ട്, ഇരുമ്പനച്ചൻ എന്ന് പറഞ്ഞ അച്ഛനാണ് റക്ടറച്ചൻ.
അപ്പോൾ ആ റെക്ടറച്ചൻ്റെ നേതൃത്വത്തിൽ ഇരുന്ന് ഇങ്ങനെ ഓരോ മനസ്സിലുള്ള കാഴ്ചപ്പാടുകളൊക്കെ പറയണം. അങ്ങനെ പറയുന്ന സമയത്ത് ഓരോരുത്തരും അവരുടെ ഉള്ളിൽ എന്തിനു വേണ്ടി വൈദികനാകാൻ വന്നു എന്ന് പറയും. ഞാനും പറഞ്ഞു ചില കാര്യങ്ങൾ, എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും ഓരോ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരും സംസാരിച്ചെന്ന് എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഒരു നല്ല അച്ഛനാണെന്ന്, ഒരു വിശുദ്ധനായ അച്ഛനാണെന്നാണ് എല്ലാവരുടെയും സംസാരത്തിൻ്റെ സാരാംശം. അങ്ങനെ 18 പേര് 1984 കല്ലേപ്പള്ളി മൈനർ സെമിനാരിയിൽ 3 വർഷം അവിടെ പഠിച്ചപ്പം എൻ്റെ കൂടെ നിന്ന പലർക്കും മനസ്സിലായി ഇതൊന്നും ഈ ലോകത്ത് നടപ്പാകണ കാര്യമല്ല, വിട്ടുപോയി. കുറെ പേര് റെക്ടറേറ്റ് നോക്കിയിട്ട് ഇയാൾക്ക് ഇതൊന്നും പറ്റുമെന്ന് തോന്നുന്നത് റെക്ടറേറ്റിന് വിട്ടു. കുറെ പേരെ കുറെ പേര് സ്വന്തം തീരുമാനം എടുത്ത് പോയി, കുറെ പേര് റെക്ടറേറ്റിനും വിട്ടു. ബാക്കി കുറച്ച് പേരുണ്ട്. അവര് 1987 കോട്ടയം മേജർ സെമിനാരിക്കും ആലുവ മേജർ സെമിനാരിക്കായിട്ട് പോയി. എന്നെ ആലുവ മേജർ സെമിനാരിക്ക് വിട്ടു. ഞാൻ ആലുവ മേജർ സെമിനാരി ചെന്നപ്പം ഈ കേരളത്തിലെ ഒരുപാട് രൂപതകളിൽ നിന്ന് ഫിലോസഫി പഠിക്കാൻ വേണ്ടി ബ്രദേഴ്സ് മൈനർ സെമിനാരി കഴിഞ്ഞ് ആലുവ മേജർ സെമിനാരിൽ വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ മൊത്തം 100 പേരുണ്ടായിരുന്നു. 100 പേരിൻ്റെ അടുത്ത് വന്നു. അവരും ഇടയ്ക്കിടയ്ക്ക് റെക്ടറച്ചന്മാർ, പ്രീഫെക്ട് അച്ഛന്മാരുണ്ട്. പ്രീഫെക്ട് അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ഇങ്ങനെ കൂടി ഷെയർ ചെയ്യും ഉള്ളിലുള്ള കാഴ്ചപ്പാടുകളും ആഗ്രഹങ്ങളും. പിന്നെ ഞാൻ പേഴ്സണലായിട്ട് പലരോട് സംസാരിക്കും. അപ്പോൾ അവരോട് ഞാൻ സംസാരിച്ചവരെന്നല്ല, എൻ്റെ ബാച്ചിൽപ്പെട്ടവരുടെ സ്വഭാവം എനിക്ക് മനസ്സിലായി. ഇവരെല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ശരിക്കും ഈശോയോടുള്ള സ്നേഹം കൊണ്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഈശോയ്ക്ക് വേണ്ടി സമർപ്പണം ചെയ്യുന്നതോട് തീഷ്ണത കൊണ്ട് ഇതാ എല്ലാ രൂപതകളിൽ നിന്ന് കുറേ പേര് എത്തിയിരിക്കുകയാണ്. അങ്ങനെ 3 വർഷം ഫിലോസഫി പഠിച്ചപ്പോൾ കുറേ പേർക്ക് മനസ്സിലായി ഇതൊന്നും നടക്കുന്ന കാര്യമല്ല, വിട്ടുപോയി. കുറേ പേര് റെക്ടറച്ചന്മാർ വിട്ടു. ബാക്കി കുറച്ച് പേരുണ്ടായിരുന്നു. അവര് 1990 തിയോളജി പഠിക്കാൻ വേണ്ടി തുടങ്ങി. തിയോളജി വന്നപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയി. അങ്ങനെ തിയോളജി പഠിച്ചപ്പോൾ തിയോളജിയിലും ഞാനിങ്ങനെ ഓരോരുത്തരോട് ഷെയർ ചെയ്യും, അവർ കോമൺ ആയിട്ട് ഷെയർ ചെയ്യും. ഷെയറിങ്ങിൽ നിന്ന് എനിക്ക് മനസ്സിലായൊരു കാര്യമുണ്ട്, ജീവിക്കുകയാണെങ്കിൽ വിശുദ്ധനായ ഒരു അച്ഛനായി ജീവിക്കുകയാണെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം. അങ്ങനെ ജ്വലിക്കുന്ന ഹൃദയത്തോടെ ജീവിതം എന്തായാലും ദൈവത്തിന് വേണ്ടി അർപ്പിക്കുമ്പോൾ ഇനി ഇടതുമല നോക്കിയിട്ട് കാര്യമില്ല. ജീവിക്കുകയാണെങ്കിൽ നന്നായി ജീവിക്കണം. തീഷ്ണതയുടെ മുന്നോട്ട് പോയി. അങ്ങനെ നല്ല തീഷ്ണതയുടെ മുന്നോട്ട് പോകുന്ന ടീമാണ്. അങ്ങനെ 1994 വൈദികനായി. വൈദികനായ ശേഷം വീണ്ടും ഒരുമിച്ച് കൂടി. ഇത് അച്ഛനായി ഇനി എന്ത് ചെയ്യും? അപ്പോൾ പറഞ്ഞു ഇനി ജീവിച്ചാലും മരിച്ചാലും കർത്താവിന് വേണ്ടി അങ്ങനെ തീഷ്ണതയോട് ജ്വലിക്കുകയാണ്. അങ്ങനെ ഈ കൊച്ചച്ഛന്മാരെ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കായിട്ട് അയച്ചു. കുറേ പേരെ ലഡാക്കിലേക്ക് വിട്ടു, കുറേ പേരെ ആഫ്രിക്കയിലേക്ക്, കുറേ പേരെ തൃശ്ശൂർക്ക് വിട്ടു, കുറേ പേരെ കോയമ്പത്തൂർക്ക് വിട്ടു. ആ കൂട്ടത്തിൽ എന്നെ എവിടേക്ക് വിട്ടു? എന്നെ അട്ടപ്പാടിക്ക് വിട്ടു. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ അട്ടപ്പാടി ചെന്ന് വീണു. എൻ്റെ കൂട്ടത്തിൽ ചിലർ ലഡാക്കിൽ പോയി, ചിലരിങ്ങനെ ഓരോ ആസാമിലും അന്റാർട്ടിക്കയിലൊക്കെ ആയിട്ട് പല രാജ്യങ്ങളിലേക്ക് വിട്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഞാൻ ഇടം വരെ നോക്കിയില്ല. ഞാൻ അട്ടപ്പാടി തന്നെയായിരുന്നു പിന്നെ ഫുൾ ടൈം. പിന്നെ ഇടം വരെ ഞാൻ നോക്കിയിട്ടില്ല. ഒരു 8-10 വർഷം കഴിഞ്ഞ് ഒരു കാര്യത്തിന് വേണ്ടി ഞാനൊരു പ്രദേശത്ത് ചെന്നപ്പം എൻ്റെ ബാച്ചിൽ തന്നെയുള്ള വേറൊരു അച്ഛനെ കണ്ടുമുട്ടി. ആ അച്ഛൻ ഏതാണ്ട് ഒരു കരടി വരുന്ന പോലെയാണ് വരണത്. അച്ഛൻ്റെയൊക്കെ സംസാരം കേട്ട കറുമുറു എന്നുള്ള സംസാരം. ഈ ആശീർവാദമൊക്കെ കണ്ട ഒരു ഏറാണ്, വേണമെങ്കിൽ പിടിച്ചോന്ന് പറഞ്ഞിട്ട് ഏറാണ്. കുർബാനയൊക്കെ ഒരു പേക്കോന്ന് പറഞ്ഞ കുർബാന 10-20 മിനിറ്റിനുള്ളിൽ കുർബാനയൊക്കെ തീരും. ഞാൻ ചോദിച്ചു, അച്ഛാ നമ്മളെല്ലാം വിശുദ്ധരായ വൈദികരാകാൻ വേണ്ടി വന്നാൽ അച്ഛൻ എങ്ങനെയായിന്ന് ചോദിച്ചു. ഉടനെ അച്ഛൻ പറയുകയാണേ, സേവ്യറെ ഇനി അധികം നോക്കിയിട്ട് കാര്യം, ഇത് ലോകമാണ്, ഇവിടെ ഇതേ നടക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഉടനെ ഞാൻ അച്ഛനെ വിളിച്ച് സംസാരിക്കാൻ വേണ്ടി പോയി. അപ്പോഴാണ് മനസ്സിലായത് ഈ അച്ഛൻ പട്ടം കിട്ടിയപ്പോൾ അച്ഛനെ വിട്ട ഇടവകയുടെ പേരാണ് കരടിക്കാട്. ഒക്കെ കരടികള്. ഈ അച്ഛനാണ് ഈ വിശുദ്ധനായ വൈദികനാകാൻ തീഷ്ണമായ ആഗ്രഹം, എന്നേക്കാൾ 10 മടങ്ങ് തീഷ്ണത ഉണ്ടായിരുന്ന അച്ഛൻ. ആ അച്ഛനാണ് ഇപ്പൊ ഇങ്ങനെ ആയത്, പേക്കോ എന്ന് പറഞ്ഞായി പോയത്. ഞാൻ ചോദിച്ചു, അച്ഛാ എങ്ങനെ ആയെന്ന് ചോദിച്ചു. അപ്പൊ അച്ഛൻ പറയാൻ, ഞാൻ സംസാരിച്ചു. അച്ഛൻ പറയാണ്, അച്ഛൻ പട്ടം കിട്ടി ഈ കരടിക്കാട്ടിലേക്ക് ചെന്ന്, അപ്പൊ അച്ഛന് ഇവിടെ സ്വർഗ്ഗം ആക്കിയിട്ടേ അടങ്ങുള്ളൂ, അതുപോലെ തീഷ്ണതയോടെ ചെല്ലണത്. അങ്ങനെ ആദ്യത്തെ ദിവസം തന്നെ കുർബാന അർപ്പിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും ഇങ്ങനെയൊക്കെ വെച്ച് ശരിക്കും ലയിച്ച് കുർബാന അർപ്പിച്ച് ഒരു 10 മിനിറ്റ് നല്ലൊരു പ്രസംഗം കൊടുത്ത് അറിയിപ്പൊക്കെ നിർത്തി സ്ഫുടമായി ഉച്ചരിച്ച് അറിയിപ്പും കൊടുത്ത് പിന്നെ കുർബാന കഴിഞ്ഞ് 5 മിനിറ്റ് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ആളുകളെ കാണാൻ വേണ്ടി ആദ്യത്തെ ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പം ഒരു കരടിക്കുട്ടിയുമായിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛന് പെണ്ണും കുട്ടികളിൽ നേരെ തോന്നിയാസം ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. കറുമുറാന്ന് പറഞ്ഞ് തെറി. അച്ഛൻ ഓരോ തെറി വരുമ്പോഴും യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞ് ഈ തെറിയെല്ലാം കേൾക്കുകയാണ്. ആരും ഒന്നും തടയണമില്ല.
സംഭവം ഇതാണ്, സമയം വൈകി, ആ ചേട്ടൻ്റെ ബസ് പോയി. ആ പള്ളിയുടെ സ്ഥിതി അനുസരിച്ച് 7 മണിക്ക് കുർബാന തുടങ്ങിയാൽ 8 മണിയാകുമ്പോൾ എല്ലാം തീരണം. 8:05 ഒരു ബസ്സുണ്ട്, ആ ബസ്സിന് ആളുകൾക്ക് പോകണം. ഈ അച്ഛൻ്റെ ആദ്യത്തെ ആവേശത്തിൽ കുർബാന എല്ലാം കൂടെ കഴിഞ്ഞപ്പോൾ 8:45. നിർത്തി നിർത്തി ഉച്ചരിച്ച് സ്ഫുടമായി ദൈവഭക്തിയോടെ ചെല്ലി വരുമ്പോൾ സമയം പിടിക്കും. അപ്പൊ ഇതിനു മുമ്പ് അവിടെ ഉണ്ടായിരുന്ന അച്ഛന്മാർ നല്ല തഴക്കവും പഴക്കവും സിദ്ധിച്ച സീനിയർ പ്രീസ്റ്റുമാരായതുകൊണ്ട് അവര് 7 മണിക്ക് കുർബാന തുടങ്ങിയാൽ കുർബാനയും തീർന്ന് പൊതുയോഗം കഴിഞ്ഞ് ചായ കുടിച്ച് 8:05 ബസ്സിന് ആളുകൾ പോയിരുന്നു. അത് ആളുകൾക്കനുസരിച്ച് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ അച്ഛന്മാർക്ക് വളരെ അറിയാമായിരുന്നു. പക്ഷെ ഈ അച്ഛൻ ശുദ്ധനായ അച്ഛനായതുകൊണ്ടും ആദ്യത്തെ ആവേശമായതുകൊണ്ടും ശരിക്കും പിതാവിൻ്റെയും പുത്രൻ്റെ എന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഇങ്ങനെ ആയിപ്പോയി. തുരുതുരാന്ന് തെറി പറയുന്ന അച്ഛൻ യേശുവേ സ്തോത്രം, യേശുവേ എല്ലാം കേട്ടോണ്ടിരിക്കുകയാണ്. ഒന്നും തിരിച്ചു പറയുന്നില്ല. ഇതൊക്കെ എൻ്റെ മക്കളല്ലേ, പിള്ള ചവിട്ടിയ തള്ളയ്ക്ക് കേടില്ലെന്ന് പറഞ്ഞ് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു ഇതെൻ്റെ മക്കളല്ല, അവർ പറഞ്ഞ സാരമില്ല, അവർ ഇത്രയല്ലേ പറഞ്ഞുള്ളൂ എന്ന് വിചാരിച്ച് ഇങ്ങനെ. പിന്നെ 2-3 മാസം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് ഇതുപോലെ തുരുതുരാന്ന് തെറി പറഞ്ഞു. പിന്നെ 2-3 മാസം വേറൊരാൾ വന്നിട്ട് ഇതുപോലെ തുരുതുരാന്ന് തെറി പറഞ്ഞു. പിന്നെ ആ പ്രമാണിയെ പോലെ ഒരാൾ വന്നിട്ട് തുരുതുരാന്ന് തെറി പറഞ്ഞു. ഇത്ര ആയപ്പോഴത്തേനും അച്ഛൻ മനസ്സിലായി, അതെ ചാഞ്ഞിരിക്കുന്ന മരം എന്ന് വിചാരിച്ച് ഓടി കയറാൻ നോക്കിയാൽ ഇനി തെന്നി വീഴുമെന്ന് മനസ്സിലാക്കിക്കോളാൻ മനസ്സിൽ തീരുമാനം എടുത്തു. ഇനി ആരെങ്കിലും എന്നോട് പറഞ്ഞു ഞാൻ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ ചുട്ട മറുപടി തരുമെന്ന് ഞാൻ ഇച്ചിരി ചോറും പുളിയും എരിവൊക്കെ കഴിച്ച് വളർന്ന ആൾ തന്നെയാണെന്ന് അച്ഛൻ്റെ മനസ്സിൽ തീരുമാനിച്ചു. പള്ളി അനൗൺസ് ചെയ്തിട്ടില്ല, മനസ്സിൽ തീരുമാനിച്ച്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രമാണി വന്ന്, ആ പ്രമാണി വന്നിട്ട് ഇങ്ങനെ കിടന്നിങ്ങനെ വിറയ്ക്കുകയാണ്. അച്ഛൻ പറഞ്ഞു എക്സ്ക്യൂസ് മീ പ്രമാണി, 1 മിനിറ്റ്. പ്രമാണിനെ മുറിയുടെ ഉള്ളിൽ കൊണ്ടുപോയി. പ്രമാണിയോട് പറഞ്ഞു, പ്രമാണി നീ ഒരു പോത്താണെങ്കിൽ ഞാനൊരു കാട്ടുപോത്താണെന്ന് മറക്കണ്ടെന്ന് പറഞ്ഞു, ഓർമ്മയിരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പുറത്തേക്ക് കൊണ്ടുവന്ന് ഓക്കെ താങ്ക് യു എന്ന് പറഞ്ഞു. പ്രമാണിക്ക് പെട്ടെന്ന് ഇങ്ങനെ വന്നപ്പോൾ എന്താ മറുപടി പറയണമെന്ന് അറിയാൻ പാടില്ല. പ്രമാണിക്കാർ നല്ല കേമനായിരുന്നെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ഒരു അച്ഛനിന്ന് ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്താ പറഞ്ഞത്? നീ ഒരു പോത്താണെങ്കിൽ ഞാനൊരു കാട്ടുപോത്താണെന്ന് മറക്കണ്ട, ഓർമ്മയിരിക്കട്ടെ എന്ന് പറഞ്ഞു. വിട്ടയച്ച്. പ്രമാണിക്ക് ഒരു 100 വീട്ടുകാരുണ്ടെങ്കിൽ 101 ഗ്രൂപ്പുകൾ ഇടവകയാണത്. ആ രൂപതയിലെ നൊട്ടോറിയസ് ഇടവകയാണത്. അതുകൊണ്ട് പ്രമാണി ഗ്രൂപ്പിലേക്ക് ചെന്നു. പ്രമാണി പറഞ്ഞു സ്ട്രോങ് ഡബിൾ സ്ട്രോങ് എന്ന് പറഞ്ഞു. ഉടനെ ഗ്രൂപ്പുകാർ എന്താ പറ്റിയെന്ന് ചോദിച്ചു. നമ്മുടെ വികാരിച്ചുണ്ടല്ലോ, നമുക്ക് പറ്റിയ അച്ഛനെന്ന് പറഞ്ഞു. അന്ന് വൈകുന്നേരം കപ്പയും കോഴിയും കൊണ്ടുവന്ന് കീഴടങ്ങി ആ ഗ്രൂപ്പ്. ഗുരുദക്ഷിണ വെച്ച് അച്ഛൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചവർ. അവർ പറഞ്ഞു നമുക്ക് പറ്റിയ അച്ഛനാണ്, ഇങ്ങനത്തെ അച്ഛന്മാരാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു. വൈകുന്നേരം കപ്പയും കോഴിയും കൊടുന്ന് ദക്ഷിണ വെച്ച് അവർ കീഴടങ്ങി. അതുപോലെ തന്നെ വേറെ ചില ദിവസങ്ങളിൽ വേറെ ചില ഗ്രൂപ്പ്, ഇതൊന്നും അറിയാതെ വേറൊരു ഗ്രൂപ്പ് വന്നു. അതിന് ലീഡർ വന്നു. ആ ലീഡറെ വിളിച്ചു, എക്സ്ക്യൂസ് മീ 1 മിനിറ്റ് കൊണ്ടൊന്ന് വരാം. മുറിയിലേക്ക് കൊണ്ടുപോയി. ആ പ്രമാണിയോട് പറഞ്ഞു, നല്ലവനക്ക് ഞാനും നല്ലവൻ, കെട്ടവനക്ക് മനസ്സിലായില്ലെങ്കിൽ അറിയാത്ത പിള്ള ചൊറിയും പറയും, പോയിക്കോളാൻ പറഞ്ഞു. ഉടനെ പ്രമാണി ഇങ്ങനെയൊക്കെ അച്ഛന്മാർ സംസാരിക്കുമോ? ആ പ്രമാണിയും ഗ്രൂപ്പിൽ ചെന്ന് പറഞ്ഞു, നമുക്ക് പറ്റിയ അച്ഛൻ കേട്ടോ, എല്ലാം തന്നെ ഓരോരുത്തർ തന്നെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിക്കോളൂന്ന്. എന്തായാലും ആ പ്രമാണിയും ഗ്യാങ്ങും അന്ന് വൈകുന്നേരം വന്ന് കീഴടങ്ങി. കാട്ടുപന്നിയും കപ്പയും കൊണ്ടു വെച്ച് കീഴടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ 1 by 1 ആയിട്ട് ഇടവകയിലെ എല്ലാ ഗ്രൂപ്പും വന്ന് കീഴടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അച്ഛൻ രാത്രിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയിൽ പോയിരിക്കുകയാണ്. അച്ഛനോട് ശരിക്കും വിശുദ്ധനാൻ ആഗ്രഹിച്ച അച്ഛനാണ്. പക്ഷേ ഈ നീയൊരു പോത്താണെങ്കിൽ ഞാനൊരു കാട്ടുപോത്താൻ നീ മറക്കണ്ടെന്ന് പറഞ്ഞിട്ട് വിട്ടില്ലേ. അന്ന് രാത്രി അച്ഛൻ പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയാണ്. അച്ഛൻ പ്രാർത്ഥിക്കാൻ പോയിരിക്കുമ്പോൾ എത്ര നോക്കിയാലും പരിശുദ്ധാത്മാവിനെ കാണാനില്ല. യേശുവേ യേശുവേ എന്ന് വിളിച്ചിട്ട് യേശുവിനെ കാണാനില്ല. പകരം ഒരു കാട്ടുപോത്ത് ഇങ്ങനെ ഇറങ്ങി. ഈ കാട്ടുപോത്തിനെ നോക്കി എത്ര നേരം പ്രാർത്ഥിക്കാൻ പറ്റും? നിങ്ങൾ പറ. അത് വിവരം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിക്കോളും. ഈ കാട്ടുപോത്തിനെ കണ്ട അച്ഛൻ 5 മിനിറ്റ് കഴിഞ്ഞാൽ അച്ഛൻ പറയും, ഇന്നൊരു അനുഭവം ഇല്ലല്ലോ, ഒരു അഭിഷേകം ഇല്ലല്ലോ, ഒരു വിരസത. അച്ഛൻ പള്ളിയിൽ നിന്ന് ചാടി പുറത്ത് കിടന്നപ്പോൾ ഇതാ ഒരു TV പൊടി പിടിച്ച്, 1 വർഷമായിട്ട് TV പള്ളിമുറി പൊടി പിടിച്ചിരിക്കുക. അച്ഛൻ വന്നിട്ട് ഇത്രയും കാലമായിട്ട് അത് കണ്ടിട്ട് പോലും ഇല്ല, അങ്ങനെ പൊടി പിടിച്ചിരിക്കുക. ഇതുവരെ ഓണാക്കിയിട്ടുമില്ല. ഈ കാട്ടുപോത്ത് കണ്ടിട്ട് പ്രാർത്ഥിക്കാൻ പറ്റാതെ അസ്വസ്ഥന നിൽക്കുമ്പോഴാണ് ഈ പൊടി പിടിച്ച TV കാണുന്നത്. ഇതെന്താ ഇവിടെ ഇരിക്കണമെന്ന് പറഞ്ഞത് ഓണാക്കി നോക്കിയതാണ്. അപ്പോഴല്ലേ നല്ല നല്ല സാധനങ്ങൾ വരണത്. ഉടനെ അച്ഛൻ പറഞ്ഞേ ഇങ്ങനത്തെ രംഗമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ച് അച്ഛൻ കുറച്ചു നേരം അവിടെ ഇരുന്നു. ഇപ്പം എന്തായി? രാത്രി മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിരുന്ന അച്ഛന് ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റില്ല. പകരം TV യുടെ മുമ്പിൽ
മണിക്കൂറുകൾ ചെലവഴിക്കുന്ന രീതിയായി. ഇപ്പോൾ പണ്ട് വൈകുന്നേരമായ പള്ളിയിൽ ആരാധനയും കൊന്തയും പ്രാർത്ഥനയും അച്ഛൻ ഒത്തിരി ചെയ്തുകൊണ്ടിരുന്ന അച്ഛന് ഇപ്പോൾ 5 മിനിറ്റ് പോലും പ്രാർത്ഥിക്കാൻ പറ്റാതായി. പകരം വൈകുന്നേരം അവിടെ ചീട്ടുകളിക്കാരും അവിടെ കോഴിയും താറാവും പന്നിയും കപ്പയും കൂട്ടവും മീറ്റിങ്ങും എപ്പോഴും അവിടെ ഭയങ്കര ജനക്കൂട്ടായി. പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ ജനക്കൂട്ടമല്ല, കപ്പയും കോഴിയും തിന്നാൻ വരുന്നവർ, വൈകുന്നേരം കമ്പനി കൂടാൻ വരുന്നവർ, ക്യാരംസ് കളിക്കാൻ വരുന്നവർ, ചീട്ട് കളിക്കാൻ വരുന്നവർ. പ്രാർത്ഥന നിലച്ചു, ലോക വ്യാപാരം കൂടി. അപ്പോൾ പിന്നെ ചിട്ടി കമ്പനിയായി, പല കമ്പനി എല്ലാം അങ്ങോട്ട് കൂടി അവിടെ. അങ്ങനെ ഇപ്പം അച്ഛനുണ്ടല്ലോ, ഇപ്പം അച്ഛന് 1.5 മണിക്കൂർ വേണ്ട, 30 മിനിറ്റും വേണ്ട, 15 മിനിറ്റ് 18 മിനിറ്റിനുള്ളിൽ കുർബാന തീരും. പിടിച്ചോ സമാധാനം. എന്നിട്ട് പറയാ ഈ പുള്ളക്ക് ഈ ചോറ് മതി എന്ന് പറഞ്ഞു. അച്ഛൻ പറയണം ഇപ്പം എനിക്ക് 20 മിനിറ്റ് കൂടുതൽ കുർബാനയ്ക്കൊന്നും സമയം ആവശ്യമില്ലെന്ന് പറഞ്ഞു. കാരണം എന്താ, അത്രേ ഉള്ളൂ. പണ്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ എടുത്താലും കുർബാന തീരാതിരുന്ന അച്ഛന് ഇപ്പം പ്രാർത്ഥനയ്ക്കും സമയമില്ല, കുർബാനയ്ക്കും സമയമില്ല. ഇപ്പം ഇങ്ങനെ എന്തായാലും ആ അച്ഛൻ അവിടെ ഇരുന്നോടത്തോളം കാലം ഈ പ്രബല ഗ്രൂപ്പുകളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുകയാണ്. വെട്ടൊന്ന് മുറി 2, ഇടിക്കിടി തൊഴിക്ക് തൊഴി, ഇതാണ് അവിടുത്തെ രീതി ഇപ്പം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ പറയുകയാണത് എന്നെ ഉപദേശിക്കുകയാണ്, സേവ്യറെ ഇത് ലോകമാണ്, ഇവിടെ ഇതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടി. ഞാനപ്പോൾ ഓർത്ത് എൻ്റെ ദൈവമേ, എന്നെ അവിടുന്ന് അട്ടപ്പാടി ഇവിടെ എത്രയും നന്നായി. ഞാൻ വേഗം അട്ടപ്പാടിനെ ഓർത്ത്. അട്ടപ്പാടിയിൽ എൻ്റെ കാറർ ഇടവക അവിടെ ചെന്നപ്പോൾ ആ ആളുകൾ അവരുടെ ഹൃദയം മുറിച്ചു നൽകി എന്നെ സ്നേഹിച്ച്. ഞാനങ്ങനെ കാറർ പള്ളി ചെന്ന് ആ പട്ടവും ആ ഫിലോസഫിയും തിയോളജിയും പഠിച്ച ആ തീഷ്ണതയും സാമൂഹ്യ വിപ്ലവം ഇതൊക്കെ പറഞ്ഞ് അട്ടപ്പാടിയിൽ കാറർ ഇടവകിരിക്കുകയാണ്. ഉടനെ ഒരു ദിവസം ഞാൻ പള്ളിയിൽ അനൗൺസ് ചെയ്തു, ദേ ഇന്ന് തൊട്ട് മാസവരി 15 രൂപ ഇന്ന് ഉയർത്തിയിരിക്കണം എന്ന് പറഞ്ഞു. അതുവരെ മാസവരി അവിടെ പള്ളിയിലേക്ക് വേറെ വരുമാനം ഇല്ലാത്തതുകൊണ്ട് മാസവരി 2 രൂപയായിരുന്നു. അപ്പോൾ ഒരു 100 വീട്ടുകാരുണ്ട്, 2 രൂപ വെച്ച് എങ്ങനെ ഒരു വികാരിച്ച് അവിടെ കഴിയും? വേറെ ഒരു വരുമാനമില്ല, ഒരു മുട്ടക്കുന്ന്. ഞാൻ പറഞ്ഞു 2 രൂപയ്ക്ക് ഇവിടെ അച്ചിരിക്കുകയല്ല, വേണമെങ്കിൽ ഒരു 15 രൂപ 25 രൂപയ്ക്ക് ആക്കി ഒരു മാസം 2500-3000 രൂപയെങ്കിലും വരുമാനം ഉണ്ടെങ്കിൽ പള്ളി ഇവിടെ നിന്ന് റൺ ചെയ്യുള്ളൂ. അതുകൊണ്ട് 15 രൂപ എങ്കിലും മിനിമം വേണമെന്ന് പറഞ്ഞ ഒരു അനൗൺസ്മെൻറ്റ്. അങ്ങനെ പല അനൗൺസ്മെൻറ്റുകളും തീരുമാനങ്ങളും ഞാൻ നടത്തി. അങ്ങനെ 3-4 വർഷം പള്ളിയിൽ ഇരുന്നതിന് ശേഷം ഞാൻ ട്രാൻസ്ഫർ ആയി സെഗിയോൺ ധ്യാനകേന്ദ്രത്തിൽ വന്നു. എന്നിട്ട് രൂപതയുടെ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കി. അപ്പോഴാണ് മനസ്സിലായത്, ഞാൻ എടുത്ത പല തീരുമാനങ്ങളും പൊതുയോഗം വിളിച്ചിട്ട് മാത്രം എടുക്കേണ്ട തീരുമാനങ്ങൾ ഞാൻ നേരിട്ട് പള്ളിയിൽ അനൗൺസ് ചെയ്ത്. പൊതുയോഗം വിളിച്ചില്ല, പ്രതിനിധിയോഗം വിളിച്ചില്ല, ഒന്നും വിളിച്ചാൽ നേരിട്ട് അനൗൺസ് ചെയ്ത്. ഇതേ ഒരു കുളം കുഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, എല്ലാവരും വന്ന് അതിന് ആവശ്യമായ ഇത്ര സംഖ്യ വെച്ച് കൊടുക്കണം. ഇതേ നമ്മുടെ പള്ളിയിൽ ക്രിസ്മസിന് വേണ്ടി ഓരോ വീട്ടുകാർ 1000 രൂപ വെച്ച് എടുക്കണം. ക്രിസ്മസിന് ചില ഫംഗ്ഷൻ ഉണ്ട്, അനൗൺസ്മെന്റ് നടക്കുകയാണ്. സത്യത്തിൽ ഇതൊക്കെ വിളിച്ചു കൂടി ആലോചിച്ചിട്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ സെമിനാറിൽ നേരെ പള്ളിയിൽ വികാരി പെട്ടെന്ന് 94 ഏപ്രിൽ 18 പട്ടം കെട്ടി മെയ് 28 ആയപ്പോഴത്തേനും 2 പള്ളിയുടെ വികാരിയായി. ആകെ 10 ദിവസമൊക്കെ ആയപ്പോൾ കൊച്ചച്ഛനായിട്ട് ഇരിക്കാൻ സമയം കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ. എനിക്ക് കൊച്ചച്ഛനായിരിക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് നേരിട്ട് 2 പള്ളിയുടെ വികാരിയായി. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഇടവക 25 വർഷം പഴക്കമുള്ള ഇടവകയാണെന്ന് ഓർക്കണം. പഴക്കവും സിദ്ധിച്ച ഒരുപാട് വികാരിച്ചമാർ അവിടെ ഇരുന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ഇടവക്കാർക്ക് കൃത്യമായിട്ട് അറിയാം, ഇവിടെ ഇതിനൊരു പ്രൊസീജിയറുണ്ട്, ഒരു ക്രമമുണ്ട്. ഈ അച്ഛൻ ക്രമം വിട്ടാണ് എല്ലാം ചെയ്യണമെന്ന് ഇടവക്കാർക്ക് കൃത്യം അറിയാം. പക്ഷെ ആരും എന്നോട് വഴക്കിന് വന്നില്ല. ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് ആ ഇടവക്കാർ എന്നോട് വഴക്ക് കൂടിയില്ല? എനിക്ക് മിക്കവാറും കിട്ടിയ ഉത്തരം ഇതാണ്. അവർ ചിന്തിച്ചിട്ടുണ്ടാവും, ഈ അച്ഛൻ ഒരു തുടക്കക്കാരൻ, പട്ടം കിട്ടി ആദ്യം വന്നോളൂ, അസ്ഥി മുഖമ്പോൾ തന്നെ ബുദ്ധി വെച്ചോളും, നമ്മളായിട്ട് ഇനി പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാകണം. പക്ഷെ എന്നോട് ആ ജനം വളരെ തുറവിയോടെ, ഞാൻ എന്ത് തീരുമാനം എടുത്താലും അവർ ഓക്കെ റെഡി. ചിലപ്പോൾ ഞാൻ പള്ളിയിൽ അവരോട് ചില കാര്യങ്ങൾ വ്യക്തമായിട്ടും കർശനമായിട്ട് പറയണ സമയത്ത് കാര്യം അവർക്ക് വേദനിച്ചാലും അവർ വന്നിട്ട് എന്നോട് ഇങ്ങനെ, ഒരു ചേട്ടൻ എന്നോട് വന്നിട്ട് പറഞ്ഞു, അതെ തള്ള ചവിട്ടിയാലും പിള്ളയ്ക്ക് കേടില്ലെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച് പശുക്കിടാവിനെ പശു ചവിട്ടിയതുപോലായിരിക്കും വിചാരിച്ച്. എനിക്ക് മനസ്സിലായില്ല. എന്നാൽ ഇപ്പം എനിക്ക് മനസ്സിലായി, ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ വന്ന് പറഞ്ഞത് തള്ള ചവിട്ടിയാലും പിള്ളയ്ക്ക് കേടൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് പോയത്. ഹല്ലേലൂയ. ഒരു ദിവസം ഞാൻ പള്ളിയിൽ അനൗൺസ് ചെയ്തു, സഹോദരന്മാരെ സഹോദരിമാരെ, ഒരു ഇടവകയുടെ വികാരിയായിട്ട് ചുമ്മാ അങ്ങനെ ഇരിക്കാൻ വേണ്ടി വന്നല്ല ഞാൻ. ഐ ആം എ പ്രീസ്റ്റ് ഓഫ് ക്രൈസ്റ്റ്. ഈ അമ്മച്ചിമാർക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഈ അമ്മച്ചിമാരെന്താ പ്രീസ്റ്റ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞത് മനസ്സിലാക്കാനല്ല. ഞാൻ പറഞ്ഞു, ഐ ആം നോട്ട് ഞാനൊരു പൂജാരിയായിട്ട് ഇരിക്കാൻ വന്നിരിക്കണല്ല, ഐ ആം എ പ്രീസ്റ്റ് ഓഫ് ക്രൈസ്റ്റ്. എനിക്ക് സുവിശേഷം പ്രസംഗിക്കണം, എന്നെ സുവിശേഷം പ്രസംഗിക്കാൻ വിട്ടയക്കൂ.
ഞാൻ പള്ളിയിൽ പ്രസംഗിച്ച്. അങ്ങനെ കഴിഞ്ഞപ്പോൾ പള്ളിയുടെ പുറത്ത് വന്നപ്പോഴത്തേനും ഓരോരുത്തർ വന്ന് പറഞ്ഞു, അച്ഛൻ ദയവ് ചെയ്ത് സുവിശേഷം പ്രസംഗിക്കാൻ പോയാലും അച്ഛൻ ഫുള്ള് പൊക്കോ, അച്ഛൻ ഞായറാഴ്ച മാത്രം ഇവിടെ ഉണ്ടായാൽ മതി, ബാക്കി എല്ലാ ദിവസവും പൊക്കോളാം പറഞ്ഞു. ഓരോ ഇടവകയിൽ ആ ഇടവക്കാരെ വികാരിച്ചമാരെ കർശനമായിട്ട് പള്ളിയിൽ തന്നെ 24 മണിക്കൂറും വേണം നിർബന്ധിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ആഗ്രഹം ഞാൻ പള്ളിയിൽ അനൗൺസ് ചെയ്തു. ആ ഇടവക്കാർ വന്നിട്ട് പറഞ്ഞു, അച്ഛൻ എല്ലാ ദിവസവും പോയിക്കോളൂ, ഞായറാഴ്ച കുർബാനയ്ക്ക് അച്ഛൻ ഉണ്ടായാൽ മതി, ഇവിടുത്തെ പണികൾ മുഴുവൻ ഞങ്ങൾ നോക്കിക്കോളാം. കൈക്കാരന്മാർ ഉത്തരവാദിത്തം ഏറ്റെടുത്തു, എന്നോട് പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ ആവേശത്തോടെ പോയി അങ്ങോട്ട് സുവിശേഷം പ്രസംഗിച്ച് 2-3 ആഴ്ച ആവേശത്തോടെ പോയി സുവിശേഷം പ്രസംഗിച്ച്. പിന്നെ എവിടെയും പോകാതെ മിണ്ടാതെ ഇടവക വന്നിരിപ്പായി. ഉടനെ ചേട്ടന്മാരും ചേട്ടന്മാരും പോണില്ല അച്ഛാ, പോവച്ചാ പോണില്ല അച്ഛൻ, ഈ ആഴ്ച പോണില്ലേ, പോവച്ചാ. അവർ ആത്മാർത്ഥമായി പ്രോത്സാഹിപ്പിക്കുകയാണ്. എനിക്ക് കാര്യം പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു പോണമെന്നുണ്ട്. എന്താ അച്ഛാ പോകാത്തത്? പോവച്ചാ. ഞാൻ പറഞ്ഞു പോകാത്തതിന് കാര്യമുണ്ട്. എന്താച്ചാ? ഞാൻ പറഞ്ഞു പള്ളി പറയാം. അങ്ങനെ കുറേ സമ്മർദ്ദം മുറുകിപ്പം ഞാൻ പള്ളിയിൽ ചെന്നു. കുർബാനയുടെ മധ്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ പോണില്ലെന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ സഹോദരന്മാരെ, സുവിശേഷം പ്രസംഗിക്കാൻ പോകണമെങ്കിൽ എനിക്കൊരു കാര്യം മനസ്സിലായിപ്പോ, വെറുതെ എല്ലാവർക്കും സുവിശേഷം പ്രസംഗിക്കാൻ പറ്റില്ല. സുവിശേഷം പ്രസംഗിക്കാൻ പോകണമെങ്കിൽ ജോർജ് കുട്ടികൾ കയ്യിൽ വേണമെന്ന് പറഞ്ഞു. മനസ്സിലായോ? തുട്ട് കയ്യിലില്ലെങ്കിൽ സുവിശേഷ പ്രസംഗം നിന്ന് പോകും. ബസ്സേ കയറിയാൽ ഞാൻ സുവിശേഷ വേലക്കാരനാണെന്ന് പറഞ്ഞാൽ ബസ്സുകാർ കൊണ്ട് വിടുക, പൈസ കൊടുക്കണം. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി ദാഹിച്ചു, തലകറക്കം വരുന്നു, ഒരു സോഡ അല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളം കുടിക്കണമെങ്കിൽ പൈസ കൊടുക്കണം. സുവിശേഷ വേലക്കാരനെ കുടിച്ചോ എന്ന് പറഞ്ഞ് കുടിപ്പിക്കോ? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ ചേട്ടന്മാരെ ചേട്ടത്തിമാരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ഒപ്പീസ് പോലും ഇല്ലാത്ത പള്ളിയാണ് എന്ന് മറക്കരുതെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എങ്ങനെ പോകുമെന്ന് ചോദിച്ചു സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി. അപ്പോൾ അവർക്ക് ഉള്ള ചോദ്യമാണ്, ഇനി എന്ത് ചെയ്യുവച്ചാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് നല്ലൊരു ഐഡിയ തോന്നുന്നുണ്ട്, നിങ്ങളോട് പറയാം. ഇനി നിങ്ങൾക്ക് എന്തായാലും അടുത്ത കാലത്തൊന്നും പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണില്ല. എനിക്കാണെങ്കിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ഒരേ ആഗ്രഹം. അതുകൊണ്ട് ഞാനൊരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ഇഞ്ചി നട്ടും കപ്പ നട്ടും തൊമര നട്ടും പൈസ ഉണ്ടാക്കുക, എന്നിട്ട് എൻ്റെ കൊണ്ട് തരിക, ഞാൻ അതുകൊണ്ട് പോയി സുവിശേഷം പ്രസംഗിച്ചിട്ട് മടങ്ങി വരാമെന്ന് പറഞ്ഞു. 2 ഉടുപ്പുള്ളവർ 3ാമത്തെ ഉടുപ്പ് വാങ്ങാൻ പൈസ കിട്ടി എൻ്റെ കൊണ്ട് തരണം. മദ്യപിക്കുന്നവർ മദ്യപാനത്തിന് ചിലവാക്കുന്ന പൈസ എൻ്റെ തരണം. പുക വലിക്കുന്നവർ പുക വലിക്കാൻ ഓർക്കുമ്പോൾ എൻ്റെ റിക്വസ്റ്റ് ഓർത്തിട്ട് ആ പുക വലിക്കാനുള്ള പൈസ എൻ്റെ കൊണ്ട് തരിക. കുട്ടികൾ ഐസ്ക്രീം വാങ്ങുന്ന പൈസ എൻ്റെ കൊണ്ട് തരിക. പക്ഷെ അവിടുത്തെ ആളുകൾ ഫുള്ള് സ്വീകരിച്ചു. ഞാനിത് അനൗൺസ് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ചേട്ടത്തി വന്നു. ആ ചേട്ടത്തി എന്നെ വിളിച്ചു, അച്ഛാ ഇവിടെ വരാൻ മതി. ഞാൻ എന്താന്ന് ചോദിച്ചു. എന്താന്ന് ചോദിച്ചു. ഞാൻ അമ്മച്ചിയുടെ അടുത്ത് ചെന്നപ്പോൾ അമ്മച്ചി കൈ തുറന്നു തന്നു. നോക്കുമ്പം 10 രൂപയുണ്ട്. ഞാൻ ചോദിച്ചു, അമ്മച്ചിക്ക് ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു. ഈ അമ്മച്ചിമാർ തരുമ്പോൾ സൂക്ഷിക്കണം, പിന്നാലെ ചേട്ടന്മാർ വേണം. ഞാൻ അമ്മച്ചിക്ക് ഇത് എവിടുന്ന് കിട്ടി? ചേട്ടന്മാർ അവിടെ വല്ല മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോൾ കടന്ന് പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നാണെങ്കിൽ വലിയ പ്രശ്നമാകും. അത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു. കട്ടടത്ത് വല്ല ആണോന്ന് ചോദിച്ചു. ഉടനെ പറഞ്ഞു, പാലായി എന്നുള്ള എൻ്റെ മോൻ വന്നപ്പോൾ എനിക്ക് ചട്ട വാങ്ങാൻ തന്നതാന്ന് പറഞ്ഞു. ഞാൻ അമ്മച്ചിനെ നോക്കിയപ്പോൾ കീറി പറഞ്ഞ ചട്ട. ഞാൻ പറഞ്ഞു, അയ്യോ അമ്മച്ചിയോ ഒരു കീറച്ചട്ടക്കാരി. എന്നിട്ട് ആ 10 രൂപ എൻ്റെ തന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മച്ചി ഇത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് കള്ളു കുടിക്കുന്ന ചേട്ടന്മാരുടെ പൈസ, ഐസ്ക്രീം തിന്നുന്ന കുട്ടികളുടെ പൈസ, അല്ലാതെ ഈ പാവപ്പെട്ട അമ്മച്ചിയുടെ ചട്ട വാങ്ങാനുള്ള പൈസ കൊണ്ട് ഞാൻ പൈസ എനിക്ക് സമാധാനം കിട്ടിയല്ല, വേണ്ട അമ്മച്ചി എന്ന് പറഞ്ഞു. അമ്മച്ചി ചോദിച്ചു, എന്താ എൻ്റെ പൈസ മേടിക്കില്ലെന്ന് ചോദിച്ചു. എന്താ തടസ്സം എന്ന് ചോദിച്ചു. അമ്മച്ചിയുടെ കീറച്ചട്ടിയിട്ട് അമ്മച്ചി നടക്കുമ്പോൾ ഞാൻ എങ്ങനെ പോയി ഇതുകൊണ്ട് സുവിശേഷം പ്രസംഗിക്കുന്ന അമ്മച്ചിയോട് ഞാൻ ചോദിച്ചു. ഉടനെ അമ്മച്ചി എൻ്റെ നേരെ നോട്ടം, അച്ഛാ ഈ വയസ്സും പ്രായ എനിക്ക് എന്തിനാ ചട്ട, അച്ഛൻ പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞു. ആത്മീയത ഉണ്ടെങ്കിൽ അവർക്ക് അധികാരമുണ്ട്. എൻ്റെ ബിഷപ്പ് പോലും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. പോയി സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞ് 10 രൂപ തന്നെ എന്നെ വിട്ടയച്ചു. അപ്പോൾ ആദ്യ കാലത്ത് വലിയ പട്ടിണി. അമ്മച്ചി ഈ സുവിശേഷം പോയി പ്രസംഗിച്ചെന്ന് പറഞ്ഞിട്ട് അമ്മച്ചി എന്നെ ശാസിച്ച് വിടണോളെ വിട്ട് കളഞ്ഞു. അങ്ങനെ പോയി പ്രസംഗിച്ച് പിറ്റേ ആഴ്ച നോക്കാൻ വേറൊരു ചേട്ടത്തി വന്നു. ഇവിടെ വരാം എന്താന്ന് ചോദിച്ചു. ഇത് പിടിച്ചോളാൻ പറഞ്ഞു. എന്താന്ന് ചോദിച്ചു. 75 രൂപ ഉണ്ടെന്ന് പറഞ്ഞു. എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചു. പറഞ്ഞു, എൻ്റെ പട്ടാളത്തിലെ മോൻ വന്നായിരുന്നു, എനിക്ക് കവണി വാങ്ങിക്കോളം വന്ന പൈസയാന്ന് പറഞ്ഞു. ഞാൻ അത് മേടിച്ച് സുവിശേഷം പ്രസംഗിച്ചു. ഒരു ദിവസം എനിക്ക് മറക്കാൻ പറ്റാത്ത സംഭവം ഉണ്ടായി.
ഒരു പാവപ്പെട്ട കുട്ടി 2ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇത് ചെറിയ കുട്ടി. അത് അവൻ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇത് പിടിക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ഒരു മനോരമ പേപ്പറിൽ ഒരു പൊതിയാണ്. എന്താന്ന് ചോദിച്ചു. അച്ഛന് അന്ന് പള്ളി പറഞ്ഞില്ലേ, അന്ന് തൊട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ച, അച്ഛന് വേണ്ടി സൂക്ഷിച്ചു വെച്ചാന്ന് പറഞ്ഞു. ഞാൻ മനോരമ പൊതി അഴിച്ച് അതിനകത്ത് പ്ലാസ്റ്റിക് പൊതി അതിച്ച് നോക്കുമ്പം 1 രൂപ 40 പൈസയുണ്ട്. ഒരു വർഷം മുഴുവൻ ആ കുട്ടിക്ക് കിട്ടിയ പൈസ എല്ലാം കൂടെ അവൻ എടുത്തു വെച്ചിരിക്കുകയാണ്. ഒരു വർഷം 1 രൂപ 40 പൈസ. അവൻ പറഞ്ഞു, ഇനിയും ഇതെൻ്റെ കയ്യിൽ ഇരുന്നാൽ കൈമോശം നഷ്ടപ്പെട്ടു പോകും, ഇനി എന്ന് പറഞ്ഞൊരു കാര്യമില്ലെന്ന് പറഞ്ഞു. 5-6 മക്കളുടെ കുടുംബത്തിലാണ്. അവന് ഭണ്ണാരമ പെട്ടിയൊന്നും വാങ്ങാൻ പൈസയില്ല. അതുകൊണ്ട് കിട്ടുന്ന പൈസ നിലത്ത് കുഴിച്ചിട്ടാണ് സൂക്ഷിക്കുന്നത്. ഒരു ദിവസം ഇവിടെ കുഴിച്ചിട്ടാൽ പിറ്റേ ദിവസം അവിടെ നിന്ന് മാറ്റി വേറെ സ്ഥലത്ത് കുഴിച്ചിടും. കാരണം ബാക്കിയുള്ളവർ കണ്ടുകൊണ്ടിരിക്കുകയാണത്. 5-6 ചേട്ടന്മാരുള്ള വീടാന്ന് ഓർക്കണം. അതുകൊണ്ട് ഈ കൂടപ്പറപ്പുകളുടെ ഉപദ്രവത്തിൽ ഇതിനെ മാറ്റി മാറ്റി കുഴിച്ചിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ പറമ്പ് മുഴുവൻ ഇളകി. അവന് എന്തോ ഈ ക്രിസ്മസിന് 25 പൈസ കിട്ടി, അതെടുത്ത് വെച്ചു. ഈസ്റ്റർ പിന്നെ പള്ളി പെരുന്നാളിന് 25 പൈസ കിട്ടി, അതും എടുത്ത് വെച്ചു. അങ്ങനെ കിട്ടിയ 25 പൈസ ഒക്കെ എടുത്ത് വെച്ച് 1 രൂപ 40 പൈസ കൊണ്ട് തന്നു. 94, 95. എനിക്ക് പലരും സുവിശേഷം വലിക്കാൻ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടീനെ പോലെ ഇതുപോലെ എനിക്ക് ഉദാരമായി തന്നവരാരുമില്ല. കാരണം അവൻ്റെ ജീവൻ തന്നെ തന്ന് സ്നേഹിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, വേറൊരു ദിവസം ഒരു കുട്ടി ഒരു കവർ കൊണ്ട് തന്നു. ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ്, ഒരു ലോഡിംഗ് തൊഴിലാളിയുടെ മകനാണ്. എന്നിട്ട് അച്ഛൻ ഇത് പിടിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, മക്കളെ ഇത് കുട്ടികളുടെ പൈസ ഞാൻ അധികം പ്രതീക്ഷിക്കുന്നില്ലെന്ന് പറഞ്ഞു. അച്ഛാ ഇത് മേടിച്ചില്ലെങ്കിൽ പാപാവും അച്ഛാ, മേടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്താന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറയാണ്, അച്ഛനൊന്ന് പള്ളിയിൽ പറഞ്ഞപ്പം, ഞാൻ അവനെ 4ാം ക്ലാസ്സിൽ 7നെ പറ്റിയാണ്. അച്ഛനൊന്ന് പള്ളി പറഞ്ഞപ്പം ഞാൻ അച്ഛൻ്റെ ആ പ്രസംഗം കേട്ട് മുമ്പിൽ ഇരിപ്പുണ്ടായിരുന്നു. അന്ന് എൻ്റെ ഹൃദയം കൂടെ ഞാൻ തീരുമാനം എടുത്തു. ഞാൻ വലുതാകുമ്പം എനിക്ക് ജോലി കിട്ടുമ്പം എൻ്റെ ശമ്പളത്തിൻ്റെ നല്ലൊരു തുക ഞാൻ അച്ഛന് കൊടുക്കും. അച്ഛന് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി ഞാൻ പൈസ ഉണ്ടാക്കും. ആ 7ാം ക്ലാസ്സിലെ കുട്ടി തീരുമാനം എടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് കുട്ടികളെ കണ്ട ഇപ്പോഴും ഭയങ്കര സ്നേഹമാണ്. നിങ്ങൾ നിസ്സാര പാർട്ടികളല്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നിട്ട് ഇവൻ എന്ത് ചെയ്യുമെന്നറിയോ? അവൻ 8ാം ക്ലാസ്സിലായി. പിറ്റേ വർഷം അപ്പോഴാണ് നമ്മുടെ ചാവറ പിതാവിൻ്റെ എന്തോ ഒരു ജൂബിലിയോ വാർഷികം എന്തോ വന്നു. അവൻ പഠിക്കുന്നത് CMC സ്കൂളിലാണ്. അവിടെ ഒരു മത്സരം വന്നു ചാവറ പിതാവിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച്. അതിൽ ഇവൻ പേര് കൊടുത്തു. ക്യാഷ് അവാർഡാണ് സമ്മാനം. ഇവൻ പാട്ടിന് പേര് കൊടുത്തു. സത്യം പറഞ്ഞപ്പോൾ പാടാൻ പറ്റില്ല. ഇവൻ്റെ പാട്ട് എനിക്കറിയാം, എൻ്റെ ഇടവക്കാരനാണ്. ഏതാണ്ട് എരുമ വാ പൊളിച്ച് എന്താണോ അതാണ് ഇവൻ്റെ സ്വരം. അതിനേക്കാളൊക്കെ എത്ര നല്ലതാണ് പാറപ്പുറത്ത് ചിരട്ടിയിട്ട് വരച്ചാൽ അതേപോലത്തെ കുറ എന്നുള്ള സ്വരം. ലോഡിംഗ് തൊഴിലാളിയുടെ മകനാണ്. സ്വീറ്റ് വോയിസ് ഒന്നും നമ്മൾ അത്ര പ്രതീക്ഷിക്കാൻ പാടില്ല. അവൻ അങ്ങനെയാണ്, അവൻ്റെ ബേസിക് നേച്ചർ അതാണ്. ഇപ്പോഴും കറകറാന്നുള്ള സ്വരം തന്നെയാണ്, അന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ പാട്ടിന് പേര് കൊടുത്തോന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ പേര് കൊടുത്തച്ചാന്ന് പറഞ്ഞു. എന്നിട്ടോ സമയത്ത് ഇവൻ്റെ പേര് വിളിച്ചു അവന് ബെഞ്ചിരുന്ന ഒരു നേർച്ച നേർന്നു. ഈശോയെ, വട്ടായിലച്ഛന് സുവിശേഷം പ്രസംഗിക്കാൻ പൈസ ഇല്ലെന്ന് അങ്ങേക്ക് അറിയാൻ പാടില്ലേ? അതുകൊണ്ട് ഞാൻ ഈ മത്സരത്തിന് പോണത് വട്ടായിലച്ഛന് സുവിശേഷം പ്രസംഗിക്കാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പ്രസംഗിച്ച് സമ്മാനം കിട്ടിയാൽ ഞാൻ അച്ഛന് കൊടുക്കും, സമ്മാനം കിട്ടിയില്ലെങ്കിൽ അങ്ങേക്കിനെ നഷ്ടം എന്ന് പറഞ്ഞിട്ട് ഇവൻ പോയി പാടി. ആ മൈക്ക് അങ്ങോട്ട് പിടിച്ച് വായിലോട്ട് അങ്ങോട്ട് ചേർത്ത് വെച്ച് അവനങ്ങോട്ട് വാ തുറന്ന് അങ്ങോട്ട് പാടി. ആദ്യമായിട്ടാണ് ജീവിതത്തിൽ പാടുന്നത്. പിന്നെ പാടുന്നത് എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും അവൻ പാടുന്ന കുട്ടിയല്ല. എന്തായാലും ശരി, അവൻ പാട്ടങ്ങ് തുടങ്ങിയതും മാലാഖമാരിറങ്ങി ജഡ്ജസിന്റെ ചെവി അടച്ചു പിടിച്ച് അതുപോലെ സർവ്വശക്തി സമ്മാനം മേടി. അച്ഛൻ്റെ സുവിശേഷ പ്രസംഗത്തിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി പാടും, അതുപോലെ ഫോഴ്സിൽ പാടി. എന്തായാലും കുറേ നേരം ജഡ്ജസ് ഈ ലോകത്തിലാണോ പരലോകത്തിലാണെന്ന് അറിയാത്ത പോലെ ആയിപ്പോയി. റിസൾട്ട് വന്നപ്പോൾ ഇവന് സെക്കൻഡ് പ്രൈസ് ഉണ്ട്, 50 രൂപ സമ്മാനം. അവൻ കവർ പോലും പൊട്ടിച്ചില്ല, നേരെ കൊടുത്തു. അച്ഛാ, അച്ഛൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഞാൻ നേർച്ച നേർന്ന് പാടിയിടാ, അച്ഛൻ മേടിച്ചില്ലെങ്കിൽ പാപാവും അച്ഛാ, മേടിക്കണം എന്ന് പറഞ്ഞതാണ്. ഇതുപോലെ പാവങ്ങൾ അവരുടെ ഹൃദയം മുറിച്ച് നൽകിയാണ് സുവിശേഷം എന്നെ സഹായിച്ചത്. ഹല്ലേലൂയ. ഇന്നും പാവങ്ങൾ എന്നെ സഹായിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ഈ പാലക്കാട് ടൗൺ ഹാൾ കൺവെൻഷൻ 1000കണക്കിന് ആളുകൾ എല്ലാ ഭാഗത്തും സുവിശേഷം കേൾക്കുകയാണ്. ഞാൻ നോക്കുമ്പം 3 കുട്ടികൾ ഞായറാഴ്ച സമാപന ദിവസം 3 കുട്ടികൾ നിരനിരയായി വരുന്നു. 5ലും 6ലും 7ലൊക്കെ പഠിക്കുന്ന കുട്ടികൾ. ഞാൻ ചോദിച്ചു, മോനെ നിന്റെ വീട് എവിടെയാ? അവൻ പറഞ്ഞു, ഞങ്ങൾ കുഴൽമന്നം സ്കൂളിൽ പഠിക്കുന്നതാണ്. അവിടെ ക്രിസ്ത്യാനികളുമില്ല, ഇടവകയിലൊന്നുമില്ല, കുഴൽമന്നം, ചെതലി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പഠിക്കുന്നവര്. ഞാൻ ചോദിച്ചു, നിന്റെ പേരെന്താ? അവരുടെ പേര് ഗിരി, രാമൻ, കൃഷ്ണൻ, ഇങ്ങനെയൊക്കെയാണ് പേര്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ കൊണ്ടുവന്നിരിക്കണേ? ഇവിടെ പാലക്കാട് യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന പത്രവാർത്ത കണ്ടു. ഉടനെ അവർ സ്കൂളിൽ ഒരു കളക്ഷൻ എടുത്ത് അങ്ങനെ 2 രൂപ 3 രൂപ 5 രൂപയൊക്കെ ആയിട്ട് ഒരു കുറേ ചില്ലറയൊക്കെ ആയിട്ട് അവൻ കാഴ്ച വെക്കാൻ വന്നിരിക്കും. എന്നിട്ട് എല്ലാവരും നോക്കി നിൽക്കെ അവിടെ കൊടുത്ത് കാഴ്ച വെച്ച് കാലെ തൊട്ട് അവിടെ കമർന്ന് വീണ് കാലെ തൊട്ട് വന്നിച്ച് യേശുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച പോലെ ഏൽപ്പിച്ചിട്ട് അതുങ്ങൾ മടങ്ങിപ്പോയി. അപ്പൊ അതുങ്ങൾക്ക് ഒറ്റയ്ക്ക് ബസ് കയറാൻ അറിയാൻ പാടില്ല, ചെറുത്. അപ്പൊ അവിടുന്ന് ആ പ്രദേശത്ത് ഏതോ ഒരു ടീച്ചറെ കൂട്ടിയിട്ട് വന്ന് സമർപ്പിച്ചിട്ട് അവർ പോയി കുഴൽമന്ന സ്കൂളിൽ നിന്ന്.
സിസ്റ്റേഴ്സ് നടന്ന സ്കൂളോ ക്രിസ്ത്യാനികളുള്ള സ്കൂളോ ക്രിസ്ത്യാനികൾ ആരും ഇല്ലാത്ത പ്രദേശം കുഴൽബന്ധം. അവിടെ നിന്നാണ് ഇവർ സ്കൂളിൽ ഒരു പിരിവ് നടത്തിയിട്ട് കൊണ്ട് സമർപ്പിച്ചിട്ട് പോയത്. മൊത്തം ഒരു 15 രൂപ എല്ലാം കൂടെ ഉണ്ടാവും. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഓരോ കവറ്, ഞാൻ ഈ കവർ എന്താണെന്ന് ചോദിച്ചു. ഇത് ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ കവർ തുറന്നു നോക്കി. അപ്പോൾ ഒരു കവറിൽ എഴുതിയിരിക്കുന്നതാണ് ഞങ്ങളുടെ ദേശത്ത് മഴയില്ല, മഴ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതിനകത്ത് 2 രൂപ വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ സ്കൂളിൽ ഇന്ന് 2-3 കുട്ടികളുടെ പേര് പറഞ്ഞു. അവർ മഹാ അടിപിടി ഉണ്ടാക്കുന്ന കുട്ടികളാണ്, അവർക്ക് നല്ല സ്വഭാവം കിട്ടണം. അതിനകത്ത് 5 രൂപ വെച്ചിട്ടുണ്ട്. നോക്കുന്ന ഒരു കാണിക്ക സഹിതം മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ടുവന്ന് അവർ സമർപ്പിച്ചിട്ട് പോയി. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ അവരുടെ ഹൃദയം മുറിച്ചു നൽകി അവർ സ്നേഹിച്ച്. ഒരു ദിവസം എനിക്ക് ഇടവകയിൽ പ്രശ്നം ഉണ്ടായി. ഇടവകയിലെ പ്രശ്നം ഇതാണ്. ഇടവകയിൽ 2-3 കീറാമുട്ടികൾ എനിക്കെതിരെ വലിയ ആരോപണം. രാഷ്ട്രീയ പാർട്ടിക്കാരാണ് അവർ. ഞാൻ എടുത്തൊരു ചുവടുവെപ്പ് അവർ രാഷ്ട്രീയമായി ചിത്രീകരിച്ച് അത് പാർട്ടി പ്രശ്നമാക്കി മാറ്റി. എന്നിട്ട് വലിയ പ്രശ്നമായി. അങ്ങനെ ഞാൻ ആ ഇടവക വിട്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ വലിയ നിരാഹാരവും പിന്നെ മൗനവ്രതവും ഒക്കെ പ്രഖ്യാപിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് വേറെ ആർക്കും അറിയാം. എൻ്റെ ഇടവകയിൽ ഗവൺമെൻറ്റും ഇല്ല, ആർക്കും അറിയാൻ പാടില്ല. എൻ്റെ ഇടവക്കാർക്ക് അറിയാം, വേറെ ആർക്കും അറിയാൻ പാടില്ല. ഒരു ദിവസം ജെല്ലിപ്പാറ സ്കൂളിൽ നിന്ന് അവിടുത്തെ ഒരു സിസ്റ്റർ എന്നെ വിളിച്ചു. സിസ്റ്റർ അച്ഛൻ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും പറ്റിയില്ല, നിങ്ങൾ കൂടുതൽ അധികം പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. അല്ല, അച്ഛൻ എന്താ പറ്റിയിട്ടുണ്ട്, എന്താണെന്ന് തുറന്ന് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പോഴാണ് പറയണത് അച്ഛൻ്റെ സ്കൂൾ ഇടവകയിലെ കുട്ടികളെല്ലാം ഞങ്ങളുടെ സ്കൂളിലാണ് പഠിക്കണമെന്ന് പറഞ്ഞു. അതിനിപ്പോൾ എന്താ കുഴപ്പം? അപ്പോഴാണ് സിസ്റ്റർ പറയണത് അച്ഛൻ്റെ ഇടവകയിലുള്ള കുട്ടികൾ തിങ്കളാഴ്ച സ്കൂളിൽ വന്നപ്പോൾ എല്ലാ കുട്ടികളും മ്ലാനമുഖരായിരിക്കുകയാണ് ജെല്ലിപ്പാറയിൽ. അതായത് അവർ കാരണക്കാരെന്ന് പറഞ്ഞാൽ മഹാവിരുദ്ധന്മാരെ ഓടിപ്പാഞ്ഞ് നടക്കുന്നവരാണ്. എന്നാൽ ഞായറാഴ്ച പള്ളി വന്നിട്ട് തിങ്കളാഴ്ച അവർ സ്കൂളിൽ ചെന്നപ്പം വാടിയ ചെമ്പുന്നിട്ട് പോലെ ഓരോരുത്തരിക്കുക. ഉച്ചക്കൊക്കെ വിട്ടാൽ ചോറിനും പിന്നെ ലസ്കെ വന്ന് തല വെച്ച് കമിഴ്ന്ന് കിടക്കും. അവർ കളിക്കാൻ പോണില്ല, അവരുടെ മുഖം വാടിയിരിക്കുന്നു. അപ്പോൾ ആദ്യം അവർ വിചാരിച്ചു, സിസ്റ്റർമാർ തിങ്കളാഴ്ച വിചാരിച്ച് വീട്ടിൽ വല്ല വഴക്കുണ്ടായിട്ടുണ്ടാവും. ചൊവ്വാഴ്ചയും വരെ മുഖം വാടിയിരിക്കുന്നു, അവർ കളിക്കുന്നില്ല. ബുധനാഴ്ച ആയപ്പം ഒരു കുട്ടി ഉച്ചയ്ക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വാടി തളർന്ന് ഡെസ്കെ തലയും വെച്ച് കിടക്കണം കണ്ടപ്പോൾ സിസ്റ്റർ വന്നു. സിസ്റ്റർ വിളിച്ചു, മോനെ നിനക്ക് എന്താ പറ്റിയത്, നിന്റെ സ്വഭാവം ഇങ്ങനെയല്ലോ, നിനക്ക് എന്താ പറ്റിയത്? ഉടനെ അവൻ തല ഉയർത്തി ഇങ്ങനെ നോക്കി. എന്നിട്ട് പറഞ്ഞു സിസ്റ്റർ അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞ്, ഞാൻ എൻ്റെ വികാരിച്ചനെ കുറിച്ച് ഓർത്ത് വേദനിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. ഉടനെ സിസ്റ്റർ ചോദിച്ചു വികാരിച്ചൻ എന്താ പറ്റിയെന്ന് ചോദിച്ചു. എൻ്റെ വികാരിച്ചൻ വേദനയിലൂടെ കടന്നു പോകുന്ന സിസ്റ്റർക്ക് അറിയാവോന്ന് ചോദിച്ചു. ഞാൻ കണ്ണടച്ചാൽ അപ്പം എൻ്റെ വികാരിച്ചനെ കാണുന്നു, എൻ്റെ വികാരിച്ചനോർത്ത് ഞാൻ വേദനിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുട്ടികൾ പള്ളിയിൽ വന്നപ്പോൾ, പള്ളി വരുമ്പോൾ ആദ്യം ഒരു വികാരിച്ചൻ്റെ മുഖത്തേക്കാണ് നോക്കണത്. വികാരിച്ചൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ വികാരിച്ചൻ്റെ മുഖം കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഈ അച്ഛൻ എന്തോ വിഷമമുണ്ട്. അവരോട് കണ്ടമാനം സംസാരിക്കേണ്ട ആവശ്യമില്ല, അറിയിപ്പുകളുടെ കൂട്ടത്തിൽ പറയേണ്ട ആവശ്യമില്ല, എനിക്ക് വിഷമമുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം, പറയേണ്ട ആവശ്യമില്ല. മുഖത്തേക്ക് നോക്കിയപ്പോൾ അവർക്ക് ആ കുട്ടികൾക്ക് കാര്യം എന്തിനാ കണ്ടമാനം തിയോളജി ഫിലോസഫി കഴിക്കണേ? നല്ലൊരു ഹൃദയം ഉണ്ടെങ്കിൽ എല്ലാം മനസ്സിലാവും. പ്രൈസ് ദി ലോർഡ്. ആ നല്ല ഹൃദയം ഉണ്ടായിരുന്നു. അവർ പള്ളി വന്ന് നോക്കി, അവർക്കെല്ലാം മനസ്സിലായി. അവർ വേറെ ആരോടൊന്നും പറയാൻ നിന്നില്ല. അവർ പോയി അവരുടെ വേദന മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ച് അവർ പ്രാർത്ഥിക്കുകയാണ്. ആ ദിവസങ്ങളിൽ കാരണവന്മാർ വന്ന് പറഞ്ഞ കാര്യമുണ്ട് പിന്നീട്. അതായത് സാധാരണ സന്ധ്യാപ്രാർത്ഥന സമയത്ത് ചടഞ്ഞു കൂടിയിരുന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന കുട്ടികൾ ആ ദിവസങ്ങളിൽ മുട്ടുമുതിന്ന് ഭയങ്കരമായിട്ട് എരിവോടെ കൊന്തയൊക്കെ ചൊല്ലിയിരുന്നു. ഞാൻ പിന്നീട് ആ കുട്ടികളോട് ചോദിച്ചു, കുട്ടികളെ അന്ന് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? അപ്പം ആ കുട്ടികൾ പറയാ, ആ കുട്ടികൾ അന്ന് പ്രാർത്ഥിച്ച ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഈശോയെ ഞങ്ങളുടെ അച്ഛനെ ശക്തിപ്പെടുത്തണമേ. അതിനകത്ത് എല്ലാം ഉണ്ട്. ഈശോയെ അച്ഛനെ ശക്തിപ്പെടുത്തണമേ, ഇതാണ് അവർക്ക് പ്രാർത്ഥിക്കാനുള്ളത്. വേറെ വലിയ വാക്കൊന്നും പറയാനില്ല. നോക്കുക, ഹൃദയത്തെ അറിയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ അവരുടെ ഇല്ലായ്മയുടെ നടുവിൽ നിന്ന് ഹൃദയം മുറിച്ചു നൽകി ആ ജനനെ സ്നേഹിച്ചു. ഇന്നും ഒരുപാട് അൽമായരുണ്ട്. ഒരു കാര്യത്തിന് വേണ്ടി അച്ഛൻ പുറപ്പെടുമ്പം അവരുടെ ജീവിതം ബലിയായി കൊടുത്ത് സ്നേഹിക്കുന്ന അൽമായർ. ഞാനൊരു ദിവസം അമേരിക്കയിൽ ശുശ്രൂഷയ്ക്ക് പോയ സമയത്ത് തിരിച്ചു വന്നു കഴിഞ്ഞ് ഞാൻ ഒരു വ്യക്തിയോട് സംസാരിച്ച്, അപ്പോഴാണ് വ്യക്തി പറയണത്, അച്ഛൻ എന്ന് ഇവിടുന്ന് പുറപ്പെട്ടോ അന്ന് തൊട്ട് ഭക്ഷണം കഴിക്കൽ നിർത്തി. അന്ന് തൊട്ട് ഭക്ഷണം വെറും വെള്ളം മാത്രം കുടിച്ച വ്യക്തി ഒരു മാസം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരണത്. ആ ഒരു മാസം വെള്ളം മാത്രം കുടിച്ച് അച്ഛൻ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക. ഒരു ദിവസം ഞാൻ ഓർക്കട്ടെ, ഞാൻ കണ്ണൂരിൽ ശുശ്രൂഷയ്ക്ക് പോയിരിക്കുകയാണ്. കണ്ണൂർ ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ ഞാൻ രാത്രി മുഴുവൻ യാത്ര, നേരം വെളുത്തിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ കണ്ണൂർ ശുശ്രൂഷയ്ക്ക് പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് വിളിച്ച് പറഞ്ഞപ്പോൾ ഇവർ പറയാം, ഞങ്ങൾ രാത്രി ഉറങ്ങിയിട്ടില്ല അച്ഛാ, ഞങ്ങൾ ആരാധന വെച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ പേര്. ഞാൻ ചോദിച്ചു, ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലല്ലോ.
നിങ്ങൾ എന്തിനാ രാത്രി മുഴുവൻ ഉറക്കം ഒഴിച്ച് ഇനി വീണ്ടും പകൽ വർക്ക് ചെയ്യണ്ടേ? അത് ഞങ്ങളിപ്പോൾ വർക്കിന് പോകാച്ചാ കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഒരു ദിവസം ഉറങ്ങിയില്ലെന്നല്ലേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ രാത്രി ഞാൻ ട്രെയിനിൽ പോകുന്നപ്പോൾ നിങ്ങൾ എന്തിനാ ഉറങ്ങാതെ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? അപ്പോഴാണ് പറയണത്, അച്ഛൻ കോഴിക്കോട് കൂടെ പോണത്. കോഴിക്കോട് അങ്ങനെ ട്രെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, ഒരുപാട് തരത്തിലുള്ള സ്വർഗ്ഗഭോഗികളും തോന്നിയാസികളും ഒക്കെ ഉള്ള നാടാണത്. അച്ഛൻ്റെ അടുത്തേക്ക് പാപമുള്ള ഒരാൾ പോലും സമീപിക്കാതിരിക്കാൻ വേണ്ടി അവർ രാത്രി മുഴുവൻ അച്ഛനെ അനുഗ്രഹിക്കണമേ, അച്ഛന് അവിടെ ശുശ്രൂഷയ്ക്ക് തടസ്സം വന്ന ഒരാളും ഒരു കൂട്ടുകെട്ടും അച്ഛന് വരരുത് എന്ന് പറഞ്ഞ് അവർ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ കാലഘട്ടത്തിൽ ഒരു വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു, കോഴിക്കോട് ആ പ്രദേശത്തൊക്കെ ചില സ്വർഗ്ഗഭോഗികൾ വിളയാടുന്നതായിട്ട് വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാർത്ത ഓർത്ത് അവർ പ്രാർത്ഥിക്കുക, പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ചെയ്യണമല്ല അത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി, ഇതുപോലെ ചങ്ക് മുറിച്ച് നൽകി സ്നേഹിക്കുന്ന ആത്മായർ, പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ദിവസം ഞാൻ ഈ ഒരു സ്വിറ്റ്സർലൻഡ് എന്ന് പറഞ്ഞ രാജ്യത്തേക്ക് സുവിശേഷ വേലയ്ക്ക് പോയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ദേ പോകുന്ന രാജ്യം അത്ര നല്ല രാജ്യമല്ല, അവിടെ വാലും തുണിയൊന്നും ഇല്ലാത്ത രാജ്യങ്ങളാണ്. അതുകൊണ്ട് പോകുന്ന സമയത്ത് ശുശ്രൂഷയ്ക്ക് തടസ്സമായ പാപചിന്തകൾ വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഈ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്തു. ഞാനങ്ങനെ എന്നിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരു ചേട്ടൻ എന്നെ വിളിച്ചു. ആ ചേട്ടൻ പറഞ്ഞതെന്നറിയോ, അച്ഛാ ഞാൻ ഈ ഭൂമുഖത്ത് മരിച്ചു വീണിട്ടല്ലാതെ അച്ഛന് പാപം ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കേണ്ടതാണ്. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ പറയണമെന്ന് ചോദിച്ചു. അപ്പോഴാണ് ചേട്ടൻ പറയണത്, അതുപോലെ ആ ചേട്ടൻ വേദന സഹിക്കുക. ആ വേദന സഹിച്ച് പറയാണ്, ഞാൻ എൻ്റെ ശരീരത്തിലും ആത്മാവിലും മനസ്സിലും എൻ്റെ ജീവിതം മുഴുവനും വേദന സഹിച്ചു. ആ വേദന മുഴുവൻ അച്ഛന് വേണ്ടി ഞാൻ കാഴ്ചവെക്കുകയാണ്. ഞാൻ മരിച്ചു വീണിട്ടല്ലാതെ അച്ഛന് പാപം ചെയ്യാൻ പറ്റില്ല. അതുപോലെയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സഹിച്ച് പ്രാർത്ഥിക്കുന്നത് പറഞ്ഞു. ഹല്ലേലൂയ. ഉറക്കെ പറയാം ഹല്ലേലൂയ. അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് പറയാതെ അതിനുവേണ്ടി ചത്ത് പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആത്മായർ, സഹോദരന്മാര്, യുവതിവാക്കന്മാര്, അവരുടെ ആ ഹൃദയം മുറിച്ചു നൽകിയുള്ള സ്നേഹം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരൻ, ഇന്നൊരു വട്ടായലച്ഛൻ ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്ന അച്ഛനായിട്ട് ലോകത്തിലുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എൻ്റെ ആദ്യത്തെ ഇടവകയും അതിനുശേഷം എൻ്റെ കൂട്ടത്തിലേക്ക് ദൈവം കൂട്ടിച്ചേർത്ത എൻ്റെ കൂടെയുള്ള ഈ സഹോദരങ്ങളാണ്. എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഹൃദയം അവരുടെ ജീവിതം അവർ ബലിയായി കൊടുത്ത് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ഇടവകയിൽ ഒരു അച്ഛൻ വരുമ്പോൾ ആ അച്ഛൻ ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെയായാലും അങ്ങോട്ട് പോകുമ്പോൾ നല്ലൊരു ആത്മീയനാകണമെങ്കിൽ ആ ഇടവകയിൽ നമുക്ക് പറ്റും. ഞാൻ അട്ടപ്പാടിക്ക് പോയത് ഒരു സാമൂഹ്യ വിപ്ലവകാരിയായിട്ടാണ്. മദ്യനിരോധനം, ആദിവാസി പ്രവർത്തനം, ഭൂമി പതിച്ചു കൊടുക്കൽ, പിന്നെ പലതരത്തിലുള്ള സമരങ്ങൾ, രാഷ്ട്രീയ വിപ്ലവങ്ങൾ, അങ്ങനെ ഒരു വിപ്ലവകാരിയായിട്ടാണ് ഞാൻ അട്ടപ്പാടിക്ക് പോയത് 1994. ആദ്യത്തെ ഒരു വർഷം മുഴുവൻ സമരവും വിപ്ലവമായിട്ട് പോയി, പാർട്ടി പ്രവർത്തനമൊക്കെ ആയിട്ട് പോയി. എന്നാൽ ഞാൻ പോയ ആദ്യത്തെ ഇടവക, ആ ജനം കഷ്ടതയുടെ നടുവിൽ, പട്ടിണിയുടെ നടുവിൽ, ദാരിദ്ര്യത്തിന്റെ നടുവിൽ, അവരുടെ ഇല്ലായ്മയുടെ നടുവിൽ അവരുടെ ചങ്ക് മുറിച്ച് നൽകി വേദനിച്ച് സ്നേഹിച്ച്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊരു വിപ്ലവകാരിയായിട്ടാണ് ഇടവേലയ്ക്ക് പോയതെങ്കിലും ഇടവകയെന്ന് പോരുമ്പം ആത്മീയ മനുഷ്യനായിട്ട് ഞാൻ പോന്നു. ഞാൻ ഫിലോസഫിയും തിയോളജിയൊക്കെ പഠിച്ച് വലിയ ദൈവാനുഭവമുള്ള ഒരാളായിട്ടൊന്നുമല്ല പോയത്. ഒരു പ്രത്യേക ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ പ്രത്യേക ഒരു സമരക്കാരനായിട്ടാണ് പോയത്. എന്തിനും പ്രതികരിക്കും, എന്തിനും ഒരു വിമത സ്വഭാവം. എന്നാൽ അങ്ങോട്ട് അങ്ങനെ പോയെങ്കിലും 3 വർഷം കഴിഞ്ഞ് എൻ്റെ ഇടവകയിൽ ഞാൻ പോരുമ്പം ഒരു ആത്മീയ മനുഷ്യനായി, പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനായി, ഒരു ഭയമുള്ള മനുഷ്യനായി, ദൈവസ്നേഹത്തെ അറിഞ്ഞൊരു മനുഷ്യനായിട്ടാണ് ആ പാവപ്പെട്ട ജനത്തിൻ്റെ ഇടയിൽ നിന്ന് തിരിച്ചു പോകുന്നത്. ഇന്നും എനിക്കൊരു വിഷമമുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ ഇടവകയുള്ള പല അമ്മച്ചിമാരും പല ചേട്ടത്തിമാരും അന്ന് രാത്രി ഉറങ്ങിയല്ല. കാരണം അവർക്കറിയാം അവിടെ അത്രയും വിഷമം അവർക്കുണ്ടാവും. അവർ എഴുന്നേറ്റിരുന്ന് അവർ രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയാണ്. ഏത് ലോകത്ത് എവിടെ ചെന്നാലും ഒരു വിഷമമുണ്ടെങ്കിൽ കാരണമുള്ള എൻ്റെ ആദ്യത്തെ ഇടവകയുള്ള ഒരുപാട് പേർക്ക് അറിയാൻ പറ്റും. അവർ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അതുപോലെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചൊരു ജനത. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ബാച്ചിൽപ്പെട്ട മറ്റേ അച്ഛനെ ഞാൻ കണ്ടു. അങ്ങോട്ടൊരു വിശുദ്ധനായി പോയി, എന്നാൽ ഇങ്ങോട്ടൊരു കരടിയായി 3-4 വർഷം ആ ഇടവക 5-6 വർഷം ആ ഇടവക ഇരുന്നിട്ട് തിരിച്ചു വന്നപ്പം ഒരു തനി കരടിയുടെ സ്വഭാവം. വെട്ടൊന്ന് മുറിരണ്ട്, മയമില്ല, സ്നേഹമില്ല, ഒരു പ്രത്യേക തരത്തിലുള്ള വികട സ്വഭാവം, തൊട്ടതിനും പിടിച്ചതിനുള്ള വിമത സ്വഭാവം, എല്ലാത്തിനും ഒരു പ്രത്യേക എതിർപ്പ്. ഇതൊന്നും ശരിയാവില്ല, ലോകമൊന്നും ശരിയല്ല, എല്ലാത്തിനെ കുറിച്ചും ഇറിറ്റേഷൻ, അസംതൃപ്തി, വിഷമം, ദേഷ്യം. അത് ഓരോ ഇടവകയിലെ ആളുകൾക്ക് പ്രാർത്ഥിച്ച് ആ ഇടവകയിലെ അച്ഛനെ സഹായിക്കാനുള്ള ഡ്യൂട്ടിയുണ്ട്. ഈ നിമിഷങ്ങളിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, ഈ അപ്പസ്തോലിക സഭയിലെ പൗരോഹിത്യം, ഈ അപ്പസ്തോലിക സഭയിലെ വൈദികർ അതങ്ങ് എത്രയോ സ്നേഹിച്ച് ലോകത്തിൽ ഉയർത്തിയിരിക്കുകയാണ്.
ആ ജനം ഒന്ന് സ്നേഹിച്ചുകൊണ്ട് എത്രയോ ജനത്തിനാണ് പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ അനുഗ്രഹമായി മാറിയത്. ആ ജനം അന്ന് സ്നേഹിച്ചു. ഇന്ന് ജനത്തെ സ്നേഹിച്ച് പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാനായിട്ട് ഒരു ശുശ്രൂഷ ജീവിതം കർത്താവ് എനിക്ക് തന്നു. 2 കരങ്ങൾ ഉയർത്താം. വൈദികരെ മനസ്സിലാക്കാൻ, പൗരോഹിത്യത്തെ മനസ്സിലാക്കാൻ, ബിഷപ്പുമാരെ മനസ്സിലാക്കാൻ, സഭയെ മനസ്സിലാക്കാൻ, അവരെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ ദൈവമേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സ് തുറന്ന് എല്ലാവരും സ്തുതിക്കട്ടെ. ഓ ദൈവമേ, തിരുസഭയെ സ്നേഹിക്കാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ, വൈദികരെ സ്നേഹിക്കാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ, തിരുസഭ അധികാരികളെ സ്നേഹിക്കാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ, ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥ സ്വീകരിക്കാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ, ആയിരിക്കുന്ന അവസ്ഥ അംഗീകരിച്ച് സ്നേഹിക്കാൻ അനുഗ്രഹിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തി തിരുസഭയെ സ്നേഹിക്കാൻ തിരുസഭയുടെ ആത്മാവിനെ വിളിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ.
തിരുസഭയിൽ ദിവ്യകാരുണ്യ രൂപനായി എഴുന്നള്ളിയിരിക്കുന്ന ഞങ്ങളുടെ രക്ഷിതാവായ യേശുവേ, സഭയോട് വൈകാരികമായി സ്നേഹത്തിൽ ആയിരിക്കാൻ ഒരു അഭിഷേകം ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ. തിരുസഭാ വിരോധം, വൈദിക വിരോധം, വിമത സ്വഭാവം, എതിർപ്പ്, ഓരോ തരത്തിൽ മല്ലടിക്കുന്ന പ്രകൃതങ്ങൾ, സഭയെ അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഓരോ തരത്തിലുള്ള മനസ്സിൻ്റെ വേദനകൾ, ഈ അവസ്ഥയിലേക്ക് ദൈവമേ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന എല്ലാ തരത്തിലുള്ള അന്ധകാര പീഡകളെയും അവിടുന്ന് തകർക്കണമേ. രണ്ട് കരങ്ങളും യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തി ഈ സമയം ജീവിതകാലത്ത് സഭയോട് വന്നിട്ടുള്ള എല്ലാ അനൈക്യങ്ങളും എല്ലാ വിഭാഗീയതയും ഭിന്നതയും വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവമേ, ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിൽ നിന്നും, ഓരോ വ്യക്തികളിൽ നിന്നും, ഓരോ മകനിൽ നിന്നും, ഓരോ മകളിൽ നിന്നും തിരുസഭയോട് ഐക്യപ്പെടാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തരത്തിലുള്ള അന്ധകാരപ്പിടകളും യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. വർഷങ്ങളായുള്ള വൈദിക വിരോധം, തിരുസഭ വിരോധം, കൂദാശകളോട് അനുഭവമില്ലായ്മ, വിശ്വാസരാഹിത്യം, എതിർപ്പ് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഹൃദയങ്ങളിൽ നിന്നും വിട്ടകന്നു പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഹൃദയങ്ങളെ സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവേ, ഹൃദയങ്ങളെ തൊടണമേ. ഓരോ ഹൃദയങ്ങളെ, മുറിവുകളെ സുഖപ്പെടുത്തി ദൈവസ്നേഹങ്ങൾ നിറയ്ക്കണമേ. തിരുസഭയുടെ ഐക്യപ്പെടുത്തണമേ കർത്താവേ. തിരുസഭയുമായി വന്നിട്ടുള്ള എല്ലാ ക്ഷതങ്ങൾക്കും അവിടുന്ന് സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നിമിഷമിതാ തിരുജീ